മഞ്ഞുമല കുറച്ച് സീൻ മാറ്റും മലയാളം ഇൻഡസ്ട്രിയുടെ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി പറയല്ല, പക്ഷെ ആസ് എ സിനിമ മ്യൂസിക് ആണെങ്കിലും ഓഫ് കോഴ്സ് ഈ പടത്തിന് വേണ്ടി നമ്മളൊരു ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കി. അതായത് ഈ മഞ്ഞുമലിന് വേണ്ടിയിട്ട് ഞാനും എന്റെ ടീമും കൂടെ, ഞാനും എന്റെ ടീമും ബീറ്റിന് വേണ്ടി വെയിറ്റ് ആയിരിക്കും അല്ലേ? ബീറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണോ? എപ്പോഴും എന്നെ കളിയാക്കും, ഇങ്ങനെ മൂക്ക് ഇങ്ങനെയാണ് എന്റെ സൗണ്ട്. ഞാൻ ചിലപ്പോ എന്റെ പാട്ട് ഞാൻ പാടിയത് അധികം കേൾക്കാറില്ല. ഏറ്റവും കൂടുതൽ തപ്പിയ ഒരു പാട്ട് ഏതായിരിക്കും ഒരു സിംഗർ തീരുമാനം എടുക്കാൻ വൈകിയത്? പല തീരുമാനങ്ങൾ എടുത്ത് വൈകുമ്പോഴാണ് ഞാൻ തന്നെ പാടുന്ന പാട്ട്. ഒരുപാട് ചിന്തിച്ച് ചെയ്യുന്ന തീംസ് ചിലപ്പം വർക്കാവില്ല. അപ്പൊ ഞാൻ ചുമ്മാ ഒറ്റ വിരലുകൊണ്ട് ഇങ്ങനെ ടങ് 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 ഇങ്ങനെ, അതായത് റാൻഡമായിട്ട് എന്താണോ മനസ്സിലിപ്പോ വരുന്നത് അത് റാൻഡമായിട്ടൊന്ന് ചുമ്മാ ട്രൈ ചെയ്ത്, പക്ഷെ അതിങ്ങനെ പോകുന്നു ഞാൻ വിചാരിച്ചില്ല. മ്യൂസിക് സുഷിൻ ശ്യാമിന്റെ ലൈഫിൽ വരുത്തിയിരിക്കുന്ന ഒരു മാറ്റം ചോദിച്ചാൽ എന്ത് പറയും? പൈസ ഉണ്ടാക്കാൻ പറ്റി. യെസ് ഓർ നോ? വിനീത് ശ്രീനിവാസൻ വിളിച്ചാൽ ഇനി ഞാൻ അഭിനയിക്കാൻ പോകും. നോ. പാരിലൊരു ഞാലെ അലയായിടാൻ വരാം നിന്നാകാശമായി. പിള്ളേരൊക്കെ എന്നെ കാണുമ്പോ ചേട്ടാ ചേട്ടാ അപ്പിപ്പാട്ട് സൂപ്പർ എന്നൊക്കെ പറയും. ഓക്കെ, മലയാള സിനിമാ സംഗീതത്തിന്റെ ആത്മാവാണ് ഇന്നത്തെ സ്റ്റാർ ജാമിലിരിക്കുന്നത്. ആത്മാവേ വാ, സാക്ഷാൽ സുഷിൻ ശ്യാം. വെൽക്കം ടു സ്റ്റാർ ജാം. താങ്ക് യു, താങ്ക് യു. With RJ Rafi. എന്തല്ല എങ്ങനെ പോകുന്നു? സുഷിൻ ശ്യാമിന്റെ സംഗീതത്തിന്റെ ആത്മാവ് എന്താണെന്ന് വെച്ചാൽ സുഷിൻ എന്ത് പറയും? ആത്മാവ് എന്റെ ആത്മാവ് തന്നെ ആയിരിക്കുമല്ലോ, മ്യൂസിക്കിന്റെ ആത്മാവ് നമ്മുടെ സോൾ, എന്റെ ഇമോഷൻ. ഓക്കെ, സുഷിന്റെ ഇമോഷൻസ് ആണ് മ്യൂസിക്കിന്റെ സോൾ. സൂപ്പർ, ഫസ്റ്റ് ആൻസർ. ഓക്കെ, തലൈവർ രജനീകാന്ത് അനിരുദ്ധ് കോംബോ, അതുപോലെ മമ്മൂക്ക സുഷിൻ ശ്യാം കോംബോ ആണ് ഇപ്പം എന്ന് എല്ലാരും പറയുന്നു. അങ്ങനെയാണോ? അങ്ങനെയൊന്നുമില്ല. ഞാന് 3 പടം ചെയ്തു മമ്മൂക്കയായിട്ട്. 3 പടം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല റെസ്പോൺസ് ആയിരുന്നു. അപ്പം കോമ്പിനേഷൻ നല്ലതായിരിക്കും. മമ്മൂട്ടി കമ്പനി സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മമ്മൂക്കയാണ് സുഷിനെ മ്യൂസിക് ഏൽപ്പിക്ക് അങ്ങനെ പറഞ്ഞു തുടങ്ങി, അങ്ങനെ പറയാറുണ്ടോ? ഇപ്രാവശ്യം കണ്ടപ്പോ പറഞ്ഞായിരുന്നു നമുക്ക് കുറച്ചും കൂടി ചെയ്യാം, ഇനിയും പടങ്ങൾ ചെയ്യാം. അതും ഞാൻ മമ്മൂക്കനെ അങ്ങനെ എപ്പോഴും കാണുന്നൊന്നുമില്ല. ഞാൻ കണ്ണൂർ സ്ക്വാഡ് കഴിഞ്ഞിട്ടുള്ള ആ ടൈം കണ്ടായിരുന്നു എന്നല്ലാണ്ട് എനിക്ക് 100 പ്രാവശ്യം ഞാൻ ഷൂട്ടിന് പോയപ്പോഴും മമ്മൂക്കനെ കണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ചോദിച്ചു എന്തൊക്കെയാണ് ചെയ്യുന്ന, തീമുണ്ടോ എന്തൊക്കെ, അങ്ങനത്തെ കുറച്ച് അപ്ഡേറ്റ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു മമ്മൂക്ക ഇനിയും എന്റെ മനസ്സിലൊന്നും വന്നിട്ടില്ല, ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നേ ഉള്ളൂ, സ്പെസിഫിക് തീമായിട്ട് ചെയ്യുന്നുണ്ടോ? അതൊക്കെ പിന്നെ പടം ചെയ്തു വരുമ്പോൾ ആ തീം അതിൻ്റെതായിട്ട് ക്രിയേറ്റ് ആയി വന്നതാ. ഈവൻ പാട്ടും അതിന്റെ ഫ്ലോയിൽ വന്ന സാധനങ്ങളാണ്. അപ്പം അതാണ്. പിന്നെ മമ്മൂക്കയും പറഞ്ഞ പോലെ ഇപ്പം എല്ലാം തീമിലല്ലല്ലോ, ഇപ്പം എല്ലാം സൗണ്ട്സ് അല്ലേ എന്നുള്ളൊരു സാധനം മമ്മൂക്കയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആക്ച്വലി ഇപ്പം പലതും സൗണ്ടിങ്ങിലാണല്ലോ, അങ്ങനെ പ്രോപ്പറായിട്ടൊരു തീം മെലഡി ഉണ്ടാവണം എന്ന് നിർബന്ധങ്ങളൊന്നുമില്ല. അപ്പൊ പുള്ളി അപ്ഡേറ്റഡ് ആണ്, എന്തായാലും മ്യൂസിക് അപ്ഡേറ്റഡ് ആണ്, എല്ലാം അപ്ഡേറ്റഡ്. കണ്ണൂർ സ്ക്വാഡിന്റെ മ്യൂസിക് സ്ക്വാഡ് എന്ന് പറയുന്നത് 78 പേരാണെന്ന് ഞാൻ വായിച്ചു, കണ്ടു, ഒരു വീഡിയോയിൽ കണ്ടു. ഈ സ്ക്വാഡിനെ പറ്റി പറഞ്ഞുതരാം. 78 പേര് ആവാൻ കാരണം ഞാൻ ഇപ്രാവശ്യം ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒന്ന് സ്ട്രിങ്സ് പുറത്ത് യൂറോപ്പിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് വലിയൊരു ടീമായിരുന്നു അത് തന്നെ. പക്ഷെ എന്റെ ടീം എന്ന് പറയുമ്പം കുറച്ച് പേരേ ഉള്ളൂ. നമ്മള് 4 പേരാണ് വർക്ക് ചെയ്തത് അതിൻ്റെ അകത്ത്. പിന്നെ ഇവിടെ നിന്നുള്ള കുറച്ച് പേരും അവിടെ നിന്നുള്ള കുറച്ച് പേരും, അങ്ങനെ ഒരു 78 പേരുടെ ടീമിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ സ്ട്രിങ്സിന് അവിടെ പോവാ സുഷിൻ? അവിടെ പോയി ഞാൻ ഇല്ല, ഇപ്പൊ എല്ലാവരും സൂം കോളും അങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മള് ചെയ്യുന്ന സാധനം 2-3 ദിവസം കുറച്ച് ദിവസം മുമ്പ് അയച്ചു കൊടുത്ത് അവര് നൊട്ടേഷൻ ചെയ്തിട്ട് അവര് സ്കോർ പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് ലൈവായിട്ട് നമ്മൾ അവർ പെർഫോം ചെയ്യുന്നതാണ്. നമുക്ക് ആ കണ്ടക്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സാർ വിളിച്ചിട്ട് പറയാം. അതൊക്കെയാണ്. ഒരു ചെറിയ വീഡിയോ സ്നിപ്പറ്റ് ഞാൻ കണ്ടായിരുന്നു. ഇതിന് ആക്ച്വലി എനിക്ക് ഈ ഐ ഓപ്പണർ ആയിട്ട് ആക്ച്വലി ജസ്റ്റിൻ ആയിരുന്നു ഇതിന്റെ പേര്. കാരണം ജോജിയിലെ ജസ്റ്റിൻ സ്ട്രിങ്സ് പുറത്തായിരുന്നു ചെയ്തത്. എവിടെയാന്ന് ഓർമ്മയില്ല, ബുഡാപെസ്റ്റ് എവിടെയായിരുന്നു. അപ്പം ആക്ച്വലി ഇങ്ങനെ പുറത്തുനിന്ന് നമുക്ക് ചെയ്യാൻ നല്ല ഒരു സാധനം ജസ്റ്റിന്റെ വകയായിരുന്നു. പിന്നെ അപ്പൊ ജസ്റ്റിനായിട്ട് ഞാൻ എപ്പോഴും സംസാരിക്കുന്നത് എങ്ങനെയാണ് ഇതിന്റെ, കാരണം എനിക്ക് ഇതുവരെ ചെയ്തിട്ട് പരിചയമില്ലാത്തതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു ആദ്യം ഇതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരായിട്ട്. പക്ഷെ പ്രാവശ്യം ചെയ്തപ്പോ ആക്ച്വലി ഈസിയാണ്, മനസ്സിലായി പരിപാടി ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് സെറ്റായി. ഓക്കെ, പടത്തിലെ പല സീനുകളെയും എലിവേറ്റ് ചെയ്യുന്നത് സുഷിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണ്. അപ്പം കണ്ണൂർ സ്ക്വാഡിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടന്ന ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു? ബാക്ക്ഗ്രൗണ്ട് തിങ്കിങ്
ഒരുപാട് തിങ്ക് ചെയ്തിട്ടൊന്നുമില്ല ഞാൻ കണ്ണൂർ സ്ക്വാഡ്. പടം കാണുമ്പോൾ അറിയാം എവിടെ എലിവേറ്റ് ചെയ്യണം, എവിടെ അണ്ടർപ്ലേ ചെയ്യണം. അപ്പം അതിന്റെ രീതിയിൽ പടത്തിന്റെ മൊത്തം ഒരു മൂഡ് അങ്ങനെയാണല്ലോ. ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊക്കിക്കൊണ്ടുവരും, പിന്നെ ഒന്ന് താത്തും, പിന്നെയും പൊക്കും. അങ്ങനത്തെ ഒരു ഡൈനാമിക്സാണ് മൊത്തം പടത്തിൽ. അപ്പം പൊക്കേണ്ട അടുത്തൊക്കെ ഞാൻ മാക്സിമം പൊക്കി, ഇറക്കേണ്ട അടുത്ത് ഇറക്കി. സെക്കൻഡ് ഹാഫിലോട്ട് കയറുമ്പോഴാണ് കുറച്ചും കൂടെ മ്യൂസിക്കലി, ഫസ്റ്റ് ഹാഫിൽ കുറച്ചും കൂടെ ഇമോഷൻസ് ആണ് പ്ലേ ചെയ്യുന്നത്. സെക്കൻഡ് ഹാഫിൽ പിന്നെ വേണ്ട സ്പേസിൽ അങ്ങ് കയറ്റും, പിന്നെ ചെറിയ മാസ് ഇടും. അങ്ങനെ പിന്നെ രസമല്ലേ. എന്താണ് മാസിടാൻ ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല. എനിക്കത് ആ ഒരു സീൻ മാസമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചെറുതായിട്ടൊന്ന് ഓവറായിട്ട് എന്തെങ്കിലും കുറച്ച് ഇലക്ട്രോണിക് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് പ്ലേ ചെയ്യും, കുറച്ച് സ്റ്റൈലായിട്ട് പ്ലേ ചെയ്യും, അത്രേ ഉള്ളൂ. പക്ഷെ ഒരുപാട് അങ്ങനെ ക്ലീശയാക്കാതെ എങ്ങനെ അതൊന്ന് അണ്ടർപ്ലേ ചെയ്തുകൊണ്ട് കളിക്കും. അതാണ് മാസിനുള്ള സാധനം. പല പടത്തിന് പല സാധനം. ഇതിൻ്റെ അകത്ത് എനിക്കിപ്പോൾ ഒരുപാട് അങ്ങനെ ഭയങ്കര മാസ്, ഇപ്പൊ ഭീഷ്മ പോലൊരു അങ്ങനെ ഒരു പരിപാടിയിൽ ചെയ്യാൻ തോന്നിയിട്ടില്ല. കാരണം ഇവരുടെ ക്യാരക്ടേഴ്സൊക്കെ ഇത്തിരി അത്ര ലൗഡൊന്നുമല്ല എല്ലാവരും. അപ്പം മമ്മൂക്കയാണെങ്കിൽ പോലും ചെറിയ ചെറിയ ഡയലോഗ്സിലൊക്കെയാണ് സാധനം. പിന്നെ ഫൈറ്റിൽ മാത്രമാണ് ഇത്തിരി ഒന്ന് സിനിമാറ്റിക് ആയിട്ടുള്ളൊരു സാധനം വരുന്നത്. അപ്പോൾ അങ്ങനത്തെ പ്ലേ മാത്രമേ ഉള്ളൂ. ഓരോ ക്യാരക്ടേഴ്സിനെ ഫോക്കസ് ചെയ്യാണ്ട് ഞാൻ ഒരു സ്ക്വാഡ് എന്നുള്ള രീതിയിൽ 4 പേർക്കും കൂടിയും ആ വണ്ടിക്കടക്കം ഒരു തീം പിടിച്ചിട്ടാണ് മൊത്തം പടത്തിൽ പോയത്. വണ്ടിക്കും തീമുണ്ട്. വണ്ടിയുടെ തീം എന്ന് പറയുന്നത് കണ്ണൂർ സ്ക്വാഡിന്റെ തീം തന്നെയാണ്. അപ്പൊ അത് ലാസ്റ്റ് ഇപ്പൊ ഞാനും റോബിയായിട്ട് ലാസ്റ്റ് ഞാൻ ആക്ച്വലി വണ്ടിക്ക് വേറൊരു സാധനമായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷെ റോബിയുടെ ഒരു ഐഡിയ ആയിരുന്നു നമുക്ക് ആ വണ്ടീനെയും ഈ സ്ക്വാഡായിട്ട് ഒന്ന് കണക്ട് ചെയ്യണം. അപ്പൊ ഇവർക്ക് പ്ലേ ചെയ്ത തീം തന്നെയാണ് ആ വണ്ടിക്കും ലാസ്റ്റത്തെ ആ ഒരു സീനിൽ പ്ലേ ചെയ്യുന്നത്. അപ്പം അത് ആക്ച്വലി റോബിയുടെ ഒരു ഐഡിയ ആയിരുന്നു, നമുക്കത് സെയിം പ്ലേ ചെയ്യാം. അപ്പൊ ആൾക്കാർക്ക് കുറച്ചും കൂടെ കണക്ട് ആയി ആ വണ്ടി സ്പേസ് മൊത്തത്തില്. സത്യം നല്ല ഐഡിയ ആയിരുന്നു. സംസാരിക്കാൻ തുടങ്ങിയല്ലോ. ആണ് വണ്ടീനെ കുറിച്ച് ഞാൻ വിചാരിച്ചില്ല കേട്ടോ, വണ്ടീനെ പറ്റി ആൾക്കാർ സംസാരിക്കുന്നു. റോബി ആയിട്ട് നമുക്ക് കുറച്ച് കണക്കുണ്ട്. ഞാൻ പറഞ്ഞു വണ്ടീനെ പറ്റി ആരും സംസാരിക്കില്ല, സംസാരിക്കും നോയിക്കും. അപ്പൊ ഫുള്ള് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് റോബി. എനിക്കൊരു പക്ഷെ അവസാനം റോബി ജയിച്ചു. ഓക്കെ, മൃദുഭാവേ ഇതാണ് പാട്ട്. സുഷിൻ തന്നെയാണ് പാടുന്നത്. അപ്പൊ ഇതൊരു പോലീസുകാരുടെ തീമുമായിട്ട് കണക്ട് ചെയ്താണ് ഈ പാട്ടിന്റെ വരികളൊക്കെ കിടക്കുന്നത് ഞാൻ വായിച്ചു. അതിലേക്ക് എങ്ങനെ എത്തി? മൃദുഭാവേ 100% വിനായകന്റെ കോളായിരുന്നു. വിനായക് അങ്ങനെ എനിക്ക് ആദ്യം അത് നമ്മളെ ബാക്കിയുള്ള ആദ്യത്തെ ലിറിക്സ് പുലരുന്നു രാവെങ്കിലും അങ്ങനത്തെ ലിറിക്സ് ഒക്കെ എഴുതി കഴിഞ്ഞ് ഇവൻ എനിക്ക് കോറസ് മാത്രം തരുന്നില്ല, ഇവ ബാക്കിയൊക്കെ എഴുതുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ബാക്കിയെല്ലാം സെറ്റായിട്ടുണ്ട്, എനിക്ക് ഓക്കെയാണ്, എന്താണ് കോറസ് എന്താണെന്ന് ചോദിച്ചപ്പം അത് സുഷിൻ ഭായ് അത് നിങ്ങൾ ചിലപ്പോൾ ആദ്യം വായിച്ചാൽ ചിലപ്പം കറക്റ്റായിട്ട് കിട്ടിയെന്ന് വരില്ല. അപ്പം മൃദുഭാവേ ദൃഢകൃത എനിക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല സത്യം പറഞ്ഞാൽ. അപ്പം ഞാൻ പറഞ്ഞു ഇതെന്താ സംഭവം. അപ്പം പുള്ളി പറഞ്ഞു ഇത് സാൻസ്കൃതാണ് ഇത്, പക്ഷെ ഈ ഒരു പോലീസ് ഇതിൽ ഉപയോഗിക്കുന്ന ഒരു സ്ലോഗൻ പോലത്തെ ഒരു സാധനമാണ്. അപ്പം എനിക്ക് ചുമ്മാ ആദ്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അത് എങ്ങനെ ഇരിക്കും സൗണ്ടിങ് വൈസ്. പിന്നെ അത് ഞാൻ തന്നെ ഒന്ന് പാടി നോക്കി, പിന്നെ കേട്ട് ഞാനും സെറ്റായി. റോബിക്കും ആദ്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, മൃദുഭാവേ വേണോ. പിന്നെ നമ്മളെല്ലാവരും ഇങ്ങനെ കേട്ട് യൂസ്ഡ് ആകുമ്പോൾ നമുക്ക് പിന്നെ അത് മാറ്റാൻ പറ്റില്ല. നമ്മൾ പിന്നെ ആലോചിച്ച് കോറസ് മാറ്റാന്ന്, പിന്നെ ഇത് തന്നെ മതി, ആൾക്കാർക്കും കണക്ട് ആവും എന്നുള്ളൊരു സാധനം. ഇങ്ങനത്തെ പല സാധനം വിനായകന്റെ കോളാണ്. അവൻ ആത്മാവേ പോവാണെങ്കിലും ആദരാഞ്ജലിയാണെങ്കിലും എല്ലാം ഇങ്ങനത്തെ ഓരോ വാക്കുകൾ അവന്റെ ഒരു ഡിസിഷൻ ആണ്. അത് മതി അവൻ ചിലപ്പോൾ നിർബന്ധിക്കും, നമുക്ക് അത് മതി, വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. വേണ്ടാന്ന് ആദരാഞ്ജലി നമുക്ക് ഡൗട്ട്ഫുൾ ആയിരുന്നല്ലോ. അതേപോലെ തന്നെ വേണ്ടാന്ന് ഇപ്പൊ ഇറങ്ങാൻ പോകുന്നൊരു പാട്ട്, ഇപ്പം ആവേശത്തിലെ പാട്ടാണെങ്കിൽ വേണ്ടാന്ന് ഞാൻ നിർബന്ധിച്ച് പറഞ്ഞ സാധനം ഞാൻ വേറെ ഓപ്ഷൻ ആലോചിക്കാന്നൊക്കെ പറയും. എന്നിട്ട് അവൻ ലാസ്റ്റ് അതിന് തരും. കാരണം അവൻ അതറിയാം അത് എന്തായാലും വർക്കാവുന്നു. എല്ലാവർക്കും അങ്ങനത്തെ ഓരോ ഡിസിഷൻസ് ഉണ്ടല്ലോ. ഇപ്പൊ ഞാനും റോബിയായിട്ട് ഇതില് ഇടിയായ കുറെ സീൻസ് ഉണ്ട്. അതായത് അത് എനിക്ക് എന്തായാലും വേണമെന്ന് പറയും റോബി, അത് വേണ്ട നമുക്ക് വേറെ നോക്കാം. ഇല്ല ഞാൻ പറ്റില്ല, എനിക്ക് എന്തായാലും വേണം. മ്യൂസിക് ഡയറക്ടറും ഡയറക്ടറും അതായത് ക്രിയേറ്റീവ് ഡിഫറൻസ് എന്തായാലും എല്ലാ ഫീൽഡിലും ഉണ്ടാവും. ഒന്നുമില്ല, ഇവര് ബ്രിക്ക് പൊളിക്കുന്ന സീൻ റോബി മാറ്റാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ മാറ്റില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ആ സീൻ എന്തായാലും ഞാൻ അത് അങ്ങനെ തന്നെ വെക്കുന്നു. റോബിക്കൊന്നുമില്ല, ഒത്തിരി കൂടെ ഒരു അണ്ടർപ്ലേ ചെയ്യാം അല്ലെങ്കിൽ ഇത്തിരി ഇമോഷൻ ആകും, പക്ഷെ എനിക്ക് അവിടെ ഇത്തിരി മാസ് കയറ്റണം. അപ്പൊ അങ്ങനത്തെ സാധനങ്ങള് പക്ഷെ ഫണ്ണാണ്. പക്ഷെ നമ്മള് രണ്ടുപേരും നടുക്കൊരു ഇതിലോട്ട് വരും, ഒരു തീരുമാനം വന്നേ പറ്റൂ, വേറെ വഴിയില്ല. ഇപ്പൊ റോബി പല സാധനങ്ങളും കറക്ഷൻ പറഞ്ഞാൽ ആദ്യം ഞാനൊന്നും അടക്കെങ്കിലും പിന്നെ എനിക്കും അത് ഓക്കെ ആണെന്ന് തോന്നുന്ന സാധനങ്ങൾ ഞാൻ മാറ്റും. ആവേശത്തിൽ വരാൻ പോകുന്ന വാക്കേതാ?
അതിപ്പോ പറയാൻ പറ്റില്ല. സുഷിൻ ശ്യാം എന്ന മ്യൂസീഷ്യന്റെ മാജിക് A to Z മനസ്സിലാക്കാനുള്ള റൗണ്ടാണ്. നമ്മൾ അതിലേക്കാണ് പോകാൻ പോകുന്നത്. ഓക്കെ, സുഷിൻ ഇപ്പോൾ ഒരു പാട്ട് പാടണമെന്ന് തീരുമാനിക്കുന്നത് എപ്പോഴാണ്? ഇപ്പം മൃദുഭാവെ ഞാൻ തന്നെ പാടാം, വേറൊരാൾ പാടിയിട്ട് വർക്കാവുന്നില്ല എന്ന് തോന്നുമ്പോ ആണ് ഓൾറെഡി പാടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പം മൃദുഭാവെ ഞാൻ ഒരു വേറെ സിംഗറിനെ ട്രൈ ചെയ്തായിരുന്നു. കാരണം എനിക്കൊരു പ്രോപ്പർ സിംഗറിനെ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ മനസ്സിൽ കുറേ പേരുണ്ടായിരുന്നു, പ്രദീപ് ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. അപ്പം ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ റഫ് പാടിയിട്ട് അയക്കുമ്പം ഈ ഡയറക്ടേഴ്സ് അത് അതിൽ സെറ്റായി പോകുന്നു. ഈ മൃദുഭാവെ സെറ്റാവുന്ന പോലെ, വാക്കുകൾ സെറ്റാവുന്ന പോലെ തന്നെ ഈ വോക്കലും ചിലപ്പോൾ ആ പാട്ടുമായിട്ട് അങ്ങ് ഒട്ടിയിരിക്കും. പിന്നെ അവർക്ക് വേറൊരു ഓപ്ഷൻ ചിന്തിക്കാൻ, എനിക്ക് ചിലപ്പോൾ മാറ്റി ചിന്തിക്കാൻ പറ്റും. എനിക്ക് ചിലപ്പം പുതിയൊരാൾ പാടുന്ന കേൾക്കുമ്പം നമ്മൾ കേട്ട ഒരേ സാധനം നമ്മൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു പുതിയ എലമെന്റ് ആഡ് ചെയ്യുമ്പോൾ എക്സൈറ്റ്മെന്റ് മാത്രമേ ഉണ്ടാവും. അപ്പൊ അതേ എക്സൈറ്റ്മെന്റ് ആയിരുന്നു എനിക്ക് പുതിയൊരാൾ പാടിയപ്പോൾ. ഞാൻ ആളെ പേര് പറയുന്നില്ല, പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു പുള്ളി പാടിയത്. പക്ഷെ അതിൽ എന്തൊക്കെയോ ഒരു സാധനം മിസ്സിങ് ആണെന്നുള്ളത് എനിക്കും അറിയാം. അതായത് ഞാൻ ചില സ്ഥലത്ത് കൊടുത്ത സാധനങ്ങൾ ചെറിയൊരു മിസ്സിങ് ഉണ്ട്. പക്ഷെ മൊത്തത്തിൽ നല്ലതായിരുന്നു പരിപാടി. പക്ഷെ റോബിക്ക് അത് നമുക്ക് സുഷിന്റെ ഓപ്ഷൻ തന്നെ വെക്കാം. റോബിയുടെ കോളായിരുന്നു ആദ്യം പാടി വെച്ച ഓപ്ഷൻ. ഞാൻ 2-3 പ്രാവശ്യം ട്രൈ ചെയ്തു ഇതേപോലെ. വേറെ ഒന്നും കൂടി ട്രൈ ചെയ്യാന്ന് വെച്ചപ്പോ റോബി ഇല്ല, നമുക്ക് ഇതന്നെ പിടിച്ച് പോവാൻ മച്ചാനെ. ഹാപ്പിയാണോ ആ തീരുമാനത്തില്? സുഷിൻ ഹാപ്പിയാണോ? എനിക്കറിയില്ല. ഞാൻ ചിലപ്പോ എന്റെ പാട്ട് ഞാൻ പാടിയത് അധികം കേൾക്കാറില്ല, പ്രത്യേകിച്ച് ഞാൻ തന്നെ പാടിയതാണെങ്കിൽ. ഞാൻ ഓക്കെ ആണെന്ന് തോന്നുന്നു. പുള്ളിക്ക് ഓക്കെ ആണെങ്കിൽ എനിക്ക് ഓക്കെ ആണ്. അല്ല, ഗംഭീരമുണ്ട് പാട്ട്. നമുക്ക് ക്രിഞ്ച് അടിക്കുമായിരിക്കും, എനിക്കൊന്നും അങ്ങനെ കേട്ടിട്ടുണ്ട്. എനിക്ക് ക്രിഞ്ച് അടിക്കും ആണല്ലേ? അതുണ്ട്. എനിക്ക് ചിലപ്പോ വോയിസിലുള്ളവർക്കും നമ്മുടെ തന്നെ സ്വന്തം വോയിസ് കേൾക്കുമ്പോൾ ചിലപ്പോൾ ക്രിഞ്ച് അടിക്കും. അതുപോലെ മ്യൂസീഷ്യൻസ് ഉണ്ട്. എനിക്കിപ്പോ ഈ ഇന്റർവ്യൂ ഇനി തിരിച്ചു പോയിട്ട് കേൾക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഇപ്പൊ സംസാരിക്കുന്ന സൗണ്ട് അല്ല, ഞാൻ കേൾക്കുമ്പോഴുള്ള സൗണ്ട്. മറ്റേ ഒന്നാമത് എന്റെ സൗണ്ട് ഇത്തിരി നേസലാണ്. ഈ മൂക്ക് അടച്ചിട്ട് നസ്ര എപ്പോഴും എന്നെ കളിയാക്കും, ഇങ്ങനെ മൂക്ക് ഇങ്ങനെയാണ് എന്റെ സൗണ്ട്. നസ്ര ഈ നേസൽ സൗണ്ടിന്റെ ക്രിഞ്ച് കാരണം ഞാൻ ചിലപ്പം എന്റെ നേസൽ സൗണ്ട് ഭയങ്കര അട്രാക്റ്റീവ് ആണ്, നമുക്ക് അറിയാൻ. പക്ഷെ ചില പാട്ടുകൾ ഞാൻ പാടുന്നത് എനിക്ക് ചില പാട്ടുകൾ പാടിയത് ഇഷ്ടം. ഇപ്പം എഴുതാ കഥകൾ ഞാൻ പാടിയത് എനിക്ക് ആക്ച്വലി ഇഷ്ടമാണ്, ഓക്കെയാണ്. ഈവൻ ചെറാതകളിലെ ലാസ്റ്റ് എൻഡിങ് സാധനം പാടിയതും ഇഷ്ടമാണ്. അപ്പം ചിലതൊക്കെ എനിക്ക് ഫേവറേറ്റിൽ എനിക്ക് ഞാൻ തന്നെ പാടിയാൽ കൊള്ളാൻ തോന്നുന്ന ചില സാധനങ്ങൾ എനിക്ക് ഓക്കെയാണ്. ഓക്കെ, ഇപ്പം പാട്ട് വരുന്നവരെ ഒരു പെയിൻ ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അമ്മ കളിയാക്കാറുണ്ട്, അല്ലെങ്കിൽ എന്തായി വന്നോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് വന്നു കഴിഞ്ഞാലുള്ള സുഷിന്റെ അവസ്ഥ എന്തായിരിക്കും? വന്നു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര സമാധാനത്തിലായിരിക്കും. ഞാൻ ഇപ്പം പല ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും പല സിറ്റുവേഷനാണ്. ചില ഡയറക്ടേഴ്സിൻ്റെ കൂടെ ചിലപ്പോൾ ഇത്തിരി ടൈം കൂടുതൽ എടുക്കും. വരുന്നത് വരെയുള്ള സമയത്തിനെ പറ്റി എനിക്ക് പ്രശ്നമുള്ളൂ. വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ആ പോയ പെയിനെ പറ്റി ഞാൻ ആലോചിക്കാറില്ല. പക്ഷെ ആ പെയിൻ ഇത്തിരി റിയൽ ആണ്. കാരണം എന്താണെന്നറിയില്ല, ഇപ്പം ഞാൻ പല മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ അടുത്തും ഞാൻ അങ്ങനെ ഒരു പെയിൻ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ശരത് സാറിനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. റാൻഡമായിട്ട് ഞാൻ ശരത് സാറിനെ വിളിച്ചിട്ട് ചോദിച്ചു, സാർ ഇങ്ങനെ പാട്ട് ചെയ്യുമ്പം ഭയങ്കരമായിട്ട് കുറേ ടൈം എടുത്ത് ആലോചിക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കും. ശരത് സാറിന് ഇല്ല, എനിക്ക് ഒരു 5-10 മിനിറ്റ് മതി പാട്ട് വരാൻ. അപ്പം എനിക്ക് മനസ്സിലായി എല്ലാവർക്കും ആ ഒരു പെയിൻ ഇല്ല. ചിലപ്പോൾ ഞാൻ മാത്രം പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. ചിലപ്പോൾ ഞാൻ ആ പോയിന്റിലോട്ട് എത്താൻ ഇത്തിരി ടൈം എടുക്കും. അപ്പം അതുവരെയുള്ള ഇത്തിരി ഡിപ്രസീവ് മോഡാണത്. പക്ഷെ അത് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഒരു 2 ദിവസം വർക്ക് ചെയ്യില്ല. കാരണം അത് വന്നു, ആ സാധനം വന്നത് കഴിഞ്ഞാൽ ഞാൻ ഇത്തിരി എൻജോയ് ചെയ്യും ആ മൊമെന്റ്. റിലാക്സ്ഡ് ആയിരിക്കും, ഞാൻ റിലാക്സ്ഡ് ആവും. പെയിൻ മൊമെന്റിൽ കച്ചറയാണോ? പെയിൻ മൊമെന്റ് ഭയങ്കര കച്ചറയാ. പെയിൻ മൊമെന്റ് വെച്ചാൽ എന്റെ മൊത്തത്തിൽ മെന്റലി ഒരു സുഖമില്ലാത്ത ഒരു വൈബാണ്. രാത്രി ഉറങ്ങുമ്പോഴും ആ സാധനം വരുന്നത് വരെ ഇങ്ങനെ ക്രിയേറ്റീവ് പെയിൻ ആണ് അത്. ഒന്നാമത് ഞാൻ ഹാപ്പി ആവണം. അതായത് ഒരു സാധനം ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ ഹാപ്പി ആയതിനു ശേഷം എനിക്ക് ഡയറക്ടറിനെ കേൾപ്പിക്കാൻ താല്പര്യമുള്ളൂ. ഞാൻ ഹാപ്പി ആവുന്നതിന് മുമ്പ് ഒരു സാധനം ചുമ്മാ സെല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാധനം ചെയ്യുന്നതിൽ താല്പര്യമില്ല. അത് എനിക്കും ഒരു ഹൈ കിട്ടിയാൽ മാത്രമേ ആ ഹൈ മറ്റുള്ള ആൾക്കാർക്ക് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. സിംഗറിനെ തീരുമാനിക്കുന്നത് എപ്പോഴാണ്? സിംഗറിനെ 2 രീതിയിൽ തീരുമാനിക്കും. ഒന്ന്, പാട്ട് ഉണ്ടാവുന്നതിന് മുമ്പ് ചിലപ്പം ഈ ഒരു വോയിസ് വേണമെന്ന് ചിന്തിച്ചിട്ട് ചെയ്യാറുണ്ട്. പാട്ട് വന്നിട്ട് ഇതേപോലെ മൃദുവാവേക്ക് തപ്പിയതുപോലെ നമ്മൾ ആദ്യം മുതലേ ആലോചിക്കും ആരെ കൊണ്ട് പാടിപ്പിക്കണം, ആരെ കൊണ്ട്. പക്ഷെ പാട്ട് എന്താണെന്ന് അറിയാണ്ട് നമുക്ക് എന്താണ് വരുന്നതെന്ന് അറിയണമല്ലോ. സിംഗറിന്റെ കാളും ഞാൻ കൂടുതൽ അത് ഫീമെയിൽ ആണോ മെയിൽ ആണോ എന്നുള്ളതാണ് എന്റെ ഫസ്റ്റ് തോട്ട്. ആദ്യം അത് തീരുമാനിച്ചാൽ എനിക്ക് അത് ഏത് റേഞ്ചിൽ കമ്പോസ് ചെയ്യണമെന്നുള്ളതൊക്കെ ആലോചിക്കണം. അപ്പൊ ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ചില സിംഗേഴ്സിനെ വിളിച്ചിട്ട് ഒന്ന് സരിഗമ പദനിസ ഒന്ന് പാട്, കാരണം നിങ്ങളുടെ റേഞ്ച് ഹൈ ആയിരിക്കില്ല എന്റെ റേഞ്ച്. അപ്പൊ ആ റേഞ്ച് രണ്ടും നോട്ട് ചെയ്ത് വെച്ചിട്ട് അതിന്റെ ഇടയിൽ വേണം എനിക്ക് മെലഡി ഉണ്ടാക്കാൻ. അപ്പം അങ്ങനെ ആണ് ഞാൻ ആദ്യം ആലോചിക്കുന്നത്. പിന്നെയാണ് വോയിസിലോട്ട് വരുന്നത്, ആര് പാടണമെന്നുള്ളത്.
ഒരുപാട് ഓപ്ഷൻസ് ഒന്നുമില്ല നമുക്ക്. ഉള്ള ആൾക്കാർ വെച്ചിട്ട് കുറച്ച്. ആ തീരുമാനം പെട്ടെന്നായിരിക്കോ? അതും ഡിപ്പെൻസ്, ഓരോ പാട്ടനുസരിച്ചിട്ട് അത് മാറിക്കൊണ്ടിരിക്കും. ചിലതൊക്കെ പെട്ടെന്ന് വരും, ഇയാളെ വെച്ച് പാടിയാൽ കൊള്ളാം, അല്ലെങ്കിൽ ലാസ്റ്റ് വരെ ഇങ്ങനെ തപ്പി 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 നടക്കും. ഭയങ്കര ഡിഫിക്കൽട്ട്. ഏറ്റവും കൂടുതൽ തപ്പിയ ഒരു പാട്ട് ഏതായിരിക്കും ഒരു സിംഗർ തീരുമാനം എടുക്കാൻ വൈകിയത്? പല തീരുമാനങ്ങൾ എടുത്ത് വൈകുമ്പോഴാണ് ഞാൻ തന്നെ പാടുന്ന പാട്ട്. അങ്ങനത്തെ പാട്ടുകൾ എണ്ണി നോക്കി അത്ര പാട്ടുകളുണ്ട്. അപ്പം സുഷിൻ പാടിയ പാട്ട് ഒടുവിലെ തീയായി മെയിൽ വോക്കലിനെ തപ്പി നടന്നിട്ടുണ്ടായിരുന്നു. ആരാന്നും കിട്ടുന്നില്ല ആ ഒരു പരിപാടി പിടിക്കുന്നത്. അപ്പം പിന്നെ ഞാൻ പാടി. പിന്നെ നേഹ എന്തായാലും ഉണ്ട് അവിടെ. അപ്പം ഒരു വോക്കൽ പരിപാടി വരുമ്പോൾ ആദ്യം നേഹനെ വിളിക്കും. അപ്പം നേഹനെ കൊണ്ട് പാടിപ്പിക്കും. അങ്ങനത്തെ നേഹക്ക് പറ്റിയ സോങ്സ് ആണെങ്കിൽ. അപ്പോൾ കുറേ ഗോ ടു സിംഗേഴ്സ് ഉണ്ട്. ഇപ്പം സൂരജ് അതേപോലെയാണ്. ഇപ്പം ഒരു മെയിൽ പരിപാടി വരുമ്പോൾ ചിലപ്പോൾ സൂരജിലോട്ട് പോകും. പക്ഷെ ഇനിയും കൂടുതൽ ആൾക്കാരെ കണ്ടുപിടിക്കാൻ പറ്റിയാൽ കൊള്ളാമെന്നുണ്ട്. കുറച്ചും കൂടെ ടാലൻസിന് കുറച്ചും കൂടെ ഓപ്ഷൻസ് ഉണ്ടായാൽ കൊള്ളാമെന്നുണ്ട്. എന്റെ മുമ്പിലോട്ട് എത്തുന്നില്ല. എന്താ ചെയ്യേണ്ടെന്ന് ചോദിച്ചാല് ടാലൻസ് എന്താ ചെയ്യേണ്ടത് സുഷിനിലേക്ക്? ഞാനൊരു പുതിയ മെയിൽ ഐ ഡി ഉണ്ടാക്കാം, ഞാൻ. പക്ഷെ ഓരോ ടൈമിൽ ഇപ്പം എനിക്ക് ഇടയ്ക്ക് ഒരു ലൈവ് ബാൻഡ്, അതായത് എൻ്റെ ഒരു മ്യൂസിക്, അത് ഫിലിം സോങ്സ് വായിക്കുന്ന ഒരു ബാൻഡ് പെർഫോം ചെയ്യാന്നുള്ള പ്ലാനൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ആർട്ടിസ്റ്റിനെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ലൈവിന് വേണ്ടി മാത്രം. പക്ഷെ ഇതേപോലെ സിംഗേഴ്സിനെയും കിട്ടിയാൽ കൊള്ളാന്നുണ്ട്. ആരെങ്കിലൊക്കെ ഇട്ടിട്ട് ചുമ്മാ ടാഗ് ചെയ്താലും ഞാൻ കാണും. അങ്ങനെയും കണ്ടുപിടിക്കാമല്ലോ. ഇൻസ്റ്റയില് ചുമ്മാ ഇട്ടിട്ട് ചുമ്മാ എന്നെ ടാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നിയാൽ ഞാൻ പാടിപ്പിച്ച് നോക്കും. പിന്നെ ഇത് ഞാൻ മാത്രം ട്രൈ ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഡയറക്ടറിലോട്ട് എത്തുമ്പോൾ ചിലപ്പം അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നണമെന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ഫൈനൽ കോൾ എപ്പോഴും, കാരണം ഇതൊരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, എപ്പോഴും എൻ്റെ അല്ല ഫൈനൽ കോൾ. പക്ഷെ ട്രൈ ചെയ്യാലോ നമുക്ക് എപ്പോഴും. അങ്ങനെയാണല്ലോ ചിലപ്പോൾ ഒരു ആർട്ടിസ്റ്റ്. ഞാനും അങ്ങനെയാണ് ക്രിയേറ്റ് ആയത്. നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോഴാണ്. സുഷിനെ ടാഗ് ചെയ്യുക, പാട്ട് പാടുക, ടാലന്റ് കാണിക്കുക, ട്രൈ ചെയ്യും. സുഷിൻ ഉറപ്പായിട്ടും ട്രൈ ചെയ്യും. ഞാൻ പുതിയ ടാലന്റ്. ഇമെയിൽ ഐ ഡി ഇപ്പൊ പറയണോ? ഇമെയിൽ ഐ ഡി sushinshyam@gmail.com. ഇമെയിൽ നിറയും. വേറെ ഇമെയിൽ ഇന്റർവ്യൂ കഴിയുമ്പോ. സുഷിന്റെ ട്രാവലാണ് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഓരോ പാട്ടിനും ഞാൻ കേട്ടിട്ടുണ്ട്. ഓരോ രാജ്യത്ത് പോകുമ്പോൾ അവിടെ നിന്ന് ഇൻസ്പയർ ആയി വരാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇറ്റാലിയൻ ഇൻഫ്ലുവൻസ് കുമ്പളങ്ങിയിലുണ്ട്, ഗോവ ഇൻഫ്ലുവൻസ് വരാറുണ്ട്. അതിപ്പോഴും ഉണ്ട്. ഞാൻ വേറെ ട്രാവലും ചെയ്തിട്ടില്ല, എപ്പോഴും അതൊക്കെ വെച്ചിട്ട് തന്നെ ഓടുന്നു. ലാസ്റ്റ് ഇറ്റലിയാണോ? യൂറോപ്പ്? ലാസ്റ്റ് ടർക്കി ആയിരുന്നു. കാപ്പഡോക്യ വലിയ സുഖമില്ല. പക്ഷെ ടർക്കി ഭയങ്കര രസമുള്ള, ഇൻട്രസ്റ്റിംഗ്, ഇൻസ്പയറിംഗ് സ്പേസ് ആണ്. ഭയങ്കര മ്യൂസിക് ഫിൽഡ് ആയിട്ട് ഇരിക്കുന്നൊരു സ്പേസാണ്. ഭയങ്കര രസമാണ്. ഫുൾ ടൈം കുറേ പെർഫോമൻസ് ഉണ്ട്. നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്തൊരു സാധനം അതാണ്. ഇവിടെ ഇപ്പോൾ പുറത്തിറങ്ങിയാൽ എന്തെങ്കിലും ഒരു ഗിഗ്സിന് പോകണമെന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ ആരെങ്കിലും പെർഫോം ചെയ്യുന്നുണ്ടോ, വല്ല മ്യൂസിക് ഷോ ഉണ്ടോ, ഒന്നുമില്ല. വെറുതെ പബ്ബിലോട്ട് പോകാന്നല്ലാണ്ട് വേറെ ഒരു ഓപ്ഷൻ കാണുന്നില്ല. ഇപ്പൊ സ്ട്രീറ്റിൽ പോയിട്ട് പാടുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഒരു സിംഗർ അങ്ങനെ വന്നിട്ടുണ്ട്. ഫോട്ടോച്ചിലൊക്കെ പോയിട്ട് പുള്ളി വെറുതെ പാടും. അപ്പൊ അങ്ങനത്തെ ഒരുപാട് പേരെ യൂറോപ്പിലൊക്കെ ശ്രദ്ധിച്ച വെച്ചാൽ ഞാൻ കണ്ടിരിക്കുന്ന അവിടുത്തെ ആർട്ടിസ്റ്റ് ഇപ്പൊ അതുപോലെ സ്ട്രീറ്റിൽ പെർഫോം ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെയാ. അവരുടെ ടാലന്റിന്റെ പകുതി പോലും എനിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ റാൻഡമായിട്ട് പാരീസിൽ പോയപ്പം നമ്മൾ ഇങ്ങനെ ചുമ്മാ നടന്നുകൊണ്ടിരിക്കുക, ഒരു അണ്ടർഗ്രൗണ്ട് എന്തോ ഒരു ഷോ നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ അകത്തോട്ട് കയറിപ്പോയപ്പം കുറച്ച് പേരിരിക്കുന്നുണ്ട്. ഒരു ജാസ് ഫങ്ക് ബാൻഡ് ഉണ്ട്. അതിൽ കുറെ ആൾക്കാർ മറ്റേ സാക്സും പരിപാടിയൊക്കെ വായിക്കാൻ ഭയങ്കര ഫുൾ പൊളി. അതായത് എനിക്കൊന്നും അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ല, അങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റില്ല അത്ര അടിപൊളിയായിട്ട്. അപ്പം കാരണം ഞാൻ അത് ജാസ് പഠിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ മ്യൂസിക് പഠിച്ചിട്ടില്ല. ഇവരൊക്കെ ഭയങ്കര വെൽ ട്രെയിൻഡ് മ്യൂസീഷ്യൻസ് ആണ്. അവരിത് കഴിഞ്ഞിട്ട് അവർക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ എന്നൊക്കെ പറയുന്നത് അവർ ചുമ്മാ കഴിഞ്ഞിട്ടൊരു ഇതുമായിട്ട് വരും, ഒരു ക്യാപ്പുമായിട്ട് വരും. അതിനകത്ത് നമ്മൾ എത്ര യൂറോസ് ഇടുന്നു അതാണ് അവരുടെ ഒരു ദിവസത്തെ പൈസ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒത്തിരി പ്രിവിലേജ്ഡ് പരിപാടിയാണ് നമ്മളൊക്കെ. ഞാൻ പുള്ളിനെ പരിചയപ്പെട്ട് ഞാൻ വരുത്തനിലും അങ്ങനെ കുറെ പരിപാടിയിലും പുള്ളിനെ വിളിച്ച് പെർഫോം, അതായത് റെക്കോർഡ് ചെയ്യാറുണ്ട്. മാലിക്കിൽ വായിച്ചിട്ടുണ്ട് പുള്ളി. അപ്പൊ നമ്മളൊരു നല്ല കണക്ഷനിലാണ്. ചുമ്മാ റാൻഡമായിട്ട് മീറ്റ് ചെയ്ത ഒരാള്, പക്ഷെ അടിപൊളി മ്യൂസിഷ്യൻ. പുള്ളി ഇന്ത്യയിൽ ടൂർ ചെയ്യാൻ പോയപ്പോ എന്നെയും നേഹനെയും കൊണ്ടാണ് ടൂർ ചെയ്തത്, 4-5 സിറ്റി. അങ്ങനെ ഞാൻ കണ്ടൊരു വീഡിയോ, സാക്സഫോൺ പുള്ളി. അപ്പം അവരൊരു എന്തോ ഒരു തീവ്സോ അങ്ങനെ എന്തോ ആണ് അവരുടെ ബാൻഡിന്റെ പേര്. അവരപ്പം കീബോർഡ് ഞാനും നേഹയായിരുന്നു സിംഗർ.
അപ്പം നമ്മളങ്ങനെ ട്രാവൽ ചെയ്ത് രസം ഒരു മ്യൂസീഷ്യൻ ട്രാവൽ ചെയ്യുമ്പോ ഇങ്ങനെയാണ് അപ്പൊ ആണ് ആണ് ഇതൊക്കെ ആദ്യം സ്ട്രൈക്ക് ചെയ്യുന്നത് എവിടെന്നെങ്കിലും പാട്ടും ഉറപ്പായിട്ടും സ്ട്രിങ്സും ഒക്കെ ആയിരിക്കും. ആണ്. എനിക്ക് ഭയങ്കര, കാരണം ഞാൻ യൂറോപ്പിലല്ല, ഞാൻ ഇന്ത്യ വിട്ടിട്ട് ആദ്യമായിട്ട് പോകുന്ന സ്ഥലമാണ് യൂറോപ്പ്. അപ്പം അത് എന്നെ ഇങ്ങനെ കണ്ണ് തള്ളിപ്പോയി. അതായത് ഇങ്ങനൊരു പരിപാടിയാണോ പുറത്തിരിക്കുന്നത്, ആർട്ടിസ്റ്റൊക്കെ ഇങ്ങനെ പുറത്ത് സ്ട്രീറ്റിലും പരിപാടി. ഞാനൊരു ആർട്ടിസ്റ്റിന്റെ കൂടെ സബ്വേയിൽ പോകുമ്പം എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു മറ്റേ മെലോഡിയൊക്കെ ഞാൻ ചുമ്മാ കൊണ്ടുപോയിണ്ടായിരുന്നു ട്രാവൽ ചെയ്യുമ്പോൾ. അപ്പൊ അവിടെ ഒരാൾ ചുമ്മാ ഇങ്ങനെ ഗിറ്റാർ വായിച്ചിട്ട് സബ്വേയിൽ ഇങ്ങനെ ഇരുന്ന് ഒരു ആമ്പും കുത്തിട്ടിരിക്കുക. അപ്പൊ ഞാൻ ചുമ്മാ എന്റെ ബാക്കിൽ നിന്ന് മെലോഡിയൊക്കെ എടുത്ത് പുള്ളിയായിട്ട് ചുമ്മാ ജാം ചെയ്ത്. അപ്പൊ ചുമ്മാ നമുക്ക് ഭാഷയൊന്നും അറിയില്ല അവരായിട്ട്, പക്ഷെ നമുക്ക് ഇതിൽ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാലോ, മ്യൂസിക്കായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എന്റെ അടുത്ത ട്രെയിൻ വന്നപ്പോൾ ഞാൻ ഓടിക്കും. വീഡിയോ എടുത്തില്ല? ഇല്ല അതൊക്കെ ഞാൻ, പക്ഷെ എനിക്ക് ആലോചിച്ച് വെക്കാൻ പറ്റുന്ന കുറച്ച് നല്ല മെമ്മറീസ്. അതെങ്ങനെ അതൊക്കെ വേസ്റ്റ് ആയിപ്പോ. ആ വീഡിയോ എടുക്കലില് കോമഡി ആവും. അതിലും ഭേദമാണ് നമ്മള് മനസ്സിലിരിക്കട്ടെ. അത് എന്റെ മനസ്സിൽ മാത്രമേ ഉള്ളൂ. ഇത് കണ്ടുപേരുണ്ട്, എന്റെ പാർട്ട്ണറും ഉണ്ട്. OTT-ൽ ഇറക്കാനിരുന്ന ഭീഷ്മ, സുഷിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് ശേഷം അമൽ നീരദ് അങ്ങനെ തീരുമാനിച്ചൊന്നും എനിക്കറിയില്ല, പക്ഷെ പുള്ളി അന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. തിയേറ്ററിൽ ഇറക്കുമെന്ന് ഡയറക്ടർ തീരുമാനിക്കുകയാണ്. മലയാള സിനിമയിലെ OST സെൻസേഷൻ ആണ് സത്യം പറഞ്ഞ സുഷിൻ ശ്യാം എന്ന് പറയുന്നത്. അപ്പൊ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പടത്തിന് നേരത്തെ പറഞ്ഞ പോലെ വേറെ ലെവലിലേക്ക് എലിവേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ചില ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ പ്ലേ ചെയ്യാൻ പോവാണ്. ഒരുപാടുണ്ട്, പക്ഷെ ചിലത് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടന്ന ചിന്ത, വർക്ക് എന്തായിരുന്നാണ് പറഞ്ഞു തരേണ്ടത്. ഏറ്റവും വൈറലായ ബാക്ക്ഗ്രൗണ്ട് പീസിൽ നിന്ന് ആദ്യം തുടങ്ങാം. നമുക്ക് ഗസ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഭീഷ്മ. അമലേട്ടൻ ഇതിനെ വിളിക്കുന്നത് കർണാട്ടിക് ബെല്ലി ഡാൻസ്. അത് കർണാട്ടിക്കും ഉണ്ട്, ചെറിയ അറേബ്യൻ ഒരു മൂഡും എല്ലാം ഉണ്ട്. അപ്പം ഇത് സത്യത്തിൽ പുള്ളി ഇത് കണ്ടു ഞെട്ടിയായിരുന്നു. ഈ ട്രാക്കിലോട്ട് നമ്മൾ വരാൻ ഇത്തിരി ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് മുമ്പ് ഞാൻ വേറൊരു സാധനം ചെയ്തിട്ട് പുള്ളിക്ക് അത് അത്ര വർക്കായില്ല എന്ന് പറഞ്ഞ് അപ്പം നമ്മൾ പിന്നെയും കുറെ റെഫറൻസും പരിപാടിയൊക്കെ നോക്കി നമുക്ക് കുറച്ചും കൂടെ ഇപ്പത്തെ ഒരു പരിപാടി, ഇപ്പത്തെ പിള്ളേർ, അതായത് എൻ്റെ ചേച്ചിയുടെ മോനൊക്കെ കേൾക്കുന്ന ടൈപ്പ് മ്യൂസിക്കാണ് ഇത്. അതായത് ഇങ്ങനത്തെ ഒരു ബീറ്റ് സാധനമാണ്, കൂടുതൽ കാർ ആയിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ. ഇവരെല്ലാവരും മറ്റേ യൂട്യൂബിൽ കാണുന്ന സാധനമാണ്, മറ്റേ കാറ്, BMW മറ്റേ സാധനം, അതിന്റെ കൂടെ വരുന്ന ടൈപ്പ് ട്രാക്സ് ആണ് ഇങ്ങനത്തെ ഒരു ബീറ്റ്. എന്ത് ബേസ് ഹൗസ് എന്താ പറയാന്ന് അറിയില്ല, ഒരു ഹൗസ് മ്യൂസിക് ആണ് ബേസിക്കലി. അപ്പം പിള്ളേര് കേൾക്കുന്നുണ്ട്, നന്നായിട്ട് അറിയാം. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് സംഭവം വർക്കാവും. അപ്പം ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ എന്താണ് നമുക്കൊരു മിക്സ് കൊണ്ടുവരാന്നുള്ള. അപ്പം ഞാൻ അങ്ങനെ ഹംസികനെ, നമ്മളെ ബോംബെയിലുള്ള സിംഗറിനെ വിളിക്കുന്നു. അവരവിടുന്ന് കുറച്ച് സാധനം, നമുക്ക് ആദ്യം ഒരു ചെറിയ ലിറിക്കൽ സാധനമൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത്. പിന്നെ നമ്മളതൊക്കെ മാറ്റിയിട്ട് നമുക്ക് ജസ്റ്റ് വോക്കൽ ലൈൻസ് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് പോയത്. അമലേട്ടന് ഞാനിത് ആക്ച്വലി നമ്മൾ പടത്തിലുള്ള ഭീഷ്മയിലുള്ള ആ ഫൈറ്റ് സീൻ ഉണ്ടല്ലോ, മറ്റേ ഷെഡിന്റെ അകത്തുള്ള, അതിലായിരുന്നു ഞാൻ കൊണ്ടുപോയി പ്ലേസ് ചെയ്തിട്ട് ഞാൻ ഈ ട്രാക്ക് കേൾപ്പിച്ചത്. കാരണം അതിൻ്റെ അകത്ത് അടിപൊളിയായിട്ട് സാധനം പ്ലേസ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ലാസ്റ്റ് മിനിറ്റിൽ നമ്മളത് മാറ്റി, നമ്മളത് അവസാനം ടീസർ മ്യൂസിക്കിലോട്ട് പോയി. കാരണം നമുക്കത് കണ്ട് നമുക്ക് നമ്മുടെ എക്സൈറ്റ്മെന്റ് വന്നപ്പം പിന്നെ നമുക്ക് ടീസർ മ്യൂസിക് എവിടെയെങ്കിലും കൊണ്ടുവരണം എന്നുള്ള സാധനത്തിൽ ഞാനപ്പോ ലാസ്റ്റ് മിനിറ്റിലാണ് ഇത് മാറ്റിയത്. എനിക്കൊന്ന് മിക്സിന്റെ ടൈമിലോ, അതുവരെ നമ്മള് മറ്റേ സാധനത്തിലാണ് പോയത്, ഈ ട്രാക്കിൽ. അങ്ങനെ ആ ടൈമിൽ നമ്മൾ ടീസർ ട്രാക്കിലോട്ട് മാറി ചെറിയ പണിയെടുത്തു. അതാണ് ഈ പാട്ടിന്റെ ഒരു ഇത്. അതെ, ഇത് പിന്നെ അമലേട്ടൻ്റെ ഐഡിയ ആയിരുന്നു. ലാസ്റ്റ് നമുക്കൊരു സെക്കൻഡ് ഇത് സെയിം ട്രാക്കിൽ നമുക്ക് കുറച്ച് ഡയലോഗ്സും കൂടെ എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്യാം എന്നുള്ളൊരു സാധനം. പിന്നെ ഡയലോഗ്സ് എടുത്ത് കുറച്ച് വർക്ക് ചെയ്തു. പിന്നെ എനിക്കൊന്ന് പടത്തിൽ ഇത് പ്ലേസ്മെന്റിലാണ് ഇതിന്റെ കാര്യം, ഇത് എവിടെ വരുന്നു എന്നുള്ളതിലാണ് സംഭവിക്കുന്നത്. അതാണ് ഇതിന്റെ ഓർമ്മ. സൂപ്പർ. ചേച്ചിയുടെ മകന്റെ മ്യൂസിക് ടേസ്റ്റ് ഒക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യണം. മറ്റേ ഫുൾ ടൈം ഞാൻ അവിടെ പോകുമ്പോഴോ അല്ലെങ്കിൽ ഫുൾ ടൈം അല്ലെങ്കിൽ ഞാൻ ഈ കണ്ണൂർ സ്കോറിന്റെ ട്രെയിലർ മ്യൂസിക് ഞാൻ ഇപ്രാവശ്യം തലശ്ശേരി പോയപ്പോൾ ചുമ്മാ ഞാൻ എൻ്റെ മൊബൈൽ ഇങ്ങനെ കാറിൽ പ്ലേ ചെയ്ത്. അപ്പൊ ഇവനാണ് ആദ്യം കേൾക്കുന്നത് സാധനം, കാരണം വീഡിയോ ഒന്നും ഇല്ല, ജസ്റ്റ് ട്രെയിലർ ഞാൻ ചുമ്മാ മിക്സ് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കിയപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ ഒന്നും കൂടി ഇട് എന്ന് പറയും. അപ്പൊ ഇവന് എക്സൈറ്റ്മെന്റ് കാണും. ഇപ്പൊ അത് ട്രെയിലർ ഇറങ്ങിയപ്പോൾ ഇങ്ങനെ വീട്ടിലിരുന്നിട്ട് ട്രെയിലർ കാണുന്നതാണ്. ഇപ്പൊ 6 വയസ്സായി. അടുത്ത ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിലേക്ക് പോവാം നമുക്ക്. കിട്ടി സെക്കൻഡ് ഹാഫിനെ കംപ്ലീറ്റ് എലിവേറ്റ് ചെയ്ത ഒരു ആണ് ഇത് ആക്ച്വലി ഇതിന്റെ 75 ക്രെഡിറ്റ്സ് ഞാൻ ചിലപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്ത മച്ചാനെ കൊടുക്കും. കാരണം അവനാണ് ഇതിൽ കൂടുതലും വർക്ക് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇത് ആക്ച്വലി ഒരു ടോട്ടലി ഒറിജിനൽ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, കാരണം ഇതിന് ഭയങ്കര ഒരു ജോൺ വിക്ക് റെഫറൻസ് ഉണ്ട്. അപ്പം പിന്നെ നമ്മൾ ആ സാധനം മേടിക്കാൻ പറ്റുക എന്ന് പറയുന്നത് നടക്കാത്ത കേസാണ്. അപ്പം
നമ്മൾ ഓൾമോസ്റ്റ് അതുപോലെയൊക്കെ ഇരിക്കുന്ന ഒരു പരിപാടിയിലോട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നുള്ളൂ. അപ്പം എനിക്കത് 100% ഞാൻ എൻ്റെ ഫുൾ ക്രിയേറ്റിവിറ്റി ആണെന്ന് ഒരിക്കലും അവകാശപ്പെടുന്നു. അതെ, റെഫറൻസ് ഉണ്ട്, അത് ആർക്കും അറിയാം, അത് ആർക്കും കേട്ടാൽ. നമ്മളെല്ലാവരും ജോൺ വിക്ക് ഫാൻസ് ആണ്. അപ്പം അത് ഞാൻ സ്കിപ്പ് ചെയ്തു ചിലപ്പം. ആ ടൈമിൽ അതായത് വരുത്തം ചെയ്യുമ്പോൾ ഒന്ന് ഞാൻ അമലേട്ടനായിട്ട് സിങ്ക് ആവുന്നു എന്നുള്ളൊരു ടൈമാണ്. എനിക്കറിയില്ല അമലേട്ടൻ എന്ത് വേണം. അപ്പം ഞാൻ പുള്ളിയായിട്ട് ഇങ്ങനെ ഇതിപ്പം വിവേകാർഷൻ ഇട്ടൊരു റെഫറൻസ് ആയിരുന്നു. അപ്പം എനിക്കറിയില്ലായിരുന്നു എന്ത് റെഫറൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 4 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഈ പടം ഒന്ന് തീരണം, കാരണം ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ്. കാരണം റിലീസ് ഡേറ്റ് ഭയങ്കര അപ്പുറത്തിരിക്കുകയാണ്. നമുക്ക് എങ്ങനെയെങ്കിലും ഇത് നല്ല രീതിയിൽ തന്നെ തീർക്കണം എന്നുള്ളത്. പക്ഷെ ലാസ്റ്റ് നമ്മൾ 2 ദിവസം ഉറങ്ങിയില്ല, അങ്ങനത്തെ ഒരു ഭയങ്കര സ്ട്രെസ്സിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. പക്ഷേ ഈ സീൻ ചെയ്തപ്പോൾ ആക്ച്വലി അമലേട്ടനുണ്ടായിരുന്ന എക്സൈറ്റ്മെന്റ് ആക്ച്വലി അടിപൊളിയായിരുന്നു. ഇത് പുള്ളി ലിറ്റിനൊക്കെ വിളിച്ച് കേൾപ്പിച്ചു കൊടുത്തു മറ്റേ സാധനം. കാരണം ഈ മ്യൂസിക് ഇല്ലെങ്കിൽ ചിലപ്പോൾ ആ സീൻ അത്ര അങ്ങോട്ട് പോവില്ല. ഇപ്പൊ ഈ പരിപാടി ഭയങ്കരമായിട്ട് വർക്കായിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ എന്ത് വേണം എന്നറിയാത്തതുകൊണ്ട് എത്രത്തോളം റെഫറൻസ് കീപ്പ് ചെയ്യണം എന്നുള്ളതിന്റെ ഇതൊന്നുമല്ല. ഭീഷ്മയിലോട്ട് എത്തിയപ്പം അത് മൊത്തം അങ്ങ് പൊളിച്ച്. കാരണം കുറച്ചും കൂടെ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്ത്. പിന്നെ എനിക്കറിയാം ഞാൻ ചെയ്യുന്ന എന്ത് സാധനം പുള്ളിക്ക് വേണമെന്നുള്ളത് കുറച്ചും കൂടെ ഒറിജിനൽ ആവാൻ തുടങ്ങി. മറ്റേ അധികം റെഫറൻസ് ഞാൻ കേട്ടിട്ട് പോലുമില്ല. ഭീഷ്മയിൽ എന്തൊക്കെ മ്യൂസിക് റെഫറൻസ് ഉണ്ട് എല്ലാം മ്യൂട്ട് ചെയ്ത് ഞാൻ ആദ്യത്തെ സീൻ മുതൽ തന്നെ അങ്ങ് ഒറിജിനൽ ക്രാഫ്റ്റ് ആയിട്ട് തന്നെ ബിൽഡ് ചെയ്ത് എൻ്റെ തീംസ് തന്നെ ഉപയോഗിച്ചിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അങ്ങനെ ക്രിയേറ്റ് ചെയ്ത്. പരത്തിലും കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഇത് എങ്ങനെയാണ് ഇതൊന്നും തീരുക എന്നുള്ളൊരു അവസ്ഥ. ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ചെയ്തു. OST വർക്കായി, പടത്തിന് ഭയങ്കരമായിട്ട് ലിഫ്റ്റിംഗ്. അത് ഓഫ്കോഴ്സ് ആ 20 minutes ഞാനും ഇടയ്ക്ക് എനിക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉള്ള ഒരു 20 minutes ആണ് ലാസ്റ്റ്. ഞാനും എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനെ 20 minutes പടത്തിൽ നടക്കുന്നുണ്ടെന്ന്. അപ്പം പടം ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ആ 20 minute ഞാൻ അത് മാത്രം ചിലപ്പോൾ ഇടയ്ക്ക് ഓൺലൈൻ OTT ഇരുന്ന് കാണും. ആ സീൻസ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ സീൻ ക്രിയേറ്റ് ചെയ്തത്, ആ ഓരോ സീനിലോട്ട് പോകുന്നത് മ്യൂസിക് ചേഞ്ചും പരിപാടിയും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ആൾക്കാർ വെറുതെ ഇങ്ങനെ ഒന്ന് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടുമുണ്ട്. അപ്പൊ ആൾക്കാർക്ക് അന്ന് എത്ര എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കി എന്നുള്ളത് എനിക്കറിയാം. അപ്പം ശരിക്കും ഭയങ്കര ഗൂസ്ബംസ് ആണ്. പിന്നെ നമുക്ക് പുള്ളി ഒന്നാമത് ആ പടത്തിൽ നമ്മൾ ആ ക്യാരക്ടറിന്റെ കൂടെ നമുക്ക് 2 സൈഡും അറിയാം. അതായത് എബി പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്, അപ്പുറത്തെ അവന്മാര് കള്ളുപിടിക്കാൻ വിളിക്കുന്നു. ഞാനാണെങ്കിലും ചിലപ്പോൾ അവരായിട്ട് ചിലപ്പോൾ 2 അടിക്കും. അവരെ ഈ പറഞ്ഞ പോലെ ഒന്ന് നോർമൽ ആക്കാൻ വേണ്ടി. കാരണം അവര് ഭയങ്കര ഇത്തിരി വയലന്റ് ആയിട്ടുള്ള 2 നെയ്ബേഴ്സ് ആണ്. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻ എനിക്ക് എബീൻ്റെ സൈഡും ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ട്. പുള്ളി എന്തുകൊണ്ടാണ് ഇങ്ങനെ ആവുന്നത്. പിന്നെ പുള്ളിയുടെ ട്രാൻസ്ഫോർമേഷൻ ആർക്കും വേണ്ട ഒരു സാധനം. അതായത് പുള്ളി ഒന്ന് മാറിയിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന സാധനം. പുള്ളി മാറുന്നു, പരിപാടി പടം മാറുന്നു അവിടുന്ന് അങ്ങോട്ട്. അടുത്ത ട്രാക്കിലേക്ക് പോകാം നമുക്ക്. അഞ്ചാം പാതിര ഇടയ്ക്ക് ഒരു സാധനമൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അതിങ്ങനെ ഒരു സൈക്കോ അങ്ങനത്തെ ഒരു മൂവ്മെന്റ് ആണ് ഇത്. ആക്ച്വലി ഇതിനും എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്തത് ആക്ച്വലി സന്ദീപ് തുളസിദാസ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. പുള്ളി എൻ്റെ കൂടെ ടീമാണ്. അവന് ഇതിൻ്റെ ഒരു ബേസിക് സാധനങ്ങളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അകത്ത് ലാസ്റ്റ് ഇങ്ങനെ ഒരു തീം കൊണ്ടുവന്ന് ഇതൊന്ന് ഫുൾ പൊളിച്ച്. ഇതും ഈ പറഞ്ഞ പോലെ ഒരു എനിക്കൊന്ന് പുള്ളിയുടെ തീമായിരുന്നു, നമ്മുടെ മറ്റേ ഫിഡ്ജറ്റ് സ്പിന്നറിന്റെ. അതിങ്ങനെ ചുമ്മാ ഞാൻ ഇത് ഭയങ്കര റാൻഡമായിട്ട് ഒരുപാട് ചിന്തിച്ച് ചെയ്യുന്ന തീംസ് ചിലപ്പം വർക്കാവില്ല. അപ്പൊ ഞാൻ ചുമ്മാ ഒറ്റ വിരലുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ, അതായത് റാൻഡമായിട്ട് എന്താണോ മനസ്സിലിപ്പോ വരുന്നത് അത് റാൻഡമായിട്ടൊന്ന് ചുമ്മാ ട്രൈ ചെയ്ത്. പക്ഷെ അതിങ്ങനെ പോകുന്നു ഞാൻ വിചാരിച്ചില്ല. അതായത് ആൾക്കാർക്ക് ഈ സിമ്പിൾ പരിപാടികൾ ജിങ്കിള് പോലത്തെ സാധനമാണല്ലോ, പെട്ടെന്ന് ഹുക്കോണാവും. ഒറ്റ മെലഡിയേ ഉള്ളൂ, അതിനകത്ത് വേറെ നല്ലൊരു ലൂപ്പിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അതും ഞാനിങ്ങനെ വിചാരിച്ചില്ല അതിങ്ങനെ ആൾക്കാർ ഏറ്റെടുക്കും എന്നുള്ളത്. പക്ഷെ പടത്തിനും ഭയങ്കര വെറുതെ ഞാൻ കാരണം ടുഗുഡു അങ്ങനത്തെ ഒരു ബീറ്റ് ഉണ്ട്. അപ്പൊ അതിന്റെ മുകളിൽ ഇങ്ങനെ ചുമ്മാ എന്തെങ്കിലും ഒരു മെയിൻ മെലഡിയും കൂടെ വന്നാൽ ഇത് ആൾക്കാർക്ക് ഹുക്കാവും എന്നുള്ളൊരു സാധനം ഉണ്ട്. അപ്പൊ ഞാൻ ചുമ്മാ ഒരു നോട്ട് വെച്ച് ടിങ് 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 ആക്കിയത്. അതാണ് സംഭവം. ഈ ഫുൾ റാൻഡം ബുൾഷിറ്റാണ് ഞാൻ. മറ്റേ എന്ത് ആക്സിഡന്റലി വരുന്ന സാധനങ്ങളാണ് പലതും കേറി കത്തുന്നത്. അടുത്ത ട്രാക്കിലേക്ക് വാ. കണ്ണൊക്കെ വിടർന്ന് ഇത് പടത്തിന് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു മൊമെന്റ് ആയിട്ട് തോന്നി എനിക്ക് ആ മാലിക്കില്. ഇപ്പം
എനിക്ക് ഇത്രയുള്ളൂ. എനിക്ക് എൻ്റെ ഭയങ്കര വിഷമം തോന്നുന്നൊരു സീനുമായിരുന്നു. എനിക്ക് അവിടെ എന്തെങ്കിലും ഭയങ്കര സോൾഫുൾ അല്ലെങ്കിൽ ഭയങ്കര സ്പിരിച്വൽ ആയിട്ടൊരു ഇമോഷൻ കൊണ്ടുവരണം എന്നുണ്ടായിരുന്നു. ഈ പുള്ളി എപ്പോഴും നിസ്കരിക്കുന്ന ഒരാളാണ്. ഇപ്പൊ പുള്ളിയുടെ അവസാനത്തെ ഒരു നിസ്കാരം പോലത്തെ ഒരു സ്പേസിനാണ് നമ്മൾ ഈ ട്രാക്ക് കൊണ്ടുവരുന്നത്. കാരണം എനിക്കറിയാലോ പുള്ളി നില മരിക്കാൻ പോകുന്ന പടത്തിൽ. അപ്പം എനിക്ക് ആ ലാസ്റ്റ് നിസ്കാരം എന്നുള്ള പോലത്തെ ഒരു സാധനത്തിൽ നമ്മൾ ഇങ്ങനെ ഞാൻ എന്നിട്ടൊരു മെലഡി ചുമ്മാ പാടി. ഇതിനു മുമ്പ് നമ്മൾ ഇടയ്ക്ക് നസ്രയുടെ വീട്ടിലൊക്കെ പോകുന്ന ടൈമിൽ ഒരു അറബി അല്ല ഒരു ഉറുദു ആർട്ടിസ്റ്റ് ഉണ്ട്, എന്തോ സലയോ അങ്ങനെ എന്തോ ഒരു പേര് ഞാൻ മറന്നുപോയി. പുള്ളിയുടെ ഭയങ്കര സോൾഫുൾ ട്രാക്സ് ആണ്. ഭയങ്കര കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര കണ്ണടച്ചിരിക്കാൻ പറ്റും. അപ്പം ഞാൻ വിചാരിക്കും എനിക്ക് അങ്ങനത്തെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനം ചെയ്യണം. പക്ഷെ മലയാളം ആയിരിക്കരുത്, അത് എന്തെങ്കിലും വേറെ ലാംഗ്വേജ് ഉറുദുവോ അറബി ആയാലോ അങ്ങനെ എന്തെങ്കിലും വേണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ആദ്യം പാടി. പിന്നെ ഞാൻ അങ്ങനെ ഈ ട്രാക്കിലോട്ട് എത്താൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഈ ജിബ്രിഷ് പാടിയ സാധനം ഉണ്ട് ഓൾറെഡി. ജിബ്രിഷ് ഞാൻ ഓൾറെഡി അതൊരു അങ്ങനെ പാടി. ആ സാധനം ഞാൻ മഹേഷിനെ ഏൽപ്പിച്ച മുള്ളിക്ക് ഭയങ്കരമായിട്ട് സാധനം വർക്കായി. ഞാൻ പറഞ്ഞു എനിക്ക് ഇതിലൊരു കുട്ടി പാടണം, എന്നാലും എനിക്ക് ഉദ്ദേശിക്കുന്ന ഒരു സാധനം കിട്ടും. കുട്ടി പാടുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം പോയത് ഇമാം മജ്ബൂർ എന്ന് പറഞ്ഞിട്ടൊരു സിംഗർ ഉണ്ട്. പുള്ളിനെ ആദ്യം കോണ്ടാക്ട് ചെയ്ത്. കാരണം അവരെ കൂട്ടത്തിൽ ആരെങ്കിലും ഈ ഉറുദു എഴുതുന്ന ആളാരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അങ്ങനെയാണ് ഈ സമീർ എന്ന് പറഞ്ഞിട്ടൊരു സിംഗർ ഉണ്ട്. ഇവരെല്ലാവരും മറ്റേ ഗസലും ഇതൊക്കെ പാടുന്നതാണ്. എന്ത് ജോൺറ എന്നറിയില്ല ഇത് പാടുന്നത്. കാരണം ഞാൻ കരുണയിൽ മീറ്റ് ചെയ്തതാണ് ഇവരെല്ലാവരും, ഇവര് സിംഗേഴ്സിനെ. അപ്പം പുള്ളി ത്രൂ കണക്ട് ചെയ്ത് പുള്ളി എഴുതി തന്നു. അപ്പം ഇവരെല്ലാവരും കോറസ് പോലെ ഈ സാധനം പാടി. അപ്പോഴാണ് കുട്ടിയുടെ ഒരു ഐഡിയ വന്നത്, എന്നാൽ പിന്നെ നമുക്കൊരു കുട്ടീനെ കൊണ്ടുവരാം. അപ്പം അവർക്ക് അറിയുന്ന തന്നെ ഒരു കുട്ടിയുണ്ട്, ഒരു 10 വയസ്സോ 12 വയസ്സുള്ള ഒരു കുട്ടി പാടി. അപ്പം അവൻ പാടിയപ്പോൾ ഇത്തിരി കുട്ടിയായിട്ട് തോന്നില്ല, കുറച്ചും കൂടെ ഒരു മുതിർന്നൊരു പയ്യൻ പാടിയ പോലെ തോന്നി. അപ്പോൾ കുറച്ചും കൂടെ ഒരു പെൺകുട്ടീനെ യൂസ് ചെയ്യാൻ നോക്കി. അപ്പം ആണാണെങ്കിൽ പെണ്ണാണോ, എനിക്ക് ബേസിക്കലി സുലൈമാൻ്റെ മോൻ പാടുന്നതായിട്ടാണ് എൻ്റെ മനസ്സിൽ. കാരണം മോൻ മരിച്ചുപോയി, അപ്പം മോൻ പാടുകയാണ്. അപ്പം അങ്ങനത്തെ ഒരു സാധനമാണ് എൻ്റെ മനസ്സിൽ വന്നത്. അപ്പം അതങ്ങനെ ഒരു പെൺകുട്ടി പാടിയപ്പം കറക്റ്റ് ഏകദേശം ആ പ്രായത്തിലുള്ളൊരു ആൺകുട്ടി പാടുന്ന പോലെ തോന്നി. അപ്പം അത് പാടിയപ്പോൾ സാധനം കംപ്ലീറ്റ് ആയി ഔട്ടിറക്കി. അതെ, അങ്ങനെയാണ്. ഞാൻ പുള്ളിക്കാരനെ മീറ്റ് ചെയ്തിട്ട് പോലും ഇല്ല. പക്ഷെ ഇങ്ങനെ ഫോൺ ത്രൂ ആണ് മൊത്തം. ഇത് ഇമാമാണ് ഇത് മൊത്തം കോർഡിനേറ്റ് ചെയ്ത് തന്നത്. അവര് ഭയങ്കര ഹാപ്പി ആയിരുന്നു. സാധനം പുറത്തേക്ക് വന്നപ്പോൾ ആൾക്കാർക്കും ഭയങ്കര കണക്ട് ആയി ഭയങ്കര. പക്ഷെ ആ പടം തിയേറ്ററിൽ ഓടണമായിരുന്നു എന്നായിരുന്നു എന്റെ ആഗ്രഹം. ഏറ്റവും കൂടുതൽ മാലിക്കിലാണ് ഞാൻ കൂടുതൽ, കാരണം അത്രയും സമയം കയ്യിലുണ്ടായിരുന്നു. കാരണം കൊറോണ ആയതുകൊണ്ട് പടം കയ്യിലുണ്ട്. അപ്പൊ എനിക്കൊരു 2 മിനിറ്റ് ചുമ്മാ ഒരു ദിവസം വേണമെങ്കിൽ മൂടണ്ട ചെയ്യാം. ഭയങ്കര ഡെഡ് ലൈൻ ഒന്നും ഇല്ലല്ലോ, ഈ മാസം റിലീസ് അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ ഞാൻ സമയമെടുത്ത് പതുക്കെ ചെയ്ത്. അങ്ങനെ കുറിപ്പിനും അതേപോലെ തന്നെ സമയം ഉണ്ടായിരുന്നു. പക്ഷെ കുറിപ്പ് ഏകദേശം റിലീസൊക്കെ ഉറപ്പിച്ചു. ഇത് ടൈം എടുത്ത് ചെയ്ത് അങ്ങനെ ഇറക്കിയതാണ് OTT-ൽ. പക്ഷെ അതിന്റെ ഫുൾ പൊട്ടൻഷ്യൽ കിട്ടിയിട്ടില്ല. തിയേറ്ററിൽ വരേണ്ട പടമായിരുന്നു. അധികം ഇലക്ട്രോണിക്സ് പിടിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മഹേഷ് നാരായണനാണ്. പടത്തിൽ അത്യാവശ്യത്തിൽ ഇലക്ട്രോണിക് മ്യൂസിക് ഉണ്ട്. ഇപ്പം സ്റ്റാർട്ടിങ് അതിന്റെ ഇൻട്രോ ആണെങ്കിലും ആ ടൈറ്റിൽ മ്യൂസിക്കിലൊക്കെ കുറച്ച് അങ്ങനത്തെ ഒരു മൂഡാണ്. ഒരു ചില പടങ്ങളുടെ അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, ഭയങ്കര ഇലക്ട്രോണിക് ആണ്. പക്ഷെ അതിന്റെ മുകളിൽ മൊത്തം അങ്ങനത്തെ ഒരു അറേബ്യൻ എലമെന്റ്സ് ഉണ്ട്, ഫുൾ ടർക്കിഷും. അങ്ങനെ ഞാൻ കുറെ ടർക്കിഷ് സൈഡ് ആണ് പിടിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ആക്ച്വലി അതിന്റെ മുമ്പേ ഇസ്താംബുളിൽ പോയിരുന്നെങ്കിൽ എന്ന് കൊള്ളായിരുന്നു. ഞാൻ ഇസ്താംബുളിന്റെ അമലേട്ടൻ കാണിച്ചെന്നൊരു ഡോക്യുമെന്ററി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇരുന്ന് കണ്ടിരുന്നു, എന്തൊക്കെയാണ് ഇവിടുത്തെ പരിപാടി. അങ്ങനത്തെ ഒരു സൗണ്ട് കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. അപ്പൊ കുറെ അവിടുത്തെ ആർട്ടിസ്റ്റായിട്ട് കുറെ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് പരിപാടി മാലിക്കിന് വേണ്ടിയിട്ട്. ഓക്കെ, അടുത്ത ഇനി എന്റെ ഫേവറേറ്റ് ഒരു ട്രാക്കിലേക്ക് പോകാൻ പോകണം. ബീറ്റിന് വേണ്ടി വെയിറ്റ് ആയിരിക്കും അല്ലേ? ബീറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണോ? എന്താണ് അനാമികക്ക് ഇങ്ങനെ ഒരു തീം വരുന്ന തുടക്കത്തിലെ തീമും പിന്നെ ഒരു പൊളിയും ആണ്. അപ്പൊ ഇത് ബേസിക്കലി അത് ആക്ച്വലി ബേസിക്കലി അനാമികയുടെ തീമാണ്. അത് പടത്തില് പതുക്കെ വന്നേ, ആദ്യമേ ക്രിയേറ്റ് ചെയ്ത സാധനമല്ല. അത് ചെയ്ത് പോയപ്പം പതുക്കെയാണ് അനാമികയുടെ തീം വന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഇതിനും വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പം ജിത്തുവിന് ഏറ്റവും ഫസ്റ്റ് ഞാൻ ചെയ്തത് ടൈറ്റിൽ ട്രാക്കിൻ്റെ ഓപ്ഷൻ ചെയ്തു കൊടുത്തു. അപ്പം അത് കുറച്ചും കൂടെ
ഭയങ്കര ഹാപ്പി ട്രാക്കാണ്. ഹാപ്പി എന്ന് വെച്ചാൽ കുറച്ചും കൂടെ ചിൽഡ് ഔട്ട്, ഹാങ് ഡ്രമ്മും അങ്ങനത്തെ ഒരു സാധനമൊക്കെയാണ്. അപ്പം ഫസ്റ്റ് സാധനം അയച്ചത് ജിത്തുവിന് വെക്കായില്ല. അപ്പം തന്നെ എനിക്ക് ഡൗട്ട് അടിച്ചു, ദൈവമേ ഇനിയിപ്പോൾ ഇവനിപ്പം ബാക്കിയുള്ള പരിപാടി ഇനി ഇങ്ങനെ പോകുന്നു. അപ്പം സംഭവം പിന്നെ ഞാനത് അവിടെ ഡ്രോപ്പ് ചെയ്ത് ഞാൻ സീൻസ് ചെയ്യാൻ തുടങ്ങി. സീൻസ് ചെയ്ത് പോയി നമ്മൾ ഒരു ട്രാക്കിലോട്ട് വരാനൊരു ടൈം എടുക്കും. കാരണം പാട്ടുകളൊന്നും ഇനിയും ചെയ്തിട്ടില്ല, സ്കോറാണ് ആദ്യം തുടങ്ങുന്നത്. എന്നിട്ടൊരു പോയിന്റ് എത്തിപ്പം പിന്നെ ജഡ്ജ് പാട്ടുകൾ ചെയ്ത് തുടങ്ങാം. അങ്ങനെ ഓരോ പാട്ട് ഓരോ സീൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. സീൻ ഉണ്ട് ഓൾറെഡി, ഇത്ര മുതൽ ഇത്ര എന്തൊക്കെയോ റെഫറൻസ് വെച്ചിട്ടുണ്ട്, അതൊക്കെ മ്യൂട്ട് ചെയ്യുന്നു, എന്തൊരു പുതിയ എന്തെങ്കിലും പരിപാടി പിടിക്കാന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓരോ പാട്ടുകൾ ആത്മാവേ ചെയ്യുന്നു, ആദരാഞ്ജലി ചെയ്യുന്നു, ഇങ്ങനെ ലൈനായിട്ട് പോയി. ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ഒറ്റമുറി എന്ന് പറഞ്ഞ ട്രാക്ക് ചെയ്തു. അങ്ങനെ ഇതിൽ പോകുന്നു. ഈ ട്രാക്ക് ഏകദേശം ലാസ്റ്റൊക്കെ ആയപ്പോഴാണ് ഞാൻ ഇതിൻ്റെ ഒരു ഐഡിയ വന്ന് ഇതിൻ്റെ ആദ്യം ഈ ബീറ്റ് പരിപാടികൾ ആദ്യം ചെയ്ത് ആ സീനുമായിട്ട് വെച്ചിട്ട് ആദ്യത്തെ ഒരു മറ്റേ വോൾമോങ്ങിന്റെ പോലത്തെ ഒരു ഇതൊക്കെ ഉണ്ട്. പിന്നെയാണ് ഇവരുടെ മറ്റേ കപ്പ് ഷോട്ട് വരുന്നത്. അപ്പൊ കപ്പ് ഷോട്ടിന്ന് ഫുൾ ബീറ്റ് ഇട്ടിട്ട് അങ്ങ് വരെ ഒരു പ്ലാൻ ഉണ്ടാക്കി, എവിടെയൊക്കെ ഡ്രോപ്പ് എവിടെയൊക്കെ ഇത്. പിന്നെയാണ് അനാമിക തീം. ഇപ്പൊ അതൊക്കെ ഏതോ ഒരു സീൻ പ്ലേ ചെയ്യുമ്പം ഞാൻ അതിൻ്റെ അകത്ത് ഡൺ എന്നുള്ളൊരു മെലഡി ചുമ്മാ വർക്ക് ചെയ്ത് നോക്കി. അത് എന്നിട്ട് ഞാൻ ഇതിലോട്ട് കൊണ്ടുവന്നു. അങ്ങനെ നേഹേനെ വിളിച്ചിട്ട് ഞാൻ ആ ഹമ്മിങ് പാടാൻ പറഞ്ഞു. അപ്പൊ നേഹ അതിൻ്റെ അത് കുറച്ചും കൂടെ വോക്കൽസ് ഒക്കെ കുറച്ച് അറേഞ്ച് ചെയ്ത് തന്നു. അങ്ങനെയാണ് ആ ട്രാക്ക് ഉണ്ടായത്. ആ ജിത്തുവിനും പക്ഷേ ഭയങ്കര എക്സൈറ്റ്മെന്റ്. ജിത്തുവിന് ഇതിൻ്റെ അകത്ത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കിയ സാധനം രണ്ട് സാധനം. ഒന്ന് മറ്റേ ആ ക്യാരക്ടർ ഓടുന്ന സീൻ, മറ്റേ സീനു ഓടുമല്ലോ അവിടുന്ന് എല്ലാവരും കൂടെ. മറ്റേ അവിടെ ചെറിയ ഒരു ട്രാൻസ് പരിപാടി പിടിച്ചിട്ടുണ്ടായിരുന്നു. ട്രാൻസ് അല്ല, ഒരു സൈഡ് ട്രാൻസ് പോലത്തെ ഒരു പരിപാടി. പിന്നെ ഈ ട്രാക്കുമാണ് ജിത്തുവിന്റെ രണ്ട് താല്പര്യമുണ്ട്. ജിത്തുവിനെ ഇങ്ങനെ വാവ് എന്നാക്കിയ. പ്രേതത്തിന് ഇങ്ങനെ ഒരു തീം എങ്ങനെയാ ആലോചിച്ചത്? നമ്മളപ്പോഴും പ്രേതമായിട്ടില്ലല്ലോ പടത്തില്, പ്രേതമായിട്ടില്ല. നമ്മളത് പ്രേതമാണോ എന്താ നമുക്കും ഡൗട്ട് ഉണ്ട്. ഇത് നമ്മള് ലാസ്റ്റത്തെ ഒരു സീനിലാണല്ലോ ഇത് ഇനിയിപ്പം അനാമിക തന്നെയാണ് എന്നുള്ള ഒരു ഉറപ്പ് കൊടുക്കുന്നത്. അവിടെ സെയിം മെലഡി ആണ് പ്ലേ ചെയ്യുന്നത്, പക്ഷെ വേറൊരു രീതിയിൽ. അത് ആക്ച്വലി അനാമിക വന്ന പോലെ തന്നെയുള്ളൊരു രീതിയിലാണ്, ഒരു ഫീമെയിൽ തന്നെ തുടങ്ങിയിട്ടാണ് ചെയ്യുന്നത്. അത് സുഷിന്റെ ബാക്ക്ഗ്രൗണ്ട് വർക്കിന് ശേഷം പടം റീ എഡിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കേട്ടു, ശരിയാണോ? സ്കോർ അങ്ങനെയൊന്നുമില്ല, സ്കോർ വെച്ചിട്ടൊന്ന് ടൈറ്റൻ ചെയ്യാറുണ്ട് എപ്പോഴും. അത് നല്ലതാണ് ആക്ച്വലി. നമ്മൾ ആദ്യം ഒരു എഡിറ്റിന് വർക്ക് ചെയ്യുന്നു, പിന്നെ സ്കോർ ചെയ്തിട്ട് സ്കോർ തിരിച്ചയച്ചു കൊടുക്കുമ്പം അത് വെച്ചിട്ടൊന്ന് ടൈറ്റൻ ചെയ്ത്. പിന്നെ പല സീൻസ് മ്യൂസിക്കലാണല്ലോ. ഇപ്പം ഈ കാരം സീനൊക്കെ ഫുൾ മ്യൂസിക്കലായിട്ട് വന്നാലേ അത് കാണാൻ രസമുണ്ടാവും. അപ്പം ഞാനും കുറച്ച് സജഷൻസ് പറയും, ഇത് ഇത്തിരി ഇങ്ങോട്ട് വന്നാൽ കൊള്ളാം, അങ്ങോട്ട് വന്നാൽ കൊള്ളാം. ഒരു ഗിവ് ആൻഡ് ടേക്ക് പരിപാടിയായിട്ട് അങ്ങനെയാണ് ഇത് വർക്ക് ആവുന്നത് പലതും. ഇപ്പൊ ഈവൻ കണ്ണൂർ സ്ക്വാഡും അങ്ങനെ തന്നെയാണ് നോക്കിയത്. മ്യൂസിക് ചെയ്തിട്ട് റീ എഡിറ്റ് ചെയ്തു. ചില സീൻസിന് അത് വേണം. ഇപ്പം അതിൻ്റെ അകത്തുള്ള സൈബർ സെൽ സീൻസ് മൊത്തം ഫുൾ മ്യൂസിക്കലായിട്ടാണ് പോകുന്നത്. അപ്പൊ അത് മ്യൂസിക്കിനായിട്ടൊന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും വിഷ്വലി കാണാൻ. വേറെ ലെവലിലേക്ക് പോകും. സംഗീതം ഒരു സാഗരമാണെങ്കിൽ ആ സാഗരത്തിന്റെ എവിടെയാണ് സുഷിൻ ശ്യാം നിൽക്കുന്നത്? ഞാൻ എവിടെ നിൽക്കുന്നത് എനിക്കറിയില്ല. ഞാനിപ്പോ എവിടെയാണ് നിൽക്കുന്നത്? തീരത്താണെന്ന് പറയോ? എനിക്കറിയില്ല. അങ്ങനെയൊക്കെ അങ്ങനെയാണ് എനിക്ക് പാടായിരുന്നു. ഞാൻ എവിടെയാ നിൽക്കുന്നത്? ഞാൻ എന്റെ രീതിയിൽ പിടിച്ച് ഇങ്ങനെ പോകുന്നു എന്നല്ലാണ്ട് എനിക്കറിയില്ല. ശരി, ഓക്കെ. ഫസ്റ്റ് ടൈം ഇതൊക്കെ എപ്പോഴാണ് സംഭവിച്ചതെന്ന് പറയണം. എനിക്ക് ഫസ്റ്റ് ഒരു മെറ്റൽ പാട്ട് കേൾക്കുന്ന എപ്പോഴാണ് ജീവിതത്തിൽ? TDT എന്ന് പറഞ്ഞൊരു ബാൻഡ് തുടങ്ങുമ്പോൾ, ഡൗൺ ട്രോഡൻസ് തുടങ്ങണം എന്നുള്ളൊരു പ്ലാനുമായിട്ട് നമ്മൾ മുൻസ് തന്നെ ഓർക്കൗട്ടിൽ ചാറ്റ് ചെയ്തപ്പം നമുക്കൊരു ബാൻഡ് ഒരു പരിപാടി ഉണ്ട്, എന്ത് ടൈപ്പ് മ്യൂസിക് ആണെന്ന് ചോദിച്ചപ്പോൾ ഇത് ഇങ്ങനത്തെ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു മെറ്റൽ ബാൻഡിന്റെ ഒരു സോങ് അയച്ചെന്നു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് മെറ്റൽ സോങ് കേൾക്കുന്നത്. അതിനു മുമ്പ് ഞാൻ പറഞ്ഞ റോക്കും മെറ്റലിന്റെ അടുത്തോട്ട് എത്തുന്ന സാധനങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഗ്രൗൾ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഞാൻ കേട്ടിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ ആദ്യമായിട്ടുണ്ട്. അപ്പൊ ഇതിലെവിടെ മ്യൂസിക് എന്നുള്ള പോലത്തെ എല്ലാവർക്കും ഉണ്ടാകുന്ന തോട്ട് എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഫുള്ള് ഗ്രൗളാണല്ലോ, ഫുൾ ഗിറ്റാർ റിഫ് ആണല്ലോ. പക്ഷെ നമ്മുടെ മ്യൂസിക്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് ഒരു മ്യൂസിക് പരിപാടി, ഒരു കുറച്ചും കൂടെ ഒരു സോൾ, കുറച്ചും കൂടെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ളൊരു സാധനം ഉണ്ടെന്നാണ് തോന്നുന്നത്. ഡൗൺ ട്രോഡൻസിലെ ഒരു നമ്മുടെ ഒരു സൈഡിൽ നിന്നുള്ളൊരു പല സാധനങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് മ്യൂസിക്കലി. നമ്മുടെ കർണാട്ടിക് മ്യൂസിക് ആണെങ്കിലോ അങ്ങനത്തെ കുറച്ചും കൂടെ ബേസിക് സാധനങ്ങളുണ്ട് നമ്മുടെ നാടുമായിട്ട് ബന്ധപ്പെട്ട വിത്ത് മെറ്റൽ. നിങ്ങൾ എങ്ങനെ കണക്ട് ആയത്? ഞാൻ ഇവരെ ആക്ച്വലി ഇവർക്കൊരു ഡെത്ത് വാനിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ട്രാക്ക് ഉണ്ട്. അത് അവർക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പോകാൻ വേണ്ടി. അപ്പൊ വരുൺ ഗിറ്റാറിസ്റ്റ്, മുൻസ് ഉണ്ട്, എനിക്കൊന്ന് നസറും ഉണ്ടെന്ന് തോന്നുന്നു. ഇവര് എല്ലാവർക്കും പാട്ട് റെക്കോർഡ് ചെയ്യാം. അപ്പൊ എനിക്ക് ആ ടൈമിൽ കുറച്ച് ഈ ഫ്രൂട്ടി ലുപ്സും ക്യൂബേസിന്റെ ഒക്കെ ചെറിയൊരു നോളജ് ഉള്ളതുകൊണ്ട് ഒന്ന് നീയും വാ, നിന്നെയും നമുക്ക് ഒന്ന് റെക്കോർഡ് ചെയ്തിട്ട് വരാന്നുള്ള സാധനത്തിലാണ് ഞാൻ പോയത്. മെറ്റൽ ബാൻഡിൽ ഒന്നാമത് കീബോർഡ് ഉള്ളത് തന്നെ ഭയങ്കര പോറാ. അപ്പം അങ്ങനെ അവിടുന്ന് ഇവര് ഇപ്പം സോങ് ചെയ്യുമ്പം ഞാൻ കുറച്ച് കീബോർഡ് സാധനങ്ങളും കൂടെ ആഡ് ചെയ്ത് അതിൻ്റെ അകത്ത്. അപ്പം
അപ്പം ഇത് കൊള്ളാലോ സാധനം എന്ന് പറഞ്ഞിട്ടാണ് എന്നെയും സിനിമയിലെടുക്കുന്നത്. ബാൻഡിലേക്ക് എടുക്കണം. ആ, ബാൻഡിലോട്ട് എടുത്ത്. അങ്ങനെ ഞാൻ അന്ന് മുതൽ ബാൻഡിലുണ്ട്, കോർ മെമ്പറായിട്ട്. പൊളി. ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ദീപക് ദേവേട്ടന് ചെയ്തത്. ഞാൻ ആദ്യം വിചാരിച്ച സംഭവം ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറഞ്ഞത് ഭയങ്കര എളുപ്പമായിരിക്കും. നമ്മള് മ്യൂസീഷ്യനാണല്ലോ. അതെ, നമ്മൾ മ്യൂസീഷ്യനാണ്, നമുക്ക് എല്ലാം അറിയാം. നമ്മൾ പല പടങ്ങളൊന്നുമില്ല. ഞാനിപ്പോ ഇപ്പോഴൊക്കെയാണ് വിചാരിക്കുന്നത് എന്ത് പടമാണ് ഞാൻ ആ ടൈമിൽ കണ്ടാകെ ടൈറ്റാനിക്കും അല്ലാണ്ട്. അപ്പം ആ ടൈമിൽ ഭയങ്കര സിനിമ നോളജ് ഉള്ള ഒരാളാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ജാടയിൽ പോയ ഞാൻ. അപ്പം ദീപകേട്ടൻ ഒരു അസിസ്റ്റന്റിന് ആവശ്യമില്ല എന്നുള്ളൊരു സാധനം പറഞ്ഞത്. പക്ഷെ ഞാനൊന്ന് എങ്ങനെയെങ്കിലും എന്നുള്ളൊരു സീനിൽ തന്നെയാണ് ഞാൻ ദീപകേട്ടൻ്റെ അടുത്ത് കയറുന്നത്. ദീപകേട്ടനെ ഞാൻ അയച്ചെടുത്ത ഡെമോസൊന്നും ദീപകേട്ടൻ അത്ര ഇമ്പ്രസ്ഡ് അല്ലായിരുന്നു. പക്ഷെ ഞാൻ ആ ടൈമിൽ ചോദിക്കുന്നത് എന്നെ പോലെ ഇങ്ങനെ ചെയ്യുന്ന ആരുണ്ടടാ എന്നുള്ളൊരു സാധനം. അപ്പം പുള്ളി കേട്ടിട്ട് അപ്പം തന്നെ എൻ്റെ ഈഗോ മൊത്തം അവിടെ ക്രാഷായി. അതായത് ഞാനിപ്പോൾ ഒന്നുമല്ല, ഞാൻ സീറോ തന്നെ തുടങ്ങാം. അപ്പം ഞാൻ പിന്നെ സീൻസ് ചെയ്യുന്നു. ഞാൻ തേജാബായ് എന്ന് പറഞ്ഞ പടത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പം എനിക്കൊന്നും അറിയില്ല, കാരണം ഞാൻ സീൻസ് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്ക്, പക്ഷേ ഐഡിയ ഉണ്ട്. പക്ഷെ ഇത് സൗണ്ടിങ് ഒന്നും അത്ര വലിയ രസമില്ല. കാരണം അപ്പുറത്ത് ദീപകൻ്റെ കൂടെ വേറെയും കുറച്ച് ആൾക്കാർ പ്രൊഫഷണലായിട്ട് കുറച്ച് കാലങ്ങളായിട്ട് ചെന്നൈയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ വന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അവർ ചെയ്യുന്ന സാധനമൊക്കെ കേൾക്കും മറ്റേ ഡുമ്മെന്നിരിക്കുന്നു, മറ്റേ തിയേറ്ററിൽ മറ്റേ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനം. ഞാൻ ചെയ്യുന്നതൊക്കെ മറ്റേ പീന്നിരിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം ദീപകേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ദീപകേട്ടൻ എനിക്ക് തോന്നുന്നില്ല എന്നെ കൊണ്ട് ഇത് പരിപാടി നടക്കുന്നു. ശരിയാണ്, നിനക്ക് ഇതിനെ കൊണ്ട് പറ്റില്ല എന്ന് അന്ന് ദീപകേട്ടൻ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇവിടെ ഇരിക്കില്ലായിരുന്നു. പക്ഷെ പുള്ളി പറഞ്ഞ് ട്രൈ ചെയ്, ഇത് പതുക്കെ വരും, ഇത് പെട്ടെന്നൊരു ദിവസം അങ്ങ് പ്രൊഫഷണൽ ആവാൻ പറ്റില്ല. നീ പല പ്രോജക്ട്സും വർക്ക് ചെയ്ത് നമുക്കത് ബെറ്ററായി വരും, പല സാധനങ്ങൾ പഠിക്കണം. അങ്ങനെ ഞാൻ പിന്നെ ഇരുന്ന് വർക്ക് ചെയ്ത് അങ്ങനെ 4-5 പടം ചെയ്തു തോന്നുന്നു ദീപകേട്ടൻ്റെ കൂടെ. പിന്നെ പതുക്കെ എൻ്റെ ടേസ്റ്റ് മാറുന്നു, എനിക്ക് വേറെയും കുറച്ച് എക്സ്പ്ലോർ ചെയ്താൽ കൊള്ളാമെന്ന് തോന്നുന്നു. ഞാൻ പിന്നെ വേറെ മ്യൂസീഷ്യൻസിനെ മീറ്റ് ചെയ്യുന്നു. അങ്ങനെ പല സ്ഥലത്ത് വർക്ക് ചെയ്യാൻ തുടങ്ങി. വർക്ക് ചെയ്താണ് പതുക്കെ ഇൻഡിപെൻഡൻറ്റ് എന്നാൽ പിന്നെ ഇങ്ങനെ മറ്റുള്ള ആൾക്ക് വർക്ക് ചെയ്യുന്നത് നിർത്താൻ പതുക്കെ സ്വന്തം പരിപാടിയിലോട്ട് കിടക്കാം. അങ്ങനെയാണെന്ന് തോന്നുന്നു എനിക്ക് കിസ്മത്തിൻ്റെ ഒരു എൻക്വയറി വരുന്നത്. കിസ്മത്തല്ല, സപ്തമശ്രീ. ഫസ്റ്റ് റെക്സേട്ടൻ്റെ പടങ്ങൾ വർക്ക് ചെയ്തു. അതായത് ഞാൻ നീലാകാശത്തിൽ വർക്ക് ചെയ്തു ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ. ഞാനും റെക്സേട്ടന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതിൻ്റെ അകത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ. വേറെ അധികം ആൾക്കാരൊന്നും ഉണ്ടായില്ല. പിന്നെ മാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു പുള്ളി ഉണ്ടായിരുന്നു. അത് വർക്ക് ചെയ്യുമ്പോഴൊക്കെ പിന്നെ പുള്ളി എന്നെ കൊണ്ടൊരു പാട്ട് പഠിപ്പിക്കുന്നു. പിന്നെ അങ്ങനെ എന്തൊക്കെയോ പരിപാടിയായിട്ട് എൻ്റെ ലൈഫ് ഇങ്ങനെ വേറെ രീതിയിൽ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സപ്തമശ്രീ ചെയ്യാന്ന് പറഞ്ഞിട്ട് രാധാകൃഷ്ണൻ വിളിക്കുമ്പം റെക്സേട്ടൻ പ്രാവശ്യം, അപ്പോഴും ഞാൻ വേറെ ആൾക്ക് വേണ്ടി വർക്ക് ചെയ്യാം മ്യൂസിക് ലോഞ്ച് എന്ന് പറഞ്ഞ സ്റ്റുഡിയോയിൽ. റെക്സേട്ടൻ വിളിച്ച് ചോദിച്ചു, നീ സ്കോർ ചെയ്യുന്നു, ഞാൻ പാട്ട് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു അടിപൊളി, ഞാൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് സപ്തമശ്രീൻ്റെ വർക്ക്. അതിൽ റെക്സേട്ടൻ തന്നെ കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ചില സീൻസൊക്കെ ചെയ്യാൻ. ഞാനും ആദ്യമായിട്ടാണ് ഒരു ഫുൾ പടം ഡീൽ ചെയ്യുന്നത്. അപ്പം അങ്ങനെ സപ്തമശ്രീ ഇങ്ങനെ, അതാണ് എൻ്റെ ഓഡിയൻസ് ചെറുതായിട്ട് ഇങ്ങനെ ക്രിയേറ്റ് ആയി വരുന്നത്. അപ്പം ചെറുതായിട്ട് ഓരോ ആൾക്കാരുടെ പേര് കാണുന്നുണ്ട്. പിന്നെ എനിക്കൊന്ന് എസ്രയൊക്കെ ആകുമ്പോഴേക്കൊന്ന്, പിന്നെ കിസബാദിൽ ഇറങ്ങിയപ്പോൾ കുറച്ചും കൂടെ വേറൊരു ഓഡിയൻസിനെ കിട്ടി. എസ്ര ആയപ്പോൾ കുറച്ചും കൂടെ ഒന്ന് പൊങ്ങി, പിന്നെ വരത്തനായി. അങ്ങനെ ചെറുതെന്നാണ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ആ ഒരു ഓഡിയൻസിന്. നല്ല ഓഡിയൻസാ. ഫസ്റ്റ് OST ചെയ്തപ്പോൾ ഉള്ള ഫീൽ എന്തായിരുന്നു? ഫസ്റ്റ് ടൈം റെക്സ് വിജയൻ പറഞ്ഞു കഴിഞ്ഞിട്ട് സപ്തമശ്രീ ചെയ്ത് കഴിഞ്ഞപ്പോൾ? സപ്തമശ്രീ ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എല്ലാവരെയും പോലെ മറ്റേ എന്താണ്, നമ്മൾ ആദ്യമായിട്ട് പടത്തിൽ പേര് വരുമ്പോഴുള്ളൊരു മൊമെന്റ് ഒക്കെ ഉണ്ടല്ലോ, മറ്റേ മൊബൈലിൽ ഫോട്ടോ എടുക്കുക, അങ്ങനത്തെ ഒരു മൊമെന്റ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക്. കാരണം ഇതുവരെ ഇത്രയും കാലം ബാക്കിലാണ് പേര് വരുന്നത്, മറ്റേ എൻ ടൈറ്റിലാണ് പേര് വരുന്നത്. ആദ്യമായിട്ട് ഫ്രണ്ടിൽ പടം തുടങ്ങുമ്പോൾ പേര് വരുന്നു എന്നൊക്കെയുള്ള ടൈപ്പ് എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പടം രസമായിരുന്നു. ഞാൻ ഇപ്പൊ ഇരുന്ന് കേട്ടാൽ എനിക്കത് ചിലപ്പം മോശമായിട്ട് തോന്നി വരും. കാരണം ക്വാളിറ്റി വൈസും ഞാൻ ആ ടൈമിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്ന സാധനം. അപ്പം പക്ഷെ അറിയില്ല, ഞാൻ പിന്നെ കണ്ടിട്ടില്ല കേട്ടോ പടം. ഞാൻ ഇറങ്ങിയതിനു ശേഷം പിന്നെ പടം കണ്ടിട്ടില്ല. ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് കോമ്പോസിഷൻ കിസ്മത്തിന് വേണ്ടി ചെയ്ത് കഴിഞ്ഞപ്പം അന്നത്തെ സുഷിന്റെ അവസ്ഥ എന്തായിരുന്നു? അന്ന് വരെ എനിക്ക് പാട്ട് ചെയ്യാൻ പറ്റും എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എനിക്ക് പാട്ട് ചെയ്യാൻ അറിയുമോന്നൊന്നും അറിയില്ല. അപ്പം ഞാൻ മാക്സിമം ഒഴിവാവാൻ നോക്കി. കിസ്മത്തിൽ പാട്ട് വേണമെങ്കിൽ വേറെ ആരെങ്കിലും നോക്കിക്കോ, ഞാൻ സ്കോർ ചെയ്യാന്നൊക്കെ പറഞ്ഞു. പിന്നെ ചുമ്മാ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ കിസബാദിൽ. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞപ്പോഴും എനിക്കും അത് ആക്ച്വലി കൊള്ളാമെന്നുള്ളൊരു സാധനം തോന്നി. അപ്പം ഞാൻ ഡയറക്ഷൻ അയച്ചു കൊടുത്തു, അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ കുറച്ചും കൂടെ ലൈഫ് വന്നത് അതിൻ്റെ റൈറ്റിങ്ങിലായിരുന്നു. അൻവർക്കും കൂടെ കൈവച്ചപ്പോൾ അതാണ് എൻ്റെ പുള്ളിയായിട്ടുള്ള ഫസ്റ്റ് കൊളാബറേഷൻ. അപ്പോൾ ഞാൻ പോകുമ്പം പുള്ളിക്ക് ഞാൻ ചെറിയ മറ്റേ, അപ്പം എനിക്ക് ഇത് ഒന്നാമത് ഇതിപ്പം എത്ര കവിത എഴുതിയാലും എനിക്ക് അതിൻ്റെ മീനിങ് ഒക്കെ കണ്ടുപിടിക്കാൻ ഭയങ്കര പണിയാണ്.
ഞാൻ കൂടുതലും ട്യൂണിലാണ് ട്രിപ്പ് ചെയ്യുന്നത്. ഓക്കെ. ലിറിക്സ് അറിയുന്ന ആൾക്കാർ അവരുടെ രീതിയിലുള്ള സാധനം എഴുതി തന്ന അതിനൊരു ലൈഫ് ഉണ്ടായ അടിപൊളി. അപ്പം അങ്ങനെയാണ്. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് ഇങ്ങനെ പുഴുക്കൾ എന്നൊക്കെയുള്ള വാക്കൊക്കെ കണ്ടപ്പോൾ ഞാൻ അൻവർക്ക് ഇതെന്താണ് പുഴുക്കൾ എന്നൊക്കെയുള്ള വാക്കൊക്കെ. അപ്പം എനിക്ക് ഫുൾ കൺഫ്യൂഷനാണ്. ഇത് ഓക്കെ ആണോ, ഇത് ഓക്കെ ആണോ. അപ്പം അത് ഓക്കെ ആണോടാ, നീ അത് വരട്ടെ, സാധനം പുറത്തേക്ക് വരട്ടെ. സാധനം പുറത്തേക്ക് വന്നപ്പോഴാണ് ഈ പറഞ്ഞ പോലെ അതിനൊരു ഓഡിയൻസ്. എൻ്റെ ആദ്യത്തെ ഒരു കോമ്പോസിഷൻ കേൾക്കുന്ന ഒരു ടൈപ്പ്. എന്നെ ആദ്യം വിനീത് ശ്രീനിവാസനെ വിളിച്ചത്. പുള്ളി പാട്ട് കേട്ടിട്ട് ഒരു രക്ഷയില്ല. അപ്പൊ ഞാൻ ഗോവയിലായിരുന്നു. അപ്പൊ പുള്ളി വിളിച്ചിട്ട് അപ്പോഴും എനിക്ക് അപ്പത്തെ കുറെ എക്സൈറ്റ്മെന്റ് ഒക്കെ അതിപ്പോ ഇത്തിരി കുറവാട്ടോ. അന്ന് കുറെ മറ്റേ ഇങ്ങനെ ചെറിയ പോലത്തെ സാധനം കൂടും. മറ്റേ ആൾക്കാരൊക്കെ വിളിച്ച് ഇങ്ങനെ കൊള്ളാന്നൊക്കെ പറയുമ്പോ ഓ കൊള്ളാലേ, ഓ അപ്പൊ അത് അങ്ങനെ സ്ഥിരതയുടെ അല്ല, എനിക്കൊന്ന് എല്ലാ വർക്കിന്റെ ഒരു സാധനം. ഞാൻ അന്ന് പിന്നെ ആദ്യമായിട്ട് ചെയ്യാണല്ലോ. അതെല്ലാ സാധനത്തിനും അങ്ങനെ. നമ്മളത് സ്ഥിരമായിട്ട് നമ്മളൊരു ജോബ് ചെയ്യുമ്പോൾ കൊണ്ട് പടങ്ങൾ കുറക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇങ്ങനെ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമില്ല. കുറച്ചും കൂടെ ഓൾറെഡി ഞാൻ കുറച്ചാണ് ചെയ്യുന്നത്. പക്ഷെ അതും എനിക്കത് ഇത്തിരി കൂടുതലായിട്ട് ചെയ്യുന്നുണ്ടോന്നൊരു സംശയം. സുഷിൻ എപ്പോഴാണ് ഈ ഒരു പടത്തിന് ഞാൻ സ്കോർ ചെയ്യാം അല്ലെങ്കിൽ മ്യൂസിക് ചെയ്യാൻ തീരുമാനിക്കുന്നത്? കഥ കേൾക്കുമ്പോ, കഥ പറയുമ്പോഴാണ്. അതിലാണ് തീരുമാനം ഉണ്ടാവുക. കഥയിലാണ് എക്സൈറ്റ്മെന്റ് ആദ്യം വരുന്നത്. പിന്നെ ചോദിക്കുമ്പോൾ ആരൊക്കെയാണ് അഭിനയിക്കുന്നത്, എന്താണ് അതിന്റെ കാസ്റ്റ് പരിപാടി എന്നൊക്കെ ഉള്ളത്. കഥയിലാണ് ഓഫ്കോഴ്സ് എനിക്കതിൽ അവിടെ റോൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള സാധനം. ഫ്രണ്ട്സ് പറഞ്ഞ അവർക്ക് വേണ്ടി ചെയ്യോ? ഈ പറഞ്ഞ എല്ലാവരും എന്റെ ഫ്രണ്ട്സാണ്. അതായത് ഇപ്പം അമലേട്ടനാണെങ്കിലും ഇവരെല്ലാരും ഫ്രണ്ട്സാണ്. പക്ഷെ കഥ എക്സൈറ്റ് ചെയ്തില്ലെങ്കിൽ ചെയ്യോ? അപ്പൊ എനിക്കെന്തെങ്കിലും അത് എക്സൈറ്റ്മെന്റ് തോന്നിയാൽ ഞാൻ അവരുടെ അടുത്ത് പറയും. എനിക്ക് എക്സൈറ്റ്മെന്റ് തോന്നിയില്ലെങ്കിൽ ഞാൻ പറയും. അതുവരെ ഇങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് തോന്നാത്ത കഥ ഞാൻ ഇപ്പം അവരുടെ സൈഡിൽ നിന്ന് ആരും കേട്ടിട്ടില്ല. എല്ലാം എക്സൈറ്റിംഗ് ആയിട്ട് അവർക്ക്. കാരണം അവരത്ര അടിപൊളിയായിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് അറിയാം എന്ത് വർക്കാവില്ല എന്ന്. അമലേട്ടൻ്റെ ഒക്കെ ജഡ്ജ്മെന്റ് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആണ്. പുള്ളി ഇപ്പം അജാസിന്റെ തീം മ്യൂസിക് ആണെങ്കിലും പുള്ളിക്ക് എന്ത് വരണം എന്നുള്ളതാണ്. അതിന്റെ മുമ്പ് ഞാൻ ഒരു സാധനം ചെയ്തു കൊടുത്തിട്ട് പുള്ളിക്ക് വർക്കാവത്തോണ്ടാണ് അത് അജാസിന്റെ മ്യൂസിക് വന്നത്. അതിന്റെ മുമ്പത്തെ സാധനം ആൾക്കാർ കേട്ടാലും ചിലപ്പോൾ പുള്ളിയുടെ സെയിം റിയാക്ഷൻ ആയിരിക്കും. ഡോറ് ഗേറ്റ് പൊട്ടിച്ച് വരുമ്പോൾ അവർക്ക് അത് കിട്ടിയില്ല എന്നുള്ള സാധനം ആയിരിക്കും പുള്ളി പറയുന്നത്. അപ്പൊ പുള്ളി പറഞ്ഞ് ഇതെല്ലാം മച്ചാനെ നമുക്ക് കുറച്ചും കൂടെ ഒരു ഇമോഷണൽ ഹീറോയിസം. അപ്പൊ പുള്ളിയുടെ ഓരോ ചെറിയ ചെറിയ കീവേഡ്സ് ഉണ്ട്. അതാണ് എനിക്ക് കൂടുതൽ കണക്ട് ആവുന്നത്. അപ്പൊ ഇമോഷണൽ ഹീറോയിസം. അപ്പൊ ഹീറോയിസം വരുമ്പോൾ ഭയങ്കര സ്റ്റൈല് വേണം. അപ്പൊ കുറച്ചും കൂടി ഇമോഷൻ വരണമെങ്കിൽ ചിലപ്പം ഹംസ് വർക്കാവും. അപ്പൊ അങ്ങനത്തെ ഓരോ ഐഡിയ ഒന്ന് ട്രൈ ചെയ്യും. രണ്ടാമത്തെ സാധനം പ്ലേ ചെയ്തിട്ട് പുള്ളി ഇങ്ങനെ ബാക്കിലിരിക്കും. മറ്റേ നമ്മൾ കറക്ഷൻ ചെയ്ത സാധനം മാത്രം ഒന്നും കൂടെ കേൾക്കും. അപ്പൊ കറക്ഷൻ കേട്ട് പ്ലേ ചെയ്ത് അപ്പം മറ്റേ ഇതൊക്കെ വന്ന് ഞാൻ ഇപ്പം ഇങ്ങനെ എന്നെ നെഞ്ചിടിക്കായിരിക്കട്ടെ, ദൈവം ഇത് വെക്കാവോ എന്ന് ആലോചിച്ച് ഞാൻ ഫ്രണ്ടിലിരിക്കായിരിക്കും. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ പുള്ളി വെക്കുന്നു. അപ്പം അതും ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്ന സാധനം. അങ്ങനത്തെ ഓരോ ചെറിയ പുള്ളിക്ക് അത് വർക്കായി എന്നുള്ള ഒരു സാധനം എന്നെ എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കും. കേരള സ്റ്റേറ്റ് അവാർഡ് വിന്നിംഗ് മ്യൂസിക് ഡയറക്ടറാണ് സുഷിന്റെ. പാട്ടുകൾ ഏത് സിനിമ എടുത്താലും അതിൽ 3-4 പാട്ട് അല്ലെങ്കിൽ ചെയ്ത എല്ലാ പാട്ടും നമുക്ക് പറയേണ്ടി വരും, പറയാനുണ്ട്. പക്ഷെ എല്ലാം എടുക്കുന്നില്ല. ഞാൻ ഓരോ പാട്ട് ഞാൻ പ്ലേ ചെയ്യും. ഓക്കെ, ഈ പാട്ടിന്റെ ഇൻസ്പിറേഷൻ, പെയിൻ അല്ലെങ്കിൽ ഓർമ്മ, ഇതിൽ 3-ൽ ഏതും പറയാം. ഓക്കെ, ഇതില് ഫുള്ള് എക്സ്പ്ലെയിൻ ചെയ്യണോ? അല്ലല്ല, എന്താന്ന് വെച്ചാൽ പറഞ്ഞാൽ അതിൽ ഈ പാട്ട് കേൾക്കുമ്പോൾ അതിന്റെ പിന്നിലുണ്ടായിരുന്ന ഒരു പെയിൻ പറയാം, വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ പറയാം, അല്ലെങ്കിൽ ഒരു ഓർമ്മ പറയാം. ഒരു ഓർമ്മ പറയാം. അമലേട്ടൻ ആദ്യമായിട്ട് എന്നെ വിളിച്ചിട്ടൊരു പരിപാടി ഉണ്ട്. നമ്മൾ അങ്ങനെ പരിചയപ്പെടുന്നല്ലേ ഉള്ളൂ. വരുത്തൻ ടൈമിലാണ്. അതിന്റെ മുമ്പ് ഞാൻ യോബിൽ പുള്ളിയുടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് യാക്സിന് നേക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെന്നൈയിലുള്ള ടൈമിൽ ആസ് എ പ്രോഗ്രാമർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോഴുള്ള പരിചയമാണ് അമലേട്ടനായിട്ട്. അമലേട്ടൻ എൻ്റെ ചില കോമഡീസ് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അമലേട്ടൻ അങ്ങനെ എന്തോ കണക്ട് ആയിട്ട് അമലേട്ടൻ ഒരു പ്രാവശ്യം ഒന്ന് കൊച്ചിയിലേക്ക് വരാൻ പറഞ്ഞു. അതായത് വീട്ടിലോട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അവിടെ പോയി മീറ്റ് ചെയ്ത് പുള്ളി ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ട് മച്ചാനും നോക്ക് എന്നൊക്കെ പറഞ്ഞ് ഒരു പാട്ടിൻ്റെ ഐഡിയ പറഞ്ഞ്. ഐഡിയ ഞാൻ നെട്ടൂരാണ് താമസിക്കുന്നത്. ആ ടൈമിൽ ഞാൻ ഒരു ഐഡിയ ചെയ്തിട്ട് പുള്ളിയുടെ ഒരു പെൻഡ്രൈവ് ആയിട്ട് ഞാൻ അവിടെ പോയി. വീട്ടിൽ പോയപ്പം പുള്ളി നമുക്ക് കാറിലിരുന്ന് കേൾക്കാൻ തന്നു. കാറിലിരുന്ന് പുള്ളി ഒരു പ്രാവശ്യം കേട്ട്. അപ്പോഴും എൻ്റെ മറ്റേ കിട്ട് അടിക്കണ്ട്, ദൈവം ഇത് വെക്കാവോ. പുള്ളി ഒരു പ്രാവശ്യം കേട്ട് ഒന്നും കൂടെ കേട്ട് കൊള്ളാം മച്ചാനെ, നല്ലതാ പറഞ്ഞു. അതാണ് ഫസ്റ്റ് അപ്രൂവലാണ് എൻ്റെ എപ്പോഴും ഓർമ്മ എന്തെങ്കിലും ഒരു ഇതിൽ. പിന്നെയാണ് നമുക്കിത് ആരെ പാടിപ്പിക്കും എന്നുള്ള സാധനം നസ്രയിലോട്ട് എത്തുന്നതും പരിപാടിയൊക്കെ ലേറ്റർ ആയിരുന്നു. അതാണ് സോങ്ങിന്റെ ഒരു. നസ്രീനെ പാടിപ്പിക്കുമ്പോൾ എങ്ങനെയാണ്? നിങ്ങൾ ഓൾറെഡി അറിയുന്ന ആൾക്കാരായിരിക്കും. നസ്രീനെ ഞാൻ ഒരുപാട് നേരത്തെ പരിചയപ്പെട്ടൊന്നുമല്ല. ഞാനും എനിക്കൊന്ന് വരുത്തനൊക്കെ മുമ്പൊക്കെ ആയിട്ടാണ് പതുക്കെ ഇവരെല്ലാവരെയും പരിചയപ്പെടുന്നത്, ഫഹദിനെയും എല്ലാവരെയും. അപ്പം അതായത് എൻ്റെ അതെ അങ്ങനെയാണ് പരിചയം.
പിന്നെ നമ്മൾ നെയ്ബേഴ്സും കൂടെയാണ്. തൃപ്പൂണിത്തുറയിൽ നമ്മൾ അടുത്തടുത്താണ് വീട്. നമ്മളെ കൊറോണ ബഡീസ് ആയിരുന്നു. കൊറോണ ഫുൾ ടൈം നമ്മൾ ഒരുമിച്ച് ട്രാവൽ ചെയ്തിട്ടുണ്ടല്ലോ. നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്. കുമ്പളങ്ങി ടൈമിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഫാദിന്റെ നസ്രിയുടെ കൂടെ ട്രാവൽ ബഡീസ് എങ്ങനെയാണ്? സൂപ്പറാ. തിരിച്ചു പാട്ടും കിട്ടി. അത് ആക്ച്വലി പറഞ്ഞാൽ കുമ്പളങ്ങിയിൽ നിന്നും അവർക്ക് എല്ലാവർക്കും ഒരു ബ്രേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു 3-4 ദിവസം. അപ്പം എനിക്കൊന്ന് ഇവര് ആയിട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത് ഒരുപാട് പ്ലാനിങ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ഇന്ന് പോവാം, അങ്ങനത്തെ പ്ലാനിലേക്ക് പരിപാടി നടക്കും. ഇന്ന് പോയാലോ എന്നുള്ള സമയത്ത് പോവാണെങ്കിൽ പോവാം, അല്ലെങ്കിൽ പോവേയില്ല. നമ്മൾ ചുമ്മാ പ്ലാൻ ചെയ്ത് അവിടെ പോവാ ഇവിടെ പോവാന്നൊക്കെ പറയാന്നല്ലാണ്ട് അത് നടക്കില്ല. 2 സ്ഥലത്ത് നമ്മൾ അങ്ങനെ ടപ്പെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയ സ്ഥലങ്ങളാണ്. ഒന്ന് ഗോവയും ഒന്ന് കൊടയിലും പോയിട്ടുണ്ട്. അതാണ് പുതിയൊരു പാതയിൽ. ഈ പോക്കിൽ സുഷിന് എങ്ങനെയാണ് പാട്ട് കിട്ടുന്നത്? എല്ലാ ട്രിപ്പിനും അങ്ങനെ പാട്ടൊന്നും കിട്ടില്ല. ചില ട്രിപ്പിൽ ഞാൻ ഗോവ ട്രിപ്പിൽ കിട്ടിയല്ലോ. ഗോവ ട്രിപ്പില് എനിക്കൊന്ന് ഞാൻ ഉയരത്തോടും ചെയ്യാൻ വേണ്ടി കുറച്ച് സ്ട്രെസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. ഒരുപാട് സ്ട്രെസ് ചെയ്താൽ ഈ സാധനം വരില്ല എന്നുള്ളത് എനിക്കറിയാം. അപ്പം അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് കുമ്പളങ്ങിയിൽ എന്തായാലും ഒരു 2-3 ദിവസം ബ്രേക്ക് ഉണ്ട്. അപ്പം 2 ദിവസം ഒന്ന് ഫ്രീ ആയിട്ട് വരാം എന്നുള്ള രീതിയിലാണ്. പലപ്പോഴും ഞാൻ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും മറ്റേ അവിടെ ഇരുന്ന് കമ്പോസ് ചെയ്തതൊന്നുമല്ല. അങ്ങനെയൊന്നുമില്ല. അവിടെ നിന്ന് ഞാൻ പാട്ടിനെ പറ്റി ചിന്തിക്കുക പോലും ഇല്ല. അത്രേ ഉള്ളൂ. എന്റെ മൈൻഡ് ഫ്രീ ആകുമ്പോൾ ചിലപ്പം സോങ് ഓട്ടോമാറ്റിക്കലി വരും. ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഓറവില്ലിൽ പോയിട്ടുണ്ട്. ഞാൻ ഒരു 4-5 ഓപ്ഷൻ ചെയ്തിട്ടുണ്ട് ഉയരത്തോടെ. അപ്പൊ എനിക്കറിയില്ല എന്താണ് ശ്യാമേട്ടന് മധുവേട്ടന് എന്താ വേണ്ടത്. മധുവേട്ടന് വേണ്ടതായിരിക്കില്ല ചിലപ്പോൾ ശ്യാമേട്ടന് വേണ്ടത്. അപ്പൊ മൊത്തത്തിൽ എനിക്കൊരു കൺഫ്യൂഷൻ ആവും. അപ്പൊ അവസാനം അങ്ങനെ ഉയരത്തോടുമ്പിലോട്ട് എത്തുമ്പോൾ അതിൽ ചെറിയൊരു കമേഴ്ഷ്യൽ സൈഡും ഉണ്ട്. പിന്നെ അതിന്റെ ഇമോഷനും പടമായിട്ട് ഭയങ്കരമായിട്ട് വർക്ക് ആവുന്നുണ്ട്. സൗണ്ടിങ് വൈസ് കുറച്ച് ന്യൂ ആണ്. മൊത്തത്തിൽ അത് കൺവേ ആവുന്ന ഒരു സാധനമായി വന്നപ്പം നമ്മൾ ഫൈനലൈസ് ചെയ്തു. ഓക്കെ, അടുത്ത ട്രാക്കിലേക്ക് പോവാം. ഇത് ഇന്റർനാഷണലി ആൾക്കാർ ഏറ്റെടുത്തൊരു പാട്ടാണ്. പെയിൻ, ഇൻസ്പിറേഷൻ, ഓർമ്മ, എന്താണ് ഈ പാട്ട്? ഇത് പർദീസയുടെ മെയിൻ സാധനം എന്ന് പറഞ്ഞത് എൻ്റെ ഫേവറേറ്റ് സാധനം. അതിൻ്റെ അകത്ത് ആ മെലഡിയാണ് പടത്തിനെ മൊത്തത്തിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്തതായിട്ട് എനിക്ക് തോന്നി. കാരണം ആ ഒരു മെലഡി ഉള്ളത് കൊണ്ട് പടത്തിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ഞാൻ ആ തീം യൂസ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഫാമിലി ആയിക്കോട്ടെ, അവരുടെ മൊത്തം ആൾക്കാരുടെ കണക്ഷനും ബാസിയുടെ തീമും ബാസി മരിക്കുമ്പോഴും എല്ലാത്തിനും ഈ ഒരു തീമിലാണ്. ഈ പാട്ടെന്നെ ഭയങ്കരമായിട്ട് സേവ് ചെയ്തിട്ടുണ്ട് മൊത്തം പടത്തിനൊന്ന് കണക്ട് ചെയ്യാൻ. അപ്പം അതാണ് ഇത് കിട്ടിക്കഴിഞ്ഞിട്ട് ഈ മെലഡി കിട്ടിക്കഴിഞ്ഞിട്ട് ആദ്യം എന്നത്തെയും പോലെ ഞാൻ പാട്ട് തുടങ്ങുമ്പം ഫസ്റ്റ് ലൈൻ തന്നെയാണ് ആദ്യം കമ്പോസ് ചെയ്ത് തുടങ്ങിയത്. ആ ലൈൻ വന്ന് പിന്നെ അത് പർദീസ എന്ന് പറഞ്ഞ സാധനം, പർദീസ എന്നുള്ള ലൈനിലോട്ട് വരാനും നമ്മളിത് ടൈം എടുത്തത്. തനനാന എന്നുള്ളൊരു സാധനം ആണ് ജബ്രിഷ് ഇതിൽ പാടുമ്പം വരുന്നത്. വിനായക അത് കുറെ ഇങ്ങനെ ആലോചിച്ചാലും ഇങ്ങനെ കുറെ സാധനങ്ങൾ പറഞ്ഞ് അവസാനം ലാസ്റ്റ് ഇങ്ങനെ പർദീസ എന്നാ എങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഒരുമിച്ചുള്ള ടൈമിലാണ് ഇവ ഐഡിയ കൊണ്ടുവരുന്നത്. അമലേട്ടനും ഉണ്ട്. അപ്പം നമ്മൾ ആ ഐഡിയ അത് കൊള്ളാം ആക്ച്വലി സാധനം. അതേപോലെ തന്നെ വിനായക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല്ലവിയൊക്കെ എഴുതും. ലാസ്റ്റത്തെ ഈ ഹുക്ക് ലൈനാണ് നമുക്ക് എല്ലാവർക്കും ആവശ്യം. എന്താണ് ഇവ ഇതിൽ കൊണ്ടുവരുന്നതെന്ന് അറിയണം. അപ്പം അതേപോലെ തന്നെ അവൻ അവിടെ അങ്ങനത്തെ ഒരു മാജിക് ക്രിയേറ്റ് ചെയ്ത് ഓൺ ദി സ്പോട്ടിൽ കിട്ടിയാണ് വാക്ക്. ഇരുന്ന് ആലോചിക്കുക. സൈഡിലൊക്കെ പോയിട്ട് 2 റൗണ്ടൊക്കെ അടിച്ചിട്ട് വരും. സുഷിൻ ഭായി ഇതെങ്ങനെ ഇരിക്കും എന്നിട്ട് ഓരോ ഐഡിയ ആയിട്ട് വരും. ചിലത് ക്രിഞ്ചാണെങ്കിൽ ഞാൻ ക്രിഞ്ചാന്ന് പറയും. ഒരു ഇതിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയും. അപ്പം അന്ന് ഓക്കെ മാറ്റാന്നൊക്കെ പറഞ്ഞ് സാധനം മാറ്റി എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിട്ട് എനിക്കും അവനും ഓക്കെ ആയിട്ടുള്ളൊരു സാധനമായിട്ട് വരും. അങ്ങനെ അമലേട്ടനും കൂടുതൽ റൈറ്റിങ്ങിൽ കൂടുതൽ ഇരിക്കാറുണ്ട്. അതിൻ്റെ അകത്തുള്ള വാക്കുകളുടെ യൂസേജും പരിപാടിയൊക്കെ പുള്ളിക്ക് താല്പര്യമുണ്ട് ആ റൈറ്റിംഗ് സ്റ്റേജിലിരിക്കാൻ. റൈറ്റേഴ്സ് റാപ്പ് എങ്ങനെയാണ് സുഷിന്റെ? ഞാൻ 2 പേരുടെ പേര് പറയാം. വിനായക് ശശികുമാർ. വിനായക് എന്തായാലും കുറച്ചും കൂടെ എൻ്റെ ഒരു പ്രായക്കാരനാണല്ലോ. എൻ്റെ കാട്ടും ഇത്തിരി ഇളയതാന്നേ ഉള്ളൂ. എനിക്കൊന്ന് ഞാൻ താഴ്വാരം പാടുന്ന ടൈം മുതൽ എനിക്ക് വിനായകനെ അറിയാം. ആ ടൈമിൽ നീലാകാശത്തിൽ എഴുതാൻ വേണ്ടി വന്നപ്പം ഇങ്ങനെ ഒരു കോർണറിൽ ഇതുപോലെ റക്സട്ട് ഇവിടെ ഇരുന്ന് നോക്കിയാണെങ്കിൽ അവർ കോർണറിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു ചെറിയ ഡയറി ഉണ്ടായിരുന്നു. അതിന് ഇങ്ങനെ എഴുതുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇവനെ ആദ്യമായിട്ട് കാണുന്നത്. ഞാൻ അപ്പുറത്തെ റൂമിലിരുന്ന വോക്കെന്ന്. അപ്പം അന്ന് മുതലുള്ള ഇങ്ങനെ പരിചയമാണ്. കൂടുതലായിട്ട് റൈറ്റ് എഴുതിയത് ആക്ച്വലി അൻവർ അലിയും വിനായകായിട്ട് തന്നെയാണ്. എൻ്റെ കംഫർട്ട് സ്പേസ് ആണ് 2 പേരും. അപ്പം വിനായകായിട്ടുള്ള സാധനം കുറച്ചും കൂടെ രസമാണ്. അതിപ്പോ അൻവർക്കയുടെ അടുത്തും എനിക്കിപ്പോ പറയാം. അൻവർക്കനെ ആദ്യം കണ്ടപ്പോ ഞാൻ മറ്റേ അൻവർക്ക യു ആർ എ സീനിയർ എന്നുള്ള സാധനമായിരുന്നു. പക്ഷെ
ഇപ്പം എനിക്ക് അൻവർഖാൻ്റെ അടുത്ത് അങ്ങനെയല്ല. അതായത് ഓഫ് കോഴ്സ് ഐ റെസ്പെക്ട് ഹിം, പക്ഷെ നമ്മളുടെ തമ്മിലുള്ള വർത്താനൊക്കെ ഭയങ്കര ഭയങ്കര ഫ്രണ്ട്ലി പരിപാടിയായിട്ട് തന്നെയാണ് നമ്മൾ അത് പിടിക്കാറുള്ളത്. അപ്പം എങ്ങനെ ഇപ്രാവശ്യം ഒരു പാട്ട് കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞ അൻവർക്ക് കുറച്ച് യങ് ആയിട്ട് എഴുതണേന്നൊക്കെ പറയും. കുറച്ച് യങ് സോങ് ആണ്, ഇത്തിരി യങ് ആയിട്ട് അധികം കട്ടി വാക്കുകൾ തരുന്നത്. അതാണ് അൻവർഖാൻ്റെ എൻ്റെ പേടി എപ്പോഴും അതായിരുന്നു, മറ്റേ കട്ടിയാക്കി തരുമോ എന്നുള്ള സാധനം. പക്ഷെ പുള്ളിയുടെ ഒരു റൈറ്റിങ്ങിലുള്ള സാധനം ഭയങ്കര, പുള്ളിക്ക് അങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. അതായത് പുള്ളി ഭയങ്കര വിഷ്വൽസ് തരും പുള്ളിയുടെ റൈറ്റിങ്ങിൽ. പുള്ളി ഒരു സ്ഥലം ക്രിയേറ്റ് ചെയ്യും, പുള്ളി അതിൻ്റെ അകത്ത് കുറച്ച് ക്യാരക്ടേഴ്സിനെ കൊണ്ടിടും. അത് ഭയങ്കര രസമാണ് പുള്ളിയുടെ. രണ്ടുപേർക്കും രണ്ട് സാധനങ്ങളുണ്ട്, വിനായകനാണെങ്കിലും അൻവർക്കൊക്കെ ആണെങ്കിലും. അപ്പം എനിക്ക് ആവശ്യമുള്ള ആരാ ഞാൻ നോക്കും. എനിക്ക് ഈ പാട്ടിന് ചിലപ്പോൾ അൻവർക്ക ആയിരിക്കും, അല്ലെങ്കിൽ ഈ പാട്ടിന് ചിലപ്പോൾ വിനായകായിരിക്കും. അപ്പം അത് ഞാൻ ചൂസ് ചെയ്തിട്ട് പിടിക്കും. രണ്ടുപേരും അടിപൊളിയാണ്. ഇപ്പം റഫീഖാനും ഞാൻ ഒരു ട്രാക്കിൽ, അതും എനിക്ക് അടിപൊളിയായിട്ട് തോന്നി. ഇപ്പം ആകാശം പോലെ എന്ന് പറഞ്ഞ ട്രാക്കിൽ റഫീഖ എഴുതി, അതും നല്ല സ്പേസാണ്. ഇവൻ സന്തോഷ് വർമ്മ, പുള്ളി ഞാൻ റോസാപ്പൂലും മൊത്തം സന്തോഷ് വർമ്മ പുള്ളിയായിരുന്നു എഴുതിയത്. അങ്ങനെ കുറേ റൈറ്റേഴ്സിനെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ കൂടുതൽ ഉപയോഗിച്ചത് ഇവർ രണ്ടുപേരും, വിനായക് ശശികുമാരും അൻവർ അലി. ഓക്കെ, ഒരു ട്രാക്കും കൂടിയുണ്ട്. ഇതിലാണ് സുഷിൻ ചിരിച്ചത് അവസാനം. ഇതെന്റെ ഫേവറേറ്റ് ട്രാക്കാണ്. പല പാട്ടുകളും പല ടൈം എടുത്തിട്ടാണ്. ഈ പാട്ട് എനിക്കൊന്ന് ഏകദേശം ഞാനൊരു 1.5 ആഴ്ച എടുത്തു ഇതിലോട്ട് വരാൻ. പക്ഷെ ഭയങ്കര പ്രോഗ്രസിങ് ആയിരുന്നു ട്രാക്ക്, അതെനിക്കറിയാം. അതായത് നമ്മളൊരു ഏതൊരു ബോണി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് ഉണ്ട്, അപ്പം മറ്റേ ഈ ഊതെന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് വായിക്കും, ഊതോ രണ്ടും പറയാം. അപ്പം പുള്ളി ആ സാധനം കുറച്ച് ഗിറ്റാർസൊക്കെ ആയിട്ട് നമ്മളവിടെ ഒരു റൂമിലിരുന്നിട്ട് ഇങ്ങനെ ജാം ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ആദ്യം നമ്മൾ അതിൻ്റെ അകത്ത് ഒരു ഐഡിയ ഉണ്ടാക്കിയത് ടങ് ടാടാ ടങ് ടങ്, ആ ഒരു മെലഡി ആദ്യം ക്രിയേറ്റ് ആയി. അതവിടെ വെച്ചിട്ട് പിന്നെ ഇനി ഇതിൻ്റെ തല എങ്ങനെ ഉണ്ടാക്കും, ഇതിൻ്റെ വാലെങ്ങനെ ഉണ്ടാക്കും, അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് പിന്നെ ഞാനൊരു മെലഡി ട്രൈ ചെയ്ത് നോക്കി. ഞാൻ ഈ പാട്ട് ഉണ്ടാക്കി ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പക്ഷെ എനിക്കിത് കമേഴ്ഷ്യലി ഇത് വർക്കാവോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഈ സോങ്ങിൻ്റെ സ്ട്രക്ചർ കുറച്ച് വലിയൊരു സ്ട്രക്ചറാണ്. പാട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ട്രാവൽ ചെയ്യും, ഇങ്ങനെ പോയി 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 ഇങ്ങനെ പോകും. പക്ഷെ എനിക്ക് ആ പോക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് ഭയങ്കര ഒരു നെവർ എൻഡിങ് മെലഡി ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഒരു പ്രാവശ്യം മഹേഷിന് ഏകദേശം ഒരു റൗണ്ട് ആയപ്പോൾ ഞാൻ പുള്ളിനെ കേൾപ്പിച്ചു കൊടുത്തു. പുള്ളി കേട്ടിട്ട് ഇങ്ങനെ കണ്ണടച്ചിട്ട് മച്ചന ഹിറ്റാണ്. ഞാൻ പറഞ്ഞു ഹിറ്റൊന്നും അല്ല, ഹിറ്റാവോന്ന് എനിക്കറിയില്ല, പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചാൽ. അപ്പം പുള്ളി പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം പുള്ളിയാണ് അങ്ങനെ ഒരു തംസപ്പ് വന്ന ആ ട്രാക്കിൽ. പക്ഷെ എനിക്കും ട്രാക്കിൽ എന്തോ ഉണ്ടെന്നറിയാം, ഒരു ഇമോഷൻ എന്തോ കിടപ്പുണ്ട്. പിന്നെ അത് എഴുതിയപ്പോൾ കുറച്ചും കൂടെ അതിന് കുറച്ചും കൂടെ വിഷ്വൽ വന്നു. പുള്ളിക്ക് ആര് പാടിയതാ കേൾപ്പിച്ചു കൊടുത്ത്? ഞാൻ തന്നെ പാടിയത്. ഞാൻ ആദ്യം പാടിയ വേർഷൻ ഞാൻ പാടുമ്പോൾ കുറച്ചും കൂടെ ലോലാണ് ഈ ട്രാക്ക് വരാം. അങ്ങനത്തെ ഒരു പരിപാടിയിൽ അത് പാടിക്കഴിഞ്ഞ ദിവസം പിന്നെ നമ്മൾ ആരെ കൊണ്ട് പാടിപ്പിക്കണം എന്നൊക്കെ ആലോചിച്ച് അങ്ങനെ ചിത്രചേച്ചിയിലോട്ട് എത്തുന്നു. ഞാൻ ചെന്നൈയിലോട്ട് ചിത്രചേച്ചിൻ്റെ അടുത്തോട്ട് പോകുന്നു. ചേച്ചി 2 മണിക്കൂർ സാധനം പാടി ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടാണ് പരിപാടി കഴിഞ്ഞത്. ടപ്പേന്ന് പറഞ്ഞിട്ട് പരിപാടി ആയിരുന്നു. അതും എടുത്തിട്ട് ഞാൻ പോയി. ചിത്ര ചേച്ചി ഇത്തിരി ഹെക്ടിക്കാണ് ചിത്ര ചേച്ചിന്റെ ഷെഡ്യൂളൊക്കെ. അപ്പം ഇപ്പൊ ചിലപ്പോൾ എൻ്റെ റെക്കോർഡിംഗ് ആയിട്ട് അടുത്ത റെക്കോർഡിംഗ് അങ്ങനെ ചിലപ്പോൾ ഓർത്ത് വെക്കാൻ പോലും പറ്റണമെന്ന് നിർബന്ധമില്ല സെഷന്റെ കാര്യം. ചേച്ചി പാട്ട് ഇറങ്ങിക്കഴിഞ്ഞ് ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു, സുഷിൻ ഭയങ്കര നന്നായിട്ട് വന്നിട്ടുണ്ട്, ഭയങ്കര അടിപൊളിയുണ്ട്. 2-3 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് ഇതേപോലെ. ചിലപ്പോൾ മൈനസ് ട്രാക്കിന് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ചേച്ചി ഭയങ്കര ഹാപ്പിയായിരുന്നു. ചേച്ചി പലയിടത്തും ഞാൻ പാടുന്ന കേട്ടു. അതായത് പുള്ളിക്കാരി ആ പാട്ട് അത്ര ഇഷ്ടപ്പെട്ടിട്ടായിരിക്കുമല്ലോ ഒരു സ്ഥലത്ത് പോയി പാടണമെങ്കിൽ. എത്ര പാട്ട് പാടിയുണ്ട് ചേച്ചി. അപ്പൊ തീരമേ ചിലപ്പോൾ ഷോസിനൊക്കെ പോകുമ്പോൾ മറ്റേ ഇപ്പൊ എന്തെങ്കിലും ടോക്ക് ഷോ പോലത്തെ സാധനത്തിനൊക്കെ പോകുമ്പോൾ ചേച്ചി ആ പാട്ട് പാടുന്നൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാവും. നല്ല അടിപൊളിയാ. ചില ട്രാക്കുകൾ പറയും ഇതിലെ സുഷിന്റെ ഫേവറേറ്റ് പോർഷൻ ഒന്ന് അമ്മയാണ്. ഓക്കെ, ചിരാതുകൾ. മറ്റേ സാധനം പാരിലൊരു ഞാലെ അലയായിടാൻ വരാം നിന്നാകാശമായി അത്ര പേരെയുള്ള പോസ്റ്റ് എന്റെ ഫേവറേറ്റ് ആ ട്രാക്കിൽ. അടുത്ത് ആത്മാവേ പോ. ഇരയായി നാം തളരുകയായി തൊഴുതയ്യ കേഴുകയായി ആ സാധനം അതാണ്. ഒടുവിലെത്തിയായി ആ ലൈൻ തന്നെ. ആരും നാൾ വരെ നിന്നിലെ നിഴൽ പോലെ ഞാൻ. എനിക്ക് ആക്ച്വലി ആ ട്രാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി.
പാടണോ? ഒന്ന് സ്ട്രോങ് ആയിട്ട് പാടണം. വേണ്ട വേണ്ട വേണ്ട. പല ആൾക്കാരും അത് ഇത് എന്താണ് മറ്റേ നാർക്കോസ് ആണെന്നൊക്കെ പറയും. പക്ഷെ അത് വെറും ഒരു ബന്ധമില്ലാത്തൊരു റെഫറൻസ്. ആ ഒരു പല സാധനങ്ങളും ഓക്കെയാണ്. എനിക്ക് പല റെഫറൻസ് ഉണ്ട്. ഇപ്പം പർദീസൊക്കെ ആണെങ്കിൽ എല്ലാത്തിനും ഓരോ റെഫറൻസുകളുണ്ട്. പക്ഷെ അത് നാർക്കോസ് എന്ന് പറഞ്ഞത് ചുമ്മാ മറ്റേ ട്രിട്ട് കേട്ടിട്ട് അത് ആക്ച്വലി മെക്സിക്കൻ ട്രൂ ഡിറ്റക്റ്റീവ് ആയിരുന്നു ട്രൂ ഡിറ്റക്റ്റീവിന്റെ സോങ്ങിലുള്ള അതായിരുന്നു ആക്ച്വലി എന്റെ വൈബ്. ആ പാട്ട് കേട്ടപ്പോഴാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു വൈബിൽ ഒരു പരിപാടി പിടിക്കണമെന്നുള്ളത്. അപ്പം അഫ്കോഴ്സ് മെലഡി ഈസ് ഒറിജിനൽ. അതിൽ വേറെ അടിച്ചു മാറ്റലും കോമഡി ഒന്നുമില്ല. ഓക്കെ, കുറച്ച് സാധനങ്ങൾ പ്ലേ ചെയ്യാണ്ട്. ഓക്കെ, ഇത് കേട്ടിട്ട് സുഷിനിലെ മെറ്റൽ ഹെഡ് ഉണരുമോ എന്ന് നമുക്ക് നോക്കാം. അത് എനിക്ക് പാടാൻ പറ്റണം. ഞാൻ പിന്നെ സിംഗർ ആവില്ല. അതിന്റെ അതെനിക്ക് പാടാൻ പറ്റില്ല. ഡൗൺ ട്രോഡൻസിന്റെ ശിവ എന്ന് പറയുന്ന ട്രാക്കാണിത്. ഡൗൺ ട്രോഡൻസിന്റെ സുഷിന്റെ ഈ ഫേസ് ചിലപ്പോൾ പലരും കണ്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ചിലർക്കെങ്കിലും അറിയാത്തവരുണ്ടാവും. ഒരു മെറ്റൽ ഹെഡായ സുഷിനെ കുറിച്ച് പറഞ്ഞു തരുമെങ്കിൽ. മെറ്റൽ ഹെഡ് ഉണ്ടാ ഉള്ളിലുണ്ടോ? പ്രായത്തിന്റെ ആയിരുന്നു. വിട്ടുവരുന്നൊന്നുമില്ല. മെറ്റൽ ഹെഡ് ആണോന്ന് എനിക്കറിയില്ല. ഞാൻ ഒരിക്കലും അങ്ങനെ ഞാൻ മെറ്റൽ ഹെഡാന്നൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് TDTന്റെ കൂടെ ഞാൻ അതായത് കമ്പോസിഷൻ ഇരിക്കുന്നതും മെയിൻ ആയിട്ടുള്ള സംഭവം ആ 6 പേരായിട്ടുള്ള കണക്ഷനാണ്. എനിക്ക് ആ 6 പേരും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് തന്നെയാണ്. ഇപ്പം അത്ര ടൈമുമായിട്ട് എനിക്കിപ്പോഴും ആരാണ് ഇപ്പോഴും ഫ്രണ്ട് ആയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഈ 6, അത് ഞാനടക്കമുള്ള 6 പേരാണ്. വിത്ത് മാനേജർ സംഗീതാണെങ്കിലും നമ്മൾ എല്ലാവരും തമ്മിലുള്ളൊരു ബോണ്ട് ഭയങ്കര അടിപൊളിയാണ്. അത് ഇപ്പം ബാൻഡ് എത്ര കാലം ഉണ്ടാവും എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ നമ്മൾ തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് ചിലപ്പോൾ ബാൻഡ് കാരണമായിരിക്കും നമ്മളിപ്പോഴും ഒരുമിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും അടിപൊളിയാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന മ്യൂസിക്കും നമ്മൾ തമ്മിൽ ഒരുമിച്ചുണ്ടാവുന്ന ടൈമിലുള്ള എനർജിയും ആ വൈബും ആക്ച്വലി ഭയങ്കര രസമാണ്. സ്റ്റിൽ കണ്ടിന്യൂ. ഞാൻ ഇപ്പൊ ബാംഗ്ലൂർ പോകുമ്പോഴും നേരെ ഇവരെ വീട്ടിൽ തന്നെയാണ് പോയി ലാൻഡ് ചെയ്യുന്നത്. ഞാൻ പിന്നെ എയർബിഎൻബി എടുക്കാൻ നിൽക്കില്ല. മുൻസിന്റെ വീട്ടിലോട്ട് പോകും. അവിടെ എനിക്ക് റൂം എപ്പോഴും റെഡിയാണ്. അപ്പൊ അവിടെ പോയി നിൽക്കും 2-3 ദിവസം. ഞാൻ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വന്നേ. ഇപ്പോഴും നമ്മളെ സെക്കൻഡ് ആൽബത്തിനെ പറ്റിയുള്ള കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. പക്ഷെ എല്ലാവരും ഇത്തിരി തിരക്കാണ്. എല്ലാവരും അവരവരുടെ ജീവിതമായിട്ട്. നമുക്ക് ആ ടൈമിൽ കുറച്ച് അധികം സമയം ഉണ്ടായിരുന്നു. നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ഫുൾ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള സമയമുണ്ട്. കാരണം റെസ്പോൺസിബിലിറ്റീസ് കുറവായിരുന്നു ജീവിതത്തിൽ. ഇപ്പൊ എല്ലാവർക്കും അതിൻ്റെതായ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ജീവിത തിരക്കുകൾ കാരണം ബാൻഡിന്റെ പ്രോഗ്രസ് ഇത്തിരി താഴോട്ടാണ്. പക്ഷെ അത് നമ്മൾ ഓണാക്കും. 8 വർഷത്തിന് ശേഷമാണെന്ന് തോന്നുന്നു. കുറെ വർഷത്തിന് ശേഷം ഒരു 8 വർഷമായി. അതിപ്പോഴെല്ലാരും നമ്മളെ ഗ്രൂപ്പിൽ ഇങ്ങനെ കണക്ക് പറയുന്നുണ്ട്. ഇതിന്ന് ആഡാന്ന് എനിക്ക് ലൈവായിട്ട് പെർഫോം ചെയ്തു. NH7 ഒക്കെയാന്ന് തോന്നുന്നു ലാസ്റ്റ് പെർഫോം ചെയ്തത്. ഇപ്പൊ എനിക്ക് എന്തായാലും ഒരു കൊല്ലത്തിന് മുകളിലായി പെർഫോം ചെയ്തിട്ട്. പിന്നെ എനിക്ക് അധികം ഇപ്പൊ ഇനി പുതിയ സോങ്സ് ഒന്നും ഇല്ലാണ്ട് ഇപ്പൊ അടുത്ത് പെർഫോം ചെയ്യണ്ടെന്ന്. പിന്നെ എനിക്ക് ഇത്തിരി ലൗഡ് മ്യൂസിക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ഇപ്പം പെർഫോം ചെയ്യുന്നതില്. അപ്പം കാരണം നമ്മൾ ഇന്നേഴ്സ് ഒക്കെ വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പം ഇത്തിരി റെസ്റ്റ് കൊടുത്തിട്ട് പതുക്കെ പിടിക്കാന്നുള്ളൊരു ഐഡിയയിൽ വെക്കാം. ഒരു കാലത്ത് കീബോർഡ് വായിച്ച് വിരലുകളിൽ ചോര പൊടിഞ്ഞിരുന്നു. സത്യം, ഞാൻ ചോര പൊളിഞ്ഞ വേറെ ഷോ ഇല്ല. കാരണം ഞാൻ ആ ടൈമിൽ ഒരുപാട് മറ്റേ ഇങ്ങനെയൊക്കെ പ്ലേ ചെയ്യും. മറ്റേ ആവേശം കാരണമാണ്. ഇത്രയൊന്നും ആവേശത്തിന്റെ ആവശ്യമില്ല. ആ ടൈമിൽ ആവേശം കാരണം ഇങ്ങനെ വായിക്കുന്നു. പിന്നെ എന്തൊക്കെയോ ഞാൻ ചെയ്യും ആ ടൈമിൽ. പിന്നെ മുടിയും ഉണ്ട്. പിന്നെ ഫുൾ മറ്റേ ഷോ റൺ ചെയ്യുമ്പോഴേ വേറൊരു എനർജിയാണ്. കാരണം മെറ്റലും കൂടെ ആയതുകൊണ്ട് അങ്ങനെ ഒരു ഇത്തിരി അഗ്രസീവ് സാധനമാണ്. വേറെ വൈബാണ്. ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. ഇപ്പൊ ആണെങ്കിലും ചെയ്യും. പക്ഷെ കുറച്ച് റെസ്റ്റ് ഇത്തിരി. 8 വർഷം മുന്നേ 2014 TDT നിങ്ങളുടെ ബാൻഡ് റോളിംഗ് സ്റ്റോൺ മെറ്റൽ അവാർഡ്സിൽ 13 നേടിയ ബാൻഡായിരുന്നു. അന്നത്തെ നിങ്ങളുടെ ഡ്രീംസ് എന്തായിരുന്നു? കാരണം എല്ലാവരും കമന്റ് ചെയ്യുന്നത് നിങ്ങൾ ഇന്റർനാഷണലി പോകണം, ഇന്റർനാഷണൽ ലെവലിലുള്ള ബാൻഡാണെന്നൊക്കെയാണ് കമന്റ് ചെയ്തുകൊണ്ടിരുന്നത്. മറ്റുള്ള അവാർഡിൽ ഒരു അവാർഡ് പോലും കിട്ടും നമുക്ക് വലിയ ഉറപ്പൊന്നുമില്ല. പക്ഷെ എന്നാലും ഞാനും നമ്മുടെ ഡ്രമ്മർ ഗണേശൊക്കെ കൂടെ അഥവാ നമ്മൾ ഫ്ലൈറ്റിൽ വരുമ്പോൾ ഇങ്ങനെ അഥവാ നിനക്ക് അവാർഡ് കിട്ടാണ് ബെസ്റ്റ് ഡ്രമ്മറിന്. അപ്പം എന്താണ് അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചത് നിനക്ക് ഇനിയിപ്പോ കിട്ടാണ് നീ എന്താ പറയുക. നമ്മളിങ്ങനെ ചുമ്മാ ഒരു ലാപ്ടോപ്പ് ഇങ്ങനെ വെൽ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു ചുമ്മാ ടൈപ്പൊക്കെ ചെയ്ത് വെക്കുക. സാധനം കിട്ടുന്നു. എനിക്കും അടിച്ചില്ല, അവനും അടിച്ചില്ല. കീബോർഡ്സൊക്കെ വേറെ ആരൊക്കെ ഉണ്ട്. ബാക്കിയുള്ള 8 അവാർഡും എല്ലാത്തിനും നമ്മളെ പേര് തന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മറ്റേ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള മനസ്സിലായില്ല. ഇത്തിരി ഷോക്കായിരുന്നു. പക്ഷേ ആ ഒരു ടൈമിൽ പക്ഷെ നമുക്കതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. റോളിംഗ് സ്റ്റോൺ മെറ്റൽ അവാർഡ് 8 കിട്ടാന്നൊക്കെ പറഞ്ഞപ്പോഴേ എല്ലാവർക്കും ചെറിയൊരു നോട്ടമൊക്കെ ഉണ്ടായിരുന്നു. എന്താടാ 8 കുറച്ചൊക്കെ അടിച്ചാൽ പോരെ.
പക്ഷേ ഫണ്ണായിരുന്നു. അതായിരുന്നു നമുക്ക് എനിക്കും നമ്മുടെ ഒരു ഹൈ ടൈം എന്നുള്ളൊരു സംഭവം ആ ടൈമിൽ. കാരണം ഫുൾ ടൈം എല്ലാവരും ബാൻഡിലുണ്ട്, ഇപ്പൊ സമയമില്ല. അന്നത്തെ കളക്റ്റീവ് ഡ്രീം എന്തായിരുന്നു ആസ് എ ബാൻഡ് TDTയുടെ? നമ്മൾ ഇപ്പോഴും നമുക്ക് കളക്റ്റീവ് ഡ്രീംസ്, മൂൺ ഷോട്ട് ഐഡിയാസ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ലിസ്റ്റുകളുണ്ട്. നമുക്കൊരു 80 ലിസ്റ്റൊക്കെ ഉണ്ടാവും. ഇവരെ കൂടെ ചെയ്യണം, അവിടെ ചെയ്യണം, ഇത് ചെയ്യണം, കുറെ നമുക്ക് അങ്ങനത്തെ കുറെ ഐഡിയാസ് ഇങ്ങനെ സാധനമുണ്ട്. ഒന്നും പുറത്തു കിട്ടിട്ടില്ല, പക്ഷെ അങ്ങനെ കുറെ ഐഡിയാസ് ഇപ്പോഴും ഉണ്ട്. ചില ആർട്ടിസ്റ്റായിട്ട് കൊളാബറേറ്റ് ചെയ്യണം, അങ്ങനത്തെ കുറെ ഐഡിയ ഉണ്ട്. ബാക്കിയുള്ള ബാൻഡ് മെമ്പേഴ്സ് സുഷിന്റെ മ്യൂസിക്കിൽ ഇൻവോൾവ് ആണോ? മ്യൂസിക് ജേണലിൽ സിനിമ മ്യൂസിക്? നസർ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നസർ എൻ്റെ കൂടെ കുറച്ചു കാലം വർക്ക് ഉണ്ടായിരുന്നു. നസർ ഇപ്പം ഇൻഡിപെൻഡന്റ് ആയി. അടിത്തട്ട് എന്ന് പറഞ്ഞ പടമൊക്കെ അവനത്. പിന്നെ ബാൻഡില് വരുണും ഗിറ്റാറ് ഒരു ടൈം വരെ. അവൻ ഇപ്പം സ്കൂളൊക്കെ ട്രിൽ റൂട്ട് എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂരിൽ ഒരു സ്കൂൾ നടത്തുക. അവിടെ ഇപ്പം ഏകദേശം അത്യാവശ്യം 300-400 സ്റ്റുഡൻസ് ഉണ്ട്. വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടായി മാറി. അപ്പം അതിന് മുമ്പ് ഇവന് എന്നെ ഒക്കെ പോലെ തന്നെ എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് നടക്കുന്ന ഒരു ടൈമിൽ ഇവൻ ഗിറ്റാറും എടുത്തിട്ട് ചെന്നൈയിൽ എൻ്റെ കൂടെ നിന്നുണ്ട് കുറച്ചു കാലം. അപ്പൊ അവൻ ഈ പറഞ്ഞ പോലെ ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്ന സ്ഥലത്തൊക്കെ ഇവനെ സെഷൻ ഗിറ്റാറിസ്റ്റ് ആയിട്ട് ഞാൻ വിളിക്കും. അപ്പം അവനിങ്ങനെ ഡെയിലി പേയ്മെന്റ് എന്നുള്ള പോലെയൊക്കെ ചെയ്ത്. പക്ഷെ അവൻ അവിടെ ഒന്നും അത്ര ഹാപ്പിനെസ് കണ്ടില്ല. അവൻ ഇവിടെ ഒന്നും വേണ്ട, വേറെ എന്തെങ്കിലും ചെയ്യാന്നൊക്കെ പറഞ്ഞ് അവൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് നിൽക്കുക. അങ്ങനെ അവൻ തിരിച്ച് അവന്റെ പരിപാടിയിലോട്ട് മൂവ് ഓൺ ചെയ്ത്. എന്തായാലും അവൻ ഇപ്പം ഈ പരിപാടി തുടങ്ങി തന്നെയാണ് അവന് ബെസ്റ്റ് സംഭവം. അടിപൊളി ബിസിനസ് മാൻ ആയി. ഇപ്പം ബാൻഡ് മെമ്പേഴ്സ് നിങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യാറുണ്ട്, ഇടയ്ക്ക് ഫോട്ടോസ് ഒക്കെ കാണാറുണ്ട്. അപ്പൊ അവര് സുഷിന്റെ മ്യൂസിക് ജേർണിയിൽ ഫീഡ്ബാക്സ് അറിയിക്കാറുണ്ടോ? നിങ്ങൾ ഗ്രൂപ്പിൽ നിങ്ങൾ കമന്റ് ചെയ്യോ? മുൻസാണ് എന്റെ ഏറ്റവും വലിയ ക്രിട്ടിക്. അവൻ മോശമാണെങ്കിൽ വളരെ മോശമായിട്ടുണ്ടെന്ന് പറയും, നല്ലതാണെങ്കിൽ അതിന്റെ എക്സൈറ്റ്മെന്റും കാണിക്കും. മുൻസാണ് ഏറ്റവും കൂടുതൽ തരുന്നത്. ബാക്കി എല്ലാവരും അപ്പം ഗണേഷ് ഇപ്പൊ ഡ്രമ്മറും അവനും ഇതേപോലെ ഇടയ്ക്ക് എന്തെങ്കിലും സാധനങ്ങൾ നല്ലതൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറയും. പക്ഷെ മുൻസ് തന്നെയാണ് ഇതിന്റെ മെയിൻ. അവൻ പടം കണ്ടു, അവൻ ഓരോ സീൻസ് എടുത്തിട്ട് പറയും. എനിക്ക് ഇഷ്ടം അത് കേൾക്കാൻ. മുൻസിന്റെ റിവ്യൂ, അതായത് ഫോണിലുള്ള റിവ്യൂ, അവൻ മറ്റേ യൂട്യൂബിൽ ഇടുന്നില്ല എന്നല്ല. പക്ഷെ അവൻ ഇങ്ങനെ നീ അവിടെ ചെയ്തത് ആ സാധനം, ഈ സാധനം എന്നൊക്കെ പറഞ്ഞിട്ട് അതെങ്ങനെയാ നീ ആലോചിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് രസമാണ്. ഒരു 3/4 മണിക്കൂർ പോകുന്ന കോൺവെർസേഷൻസ് ഒക്കെ ഉണ്ടാവും. അതാണ് ബാൻഡുമായിട്ടുള്ള ഒരു കണക്ഷൻ. ഒരു ട്രാക്ക് കേൾപ്പിക്കാം. ഇത് കേൾക്കുമ്പോ എന്താ ഓർമ്മ വരുന്നതെന്ന് പറയണം. മെറ്റാലിക്ക പണ്ട് മുതൽ ഈ പറഞ്ഞ പോലെ നമ്മൾ TDTനെ മീറ്റ് ചെയ്യുന്നതിന് മുമ്പേ മെറ്റാലിക്ക ഉണ്ട്. അതായത് നത്തിങ് എൽസ് മാറ്റേഴ്സിലാണ് നമ്മൾ എല്ലാവരും ഗിറ്റാർ പ്ലക്ക് ചെയ്യാൻ തുടങ്ങിയത്. കാരണം ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് തുടങ്ങാൻ പറ്റുന്ന ഒരു സാധനം മെറ്റാലിക്ക. അപ്പം അതിൻ്റെ അകത്തുള്ള എനിക്കൊന്ന് അവിടെ നിന്നൊക്കെയാണ് ഈ മെറ്റൽ ബാൻഡിലോട്ട്. എന്ത് മെറ്റലാന്ന് അറിയില്ല, ട്രാഷ് മെറ്റൽ എന്ത് മെറ്റലാന്ന് എനിക്കറിയില്ല, ഹെവി മെറ്റൽ എന്ന് പറയാം. അപ്പം ഈ പാട്ട് എന്ന് പറയുമ്പോൾ നമ്മളിതൊരു ഷോന് മാസ്റ്ററിന് പകരം B ആയിപ്പോയി. അപ്പം B ആയിപ്പോയതല്ല, കേട്ടത് അങ്ങനെയാണ്. നമ്മൾ അപ്പൊ TDT എന്ന് പറയുന്ന ഒരു സാധനം. അപ്പൊ എൻ്റെ കയ്യിലൊരു ആക്സെന്റ് കാറുണ്ട്. എനിക്ക് ആ ടൈമില് അമ്മ ഇങ്ങനെ കുറച്ച് പൈസയൊക്കെ ഇട്ട് തന്നിട്ട് എനിക്ക് ആ ടൈമിൽ ഞാൻ എന്താ വേറെ ഒന്നും ചെയ്യുന്നൊന്നുമില്ല, എനിക്കൊരു കാറ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ സെക്കൻഡ് ഹാൻഡ് കാറൊക്കെ, ഒരു മണ്ടൻ കാറ്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഒരു കടയിൽ പോയിട്ട് ചേട്ടാ ഒരു കാറ് എന്ന് പറഞ്ഞ പോലത്തെ ഷോപ്പിംഗ് ആയിപ്പോയി. അതായത് ഒരു ഐഡിയ ഇല്ല. വണ്ടി നമ്മൾ ഇത്രയും പൈസയും കൊടുത്തൊരു സാധനം എടുക്കുമ്പോൾ പുള്ളി എനിക്ക് എന്തോ ഒരു അവിടെ നിന്ന് മൂവ് ചെയ്യാത്ത ഏതോ ഒരു പൊട്ട വണ്ടി തന്നിട്ട് ഇത് ബെസ്റ്റ് കാർ. അപ്പൊ ഒരു വൈറ്റ് ആക്സെന്റ് കൊള്ളാം. അപ്പൊ ഇത് എടുത്തിട്ട് നമ്മള് പോയി. ലൈസൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ആ വണ്ടീന്റെ മുകളിലൊക്കെ ഞാൻ മറ്റേ ഫ്രണ്ടില് മറ്റേ ഡൗൺ ടോളൻസിന്റെ വലിയ ലോഗോ ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട്, മറ്റേ വിനായക സാധനം. ഇതും എടുത്തിട്ടാണ് നമ്മൾ ഈ ഷോന് പോകുന്നത്. ഈ വണ്ടി ഒരു അരമണിക്കൂർ ഓടിയതിനു ശേഷം വണ്ടി ഒന്ന് നിന്ന് പോകും. അങ്ങനത്തെ ഒരു വണ്ടി. ഇടയ്ക്ക് ബാക്ക് ഫുൾ പുക, ഫുൾ ബാൻഡ് അതിൻ്റെ അകത്തുണ്ട്, പുകയൊക്കെ വരും. എങ്ങനെയൊക്കെയോ ഈ സാധനം അവിടെ എത്തിച്ച്. അങ്ങനെ കോളേജ് പറയണ്ട, പക്ഷെ വരുണ് പഠിച്ച ഏതൊരു കോളേജാ അപ്പൊ തന്നെ പഠിച്ചോ. എനിക്കൊന്ന് വിമൽ ജ്യോതി, കണ്ണൂർ. അവിടെ അപ്പം ഇങ്ങനെ ഈ മാസ്റ്റർ അവര് കേട്ടത് ചെറുതായിട്ട് മാറിപ്പോയി. അപ്പൊ തന്നെ അവര് പരിപാടി നിർത്താൻ പറഞ്ഞ് പ്രിൻസിപ്പളൊക്കെ വന്ന് നമ്മൾ ഇതങ്ങ് ഓഫ് ചെയ്തു, മിക്സർ ആദ്യം അങ്ങ് ഓഫ് ചെയ്തു. പിന്നെ നമ്മൾ പാടുന്നൊന്നും പുറത്ത് തരുന്നില്ല, നടക്കൂല, പരിപാടി നടക്കില്ല, ഓക്കെ യു ലീവ് എന്നൊക്കെ പറഞ്ഞു. അപ്പം മുൻസ് ഫിംഗറിൽ കുറെ സാധനമൊക്കെ കാണിച്ചിട്ട് അവിടെ നിന്ന് ഫുൾ ആറ്റിറ്റ്യൂഡിൽ ഇറങ്ങിയത്. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ പോയി. നമുക്ക് പൈസ തന്നോ ഇല്ലയോ എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല, പൈസ തന്നു തോന്നുന്നു. നമ്മളെ പരിപാടി നിർത്തിച്ച്. കാരണം നമ്മളെല്ലാം പാടും, റോക്കോടും പാടും, ഇതും പാടും, അതും പാടും, എന്തും പാടും എന്നുള്ളൊരു ടൈമായിരുന്നു. അപ്പൊ ഡൗൺ ട്രോഡൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വലിയൊരു ബ്രാൻഡായിട്ടൊന്നുമില്ല.
ഒറിജിനൽസ് ഇറങ്ങിയിട്ടില്ല. ഒറിജിനൽസ് ഒറ്റ സോങ് എന്തേ ഉള്ളൂ, ഡെത്ത് വാനിറ്റി അങ്ങനത്തെ ഒരു സോങ്ങേ ഉള്ളൂ. ബാക്കിയൊക്കെ ഇങ്ങനത്തെ എല്ലാ സാധനവും കോളേജ് പരിപാടിയല്ലേ, അവിടെ എത്ര മെറ്റൽ വായിക്കും. അപ്പൊ നാട്ടിലത്തെ കോളേജിൽ നമ്മള് വേറൊരു കോളേജിൽ പോയപ്പോ ഇങ്ങനെ ഓടിച്ചിട്ടുണ്ട്, നമ്മള് അറ്റാക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് കുറച്ച് ആൾക്കാർ, നാട്ടുകാര്. എന്തിന് എന്തോ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലേ ജോണർ മൊത്തത്തില്, അകത്തെന്തോ പരിപാടി മറ്റേ അങ്ങനെ. നമ്മള് കാറിന്റെ ബാക്കിൽ തന്നെ മറ്റേ സാധനമൊക്കെ എടുത്ത് എറിഞ്ഞ് നമ്മൾ ഓടിയുണ്ട് അവിടെ നിന്ന് ട്രെയിനിൽ. പല എക്സ്പീരിയൻസും ഉണ്ട്. മാസ്റ്റർ പപ്പറ്റ്സ് പാടിയപ്പോ ഇറങ്ങി പോകേണ്ടി വന്നു അവസാനം പ്രതിഷേധിച്ച്. അതൊക്കെയല്ലേ മെറ്റൽ. അതെ. ഓക്കെ, ഒരു ഹെവി സാധനം ഉണ്ട്. ഇതാണ് അവസാനത്തെ സാധനം ഇന്ന് ഞാൻ പ്ലേ ചെയ്യുന്നത്, ശ്രദ്ധിച്ചു കേൾക്കണം. ഇതിന്റെ കഥ അറിയോ? കേൾപ്പിക്കുന്നുണ്ട് സുഷിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലല്ലോ, ഇല്ലല്ലോ. ഞാൻ ഭയങ്കര പ്രൗഡാണ്. പിള്ളേർക്ക് ഇപ്പോഴും എക്സൈറ്റ്മെന്റ് തോന്നിക്കുന്ന എന്റെ വേറൊരു പാട്ടൊന്നുമില്ല. ആക്ച്വലി ഇത് നമ്മള് റാൻഡം ജാമില് ഉണ്ടായ ഒരു വീഡിയോ ആണ്. അന്ന് പ്രാക്ടീസോ ഒരു പരിപാടി അല്ലാണ്ട് നമ്മള് ചുമ്മാ ഒരു ഗിറ്റാർ എടുത്തിട്ട്, ഇവിടെയാണ് ആക്ച്വലി ഇവര് താമസിച്ചുകൊണ്ടിരുന്ന ഹോസ്റ്റലാണ് ഇത് ആക്ച്വലി. അതായത് താവരക്കരയില്, ബാംഗ്ലൂര് താവരക്കരയിൽ ഒരു ഹോസ്റ്റലിൽ നമ്മള് സ്ഥിരം ഈ ബാൻഡ് പരിപാടി സാധനമൊക്കെ ആയിട്ടിരുന്നു. നമ്മള് വൈകുന്നേരം എന്തെങ്കിലും ചില്ലിങ്ങിന്റെ ഇടയിൽ ചുമ്മാ ഇങ്ങനെ ഗിറ്റാർ എടുത്തിട്ട് ഞാൻ സ്ട്രം ചെയ്യുന്നു, നസർ പാടുന്നു. വീഡിയോ എടുക്കുന്നത് മുൻസാണ്. മുൻസിന്റെ ഇതിനെ കൊണ്ടാണ്. ഇത് ഏത് വർഷമാണോ അപ്ലോഡ് ചെയ്തത്? എന്തായാലും 2010-11 ഒക്കെ ആയിരിക്കും, ആ ടൈമൊക്കെ ആയിരിക്കും. അപ്പൊ ചുമ്മാ. പക്ഷെ ഈ കക്കൂസ് പോയി എന്നുള്ള ഒരു വേറൊരു പാട്ടുണ്ട്, പണ്ട് വേറെ ചേട്ടന്മാർ ഇങ്ങനെ ഈ സെയിം ലിറിക്കുള്ള ഒരു സാധനം ഉണ്ട് മറ്റേ, പക്ഷെ മെലഡി ഒന്നുമില്ല, ഇങ്ങനെ ഒരു സാധനം. അത് കേട്ടിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു ലിറിക്സ് സാധനത്തിൽ നമുക്കൊരു ചുമ്മാ ഒരു ജാം ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ജാം ചെയ്ത്, ഇവൻ അപ്പം ഉണ്ടാക്കിയ വാക്കുകളാണ് മറ്റേ സിറ്റ് പോയി നോക്കി അപ്പം മുന്നോന്റെന്നൊക്കെ പറഞ്ഞ സാധനം. ഇത് ചുമ്മാ ഇങ്ങനെ പാടുന്നത്. പിന്നെ നമ്മൾ കോറസ് റിപ്പീറ്റ് ചെയ്യുന്നു, ഫുള്ള് എനർജി ആയി ഇവന്റെ ബാക്കിൽ നിന്ന് തെറിയും വിളിക്കുന്നുണ്ട് മുൻസ്. കാരണം ഇവന്റെ ഇതിനെ കൊണ്ടാണല്ലോ നമ്മൾ പറയുന്നത് മുൻസിന്റെ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ അവൻ ബീപ്പ് ചെയ്തിട്ടുണ്ട്, സെൻസർ ചെയ്തിട്ടുണ്ട്. അന്നേ സെൻസർ എന്നിട്ടാണ് നമ്മളത് ഇറക്കിയത്. എന്നിട്ട് പക്ഷെ അത് ഇപ്പൊ അടുത്താണ് ഇത് ആരൊക്കെയോ കുത്തിപ്പൊക്കിയത്. അപ്പിപ്പാട്ട് എന്ന് പറഞ്ഞിട്ട് സാധനം വീണ്ടും വൈറലായി. പണ്ടും വൈറലായിരുന്നത്. പക്ഷെ ഇപ്പൊ എന്റെ ചെറിയ പിള്ളേരൊക്കെ സിനിമയിൽ ഇറക്കോ, കുട്ടി പിള്ളേരൊക്കെ എന്നെ കാണുമ്പോ ചേട്ടാ ചേട്ടാ അപ്പിപ്പാട്ട് സൂപ്പർ എന്നൊക്കെ പറയും. അപ്പൊ ഓ അപ്പൊ അതൊക്കെയാണല്ലേ, അതാണ് കണ്ടന്റ്. 3 വയസ്സില് ഹാർമോണിയത്തിന്റെ കീ തല്ലി പൊളിച്ച കുട്ടിയായിരുന്നു. അപ്പൊ അച്ഛനായിരുന്നു ഗുരു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അച്ഛൻ ഇപ്പൊ ഭയങ്കര കീനായിട്ട് ഒബ്സർവ് ചെയ്യാണ്ട് ഓരോ വർക്ക് കഴിയുമ്പോഴും. എന്നിട്ട് അച്ഛന്റെ ഫീഡ്ബാക്ക് എങ്ങനെയാണ്? ഫാദർ ആസ് എ ഗുരു പുള്ളി ഇപ്പൊ എങ്ങനെയാ? പാട്ടുകൾ എന്തെങ്കിലും ഇപ്പൊ തീരമ്മയൊക്കെ അയച്ചു കൊടുത്തപ്പം അയച്ചു കൊടുക്കും. അതായത് ഇറങ്ങുന്നതിന് മുമ്പേ എന്താണ് നീ ഇപ്പൊ ഏതാ പുതിയ പാട്ടൊക്കെ ചെയ്യുന്നത്, ഇങ്ങനെ ഒരു സാധനമുണ്ട് അയച്ചാ. അപ്പൊ ചില പാട്ടുകൾ എനിക്കറിയാം പപ്പക്ക് കേട്ടാ വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പം ഭയങ്കര പർദീസ പോലത്തെയോ അല്ലെങ്കിൽ നീ പോലത്തെയോ ട്രാക്കൊക്കെ ചിലപ്പോൾ ഭയങ്കര ഇലക്ട്രോണിക്കും അധികം ചെറിയ മെലഡീസ് ഒക്കെ ഉള്ള സാധനമൊക്കെയാണ്. അപ്പൊ പപ്പനെ എക്സൈറ്റിംഗ് ആക്കുന്ന സാധനം എന്തൊക്കെയാന്ന് എനിക്കറിയാം. അപ്പൊ അങ്ങനത്തെ സാധനം എന്തെങ്കിലും പപ്പക്ക് കേൾക്കാനുള്ള സാധനം ഉണ്ടെങ്കിൽ ഞാൻ അയച്ചു കൊടുക്കും. തീരമ്മയ്ക്ക് അയച്ചു കൊടുത്ത പപ്പ ഭയങ്കരമായിട്ട് ഇങ്ങനെ കുറെ നേരം ഇങ്ങനെ കേട്ടിരുന്ന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി ഏകദേശം ആ ഒരു ക്രൗഡിന് പരിപാടി വർക്കാവുന്ന സാധനമാണ്. എത്രത്തോളം പുതിയ ഇപ്പൊ എന്റെ ഞാൻ അത്ര യങ്ങല്ലല്ലോ, എന്നാലും ഇപ്പൊ ചെറിയ പ്രായക്കാർക്ക് ഇത് എങ്ങനെ വെക്കാവുന്നുള്ളതിലൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ എപ്പോഴോ ഇത് ഇറങ്ങിയപ്പോൾ കുറെ പേര് ഇങ്ങനെ കരഞ്ഞിട്ടൊക്കെ സ്റ്റേറ്റസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ മനസ്സിലായി ചെറിയ ക്രൗഡിനും ഓക്കെയാണ്, വലിയ ക്രൗഡിനും ഓക്കെയാണ്. അപ്പൊ പപ്പ അങ്ങനെ ഭയങ്കരമായിട്ട് ഫീഡ്ബാക്ക് തരുന്ന ഒരാളാണ്. ഇപ്പൊ ഞാൻ തമ്പീരാൻ ചെയ്യുമ്പോഴും പപ്പനെ ഞാൻ വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്, അപ്പൊ ഇങ്ങനെ പുള്ളുവാൻ പാട്ടിന്റെ ടൈപ്പ് പരിപാടികൾ എങ്ങനെയാ, അങ്ങനത്തെ കുറച്ച് ചില ഡൗട്ട്സ് ഒക്കെ ചോദിക്കും. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി ഇപ്പോഴും ഭയങ്കര എക്സൈറ്റഡ് ആണ്, പുള്ളിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു. പപ്പയുടെ ഒരു പാട്ട് 2 പാട്ടുണ്ട് പഴയ ഡിവോഷണൽ സോങ്, അത് എപ്പോഴെങ്കിലും എൻ്റെ അടുത്ത് ചെയ്തു കൊടുക്കാൻ പറഞ്ഞു. എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ അത് എങ്ങനെ മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്ത് എങ്ങനെ ഇരിക്കണം എന്ന് പപ്പക്ക് കേട്ടാ കൊള്ളാന്നുണ്ട്. എപ്പോഴെങ്കിലും ഇപ്പൊ അടുത്ത് ചെയ്തു കൊടുക്കണം. കുറച്ച് കാലമായിട്ട് എൻ്റെ ബാക്കിൽ കിടക്കാം. അപ്പൊ അങ്ങനെ പപ്പക്ക് ഇപ്പം എനിക്കൊന്ന് ഇപ്പം കുറെ ഫ്രീ ടൈം ഉള്ളതുകൊണ്ട് പപ്പക്ക് അവിടെ കുറച്ച് ഇങ്ങനത്തെ ചില പഴയ റാഫി സോങ്സ് പരിപാടിയും സാധനമൊക്കെ ആയിട്ട് ഇങ്ങനെ അവരൊരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അവര് ഇടയ്ക്ക് പെർഫോമൻസ് ഒക്കെ ചെയ്യാറുണ്ട്. ഇപ്പോഴും പപ്പ കണ്ടക്ട് ചെയ്യും, പ്ലേ ചെയ്യാറില്ല അധികം, ഇടയ്ക്ക് പ്ലേ ചെയ്യും. ഒരു പ്രൗഡ് മ്യൂസിഷ്യൻ ഫാദർ ആണ്. അപ്പം ഉറപ്പായിട്ടും പപ്പയുടെ മ്യൂസിക് ഇല്ലെങ്കിൽ എനിക്ക് വേറെ ഒരു സൈഡിൽ നിന്ന് മ്യൂസിക് വരാൻ സാധ്യതയില്ല. അവിടെ തന്നെയാണ്
വന്നത്. പുള്ളി ഹാപ്പിയാണ് ഞാൻ ചെയ്യുന്ന പരിപാടിയിൽ. പക്ഷെ അമ്മയാണ് ദീപക് ദേവ് ചേട്ടൻ്റെ അടുത്ത് കൊണ്ടുവന്നത്. അമ്മ ഭയങ്കരമായിട്ട് ട്രൈ ചെയ്യുന്ന ആളാ. അതായത് പപ്പ ഇത്തിരി മടിയനാ. പപ്പക്ക് ടാലന്റ് ഉണ്ട്, ഓഫ്കോഴ്സ് പപ്പയാണ് എനിക്ക് ടാലന്റ് തന്നത്. പപ്പ പക്ഷെ എന്നെ ഒന്നും അങ്ങനെ പുഷ് ചെയ്യില്ല. നീ അവിടെ പോ ഇവിടെ പോ, അതൊക്കെ അമ്മയുടെ ബാക്കിലുള്ള ബുദ്ധി. ഇത് രണ്ടും കൂടെ കോമ്പിനേഷൻ വരുമ്പോഴാണ് പരിപാടി. എല്ലാവരുടെ ലൈഫിലും അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിലേ സാധനം വർക്കാവും. ചുമ്മാ കഴിവുണ്ടായാൽ മാത്രം പോരാ, നമുക്കത് പുഷ് ചെയ്ത് നമ്മൾ എവിടെയെങ്കിലും ട്രൈ ചെയ്യണം, അല്ലെങ്കിൽ ദീപകേട്ടൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കണം, ചോദിച്ചാലേ ചാൻസ് കിട്ടും. അങ്ങനത്തെ സാധനം അമ്മയാണ് എൻ്റെ കൂടെ. ഇപ്പൊ എനിക്ക് +2 സീറ്റ് ആണെങ്കിലും മറ്റേ ദീപകേട്ടൻ്റെ അടുത്തുള്ള സിറ്റുവേഷൻ ആണെങ്കിലും എല്ലാ സാധനത്തിനും എൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു ഫോഴ്സ് അമ്മയുടെ ഫോഴ്സാ എന്നെ കൂടെ വരും. അതായത് ട്രെയിനിൽ കയറിയിട്ട് നമുക്ക് ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ നമുക്ക് അവിടെ പോകാം, നമ്മൾ എടുത്തിട്ട് തന്നെ ബാക്കി കാര്യം. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് അമ്മയുടെ. അപ്പം അത് പിടിച്ചേ പറ്റൂ എന്നുള്ളൊരു സാധനം അമ്മയുടെ സൈഡിൽ നിന്നായിരുന്നു കൂടുതൽ സപ്പോർട്ട് ഉണ്ടായത്. അപ്പൊ ഇതാ രണ്ടുപേരുടെയും ഒരു സാധനമുണ്ട്. പപ്പ ഇങ്ങനെ ലേറ്റ് ബാക്കാ. പപ്പയുടെ തലശ്ശേരിയില് വീട് എന്ന് പറയുന്നത് ഒരു ബീച്ച് ഫ്രണ്ട് വീടാ. നമ്മളെ വീട് ഇരിക്കുന്നത് ബീച്ച് ഒരു ക്ലിഫിലാണ് വീട്. പപ്പയുടെ ഹാപ്പിനെസ് അതാണ്. പപ്പക്ക് അതിന്റെ അപ്പുറം കൂടുതൽ സിനിമ ചെയ്യണമെന്നോ അങ്ങനത്തെ വലിയ വലിയ ആഗ്രഹമൊന്നുമില്ല. പപ്പക്ക് വൈകുന്നേരം ബീച്ച് നോക്കിയിരുന്ന് ഒന്ന് റിലാക്സ് ചെയ്യാം. അമ്മ പക്ഷെ ഹാർഡ് വർക്കിങ്ങിനെ പറ്റി ചിന്തിക്കും. അപ്പം പപ്പയുടെ ടാലന്റും അമ്മയുടെ അമ്മയുടെ ട്രൈയിങ്. അമ്മ ആക്ച്വലി സിംഗറാണ്. അമ്മ പാടുകയൊക്കെ ചെയ്യും. അമ്മ അത്യാവശ്യം മ്യൂസിക് സെൻസ് ഉള്ളൊരു ഫാമിലി ട്രാക്ക് ഇറങ്ങും. ഇല്ല അതില്ല. എല്ലാവർക്കും എന്റെ ചേച്ചിക്ക് ഇപ്പോഴും എന്റെ അടുത്ത് ദേഷ്യം. ഇവളെ പഠിപ്പിക്കാൻ വെച്ച ഹാർമോണിയം ആയിരുന്നു ഞാൻ തല്ലി പൊളിച്ചത്. അപ്പൊ ഇവള് പറയും, നീ അന്ന് ഹാർമോണിയം പൊളിച്ചില്ലായിരുന്നെങ്കിൽ ഞാനായനെ മ്യൂസിക് ഡയറക്ടർ, നീ കാരണമാണ് എന്റെ എല്ലാ സാധനവും പോയതുകൊണ്ട് ഇപ്പോഴും എന്നെ കുറ്റപ്പെടുത്തും. ഹാർമോണിയം തല്ലി പൊളിച്ച കുഞ്ഞ് പഠിച്ച മ്യൂസിക് ഡയറക്ടർ. ഞാൻ എനിക്ക് എന്തോ അകത്ത് മ്യൂസിക് കേൾക്കുന്ന കാണുമ്പോൾ എനിക്ക് എക്സൈറ്റ് പറഞ്ഞാൽ ഞാൻ ഡോർ ചവിട്ടിയത്. ചെറിയൊരു ലുങ്കി ഇട്ടിട്ട്, ലുങ്കിയല്ല മറ്റേ ചെറിയ തുണി ഇട്ടിട്ടാ, ചെറിയ പ്രായ പോയിട്ട് അവിടെ പിടിച്ച് പൊട്ടിച്ചിട്ട് പോയതാണ് പറയുന്നത്. പിന്നെ ഞാന് എപ്പോഴും പോകാറില്ല. ഞാൻ എപ്പോഴെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ ബ്രേക്ക് കിട്ടുമ്പോൾ ഓണത്തിന് ലാസ്റ്റ് പോയി അവിടെ പോയി. ഭയങ്കര പീസ്ഫുൾ ആണ് സ്ഥലം. അവിടെ പോയി കുറച്ചേരം ഇരിക്കുക, 2-3 ദിവസമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരും. അടിപൊളി. വിനീത് ശ്രീനിവാസൻ വിളിച്ചാൽ ഇനി ഞാൻ അഭിനയിക്കാൻ പോകും? നോ. കാരണം എനിക്ക് ആക്ടിങ് വലിയ താല്പര്യം. എന്നെ പലവരും അങ്ങനെ പിന്നെ ഇതിനു ശേഷം ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സുഷിൻ, ഞാൻ ചിലപ്പോൾ വിചാരിക്കും പണ്ട് മ്യൂസിക് ചെയ്യാൻ വിളിക്കുന്നത്, പക്ഷെ അവർ അഭിനയിക്കാൻ വിളിക്കാൻ, ഞാൻ അഭിനയിക്കാനോ എനിക്ക് പറ്റില്ല. പറ്റില്ല എന്ന് വെച്ചാൽ എനിക്ക് ക്യാമറ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എവിടെയാണ് അന്നത്തെ ഒരു റോക്ക് ഫ്രീക്ക് ലുക്ക് കണ്ടിട്ടാണ് അഭിനയിക്കാൻ ആ സീനിന് വിളിച്ചിട്ടുണ്ട്. പക്ഷെ എവിടുന്നാ കണ്ടേ വിനീത് ശ്രീനിവാസൻ, വിനീതേട്ടൻ? ഞാൻ ആക്ച്വലി വിനീതേട്ടനെ പരിചയപ്പെടുന്നത് ഞാൻ +1 പഠിക്കുന്ന ടൈമിൽ നമ്മളൊരു ആൽബം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ നമ്മൾ കുറെ സിംഗേഴ്സിനെ യൂസ് ചെയ്തിട്ടുണ്ട് ആൽബത്തിൽ. വിനീത് ശ്രീനിവാസൻ, ഫ്രാങ്കോ, ബെന്നി ഡയൽ, അങ്ങനത്തെ അപ്പത്തെ മെയിൻ സിംഗേഴ്സ്, കാർത്തിക്. അപ്പം മെയിൻ സിംഗേഴ്സ് തന്നെ വേണം നമുക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും യൂസ് ചെയ്തപ്പം അങ്ങനെയാണ് കോണ്ടാക്ട്, പരിചയം. അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ ആക്ച്വലി പപ്പയുടെ പഴയ ഫ്രണ്ടായിരുന്നു ശ്രീനങ്ങള്. അങ്ങനെ വേറൊരു കണക്ഷൻ ഉണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നുമല്ല ഇവരെ പരിചയപ്പെടുന്നത്. ശ്രീനങ്ങൾ ഒരു പ്രാവശ്യം പണ്ട് വീട്ടിലോട്ടൊക്കെ വന്നിട്ടുണ്ട്, തലശ്ശേരി വീട്ടിൽ. അപ്പോഴും ശ്രീനങ്ങൾ ഒരു പ്രാവശ്യം പപ്പൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു പരിപാടിക്ക് ചെന്നൈയിലോട്ട് വന്നു. പക്ഷെ പപ്പ തലശ്ശേരി വീട്ടിലൊരു പരിപാടി ഇല്ലാത്തതുകൊണ്ട് സിനിമയായിട്ട് അങ്ങനെ ഒരു ബന്ധമില്ലാണ്ടായി. ഔസേപ്പച്ചൻ സാർ എല്ലാവരുമായിട്ട് പപ്പ പണ്ടേ ഒരുമിച്ചുണ്ടായ ആൾക്കാരാണ്. പക്ഷെ പുള്ളിക്ക് സ്ഥലമാണ് മുഖ്യം ബിഗിലെ എന്നായതുകൊണ്ട് പിന്നെ പുള്ളി അങ്ങനെ പിടിച്ച്. പിന്നെ അങ്ങനെ വിനീതേട്ടനെ പരിചയമുണ്ട്. പിന്നെ ഞാൻ വിനീതേട്ടനെ കാണുന്നത് ദീപകേട്ടന്റെ സ്റ്റുഡിയോയില് തട്ടത്തി മരത്തിന് റെക്കോർഡിങ് നടക്കുന്ന അവിടെയാണ്. അപ്പം പുള്ളി എന്നെ ഒന്നും കൂടെ കണ്ട്. അപ്പം പുള്ളി, എടാ അങ്ങനെ ഒരു സീനുണ്ട്, നീ ചെയ്യുമെന്നൊക്കെ ചുമ്മാ ചോദിച്ച്. അത് ഞാനല്ലല്ലോ ഡബ് ചെയ്തത്. അത് ആക്ച്വലി ഗണേശ് രാജ് ഇല്ലേ, നമ്മുടെ ആനന്ദത്തിന്റെ ഡയറക്ടർ. അഭിനയിക്കുമ്പോ പറയൂലേ, അതൊക്കെ ഞാൻ പറഞ്ഞു. ഈസ് ഗോണ സ്ക്രൂ യു ഗൈസ്. ഇപ്പോഴും എനിക്ക് ആ പേരുണ്ട്. അതാണ് എത്രയൊക്കെ പടം ചെയ്തിട്ടും മറ്റേ സ്ക്രൂ അല്ലേ. പക്ഷെ ആ ടൈമിൽ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തായിരുന്നു കേട്ടോ. അതായത് റെക്കഗ്നീഷൻ. അതായത് അതെ, നമ്മളെ ഒരാള് പുറത്തുനിന്ന് കാണുമ്പം ഇത് മറ്റേ പടത്തിലുള്ള ആളെ, അപ്പൊ നമ്മള് മറ്റേ മനസ്സിലായല്ലേ. അപ്പൊ ഞാനും ശ്രീനാഥ് ബാസിയൊക്കെ കൂടെ ഇങ്ങനെ പുറത്തൊക്കെ പോയി ആജിലിയിലൊക്കെ പോയി ജ്യൂസ് കുടിക്കുമ്പോൾ എന്നെ മനസ്സിലായി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര എന്നൊക്കെ പറഞ്ഞു. അതേ കുട്ടികളെ ഞാൻ ഇപ്പൊ അടുത്തും കണ്ടു. അന്ന് തന്നെ ഫസ്റ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്ത പിള്ളേരെ ഞാൻ ഇപ്പൊ അടുത്ത് മറ്റേ ഇഡ്ഡലി കടയിൽ പോയി കഴിക്കുമ്പോൾ ചേട്ടന് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, നമ്മൾ അന്ന് എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മയുണ്ട് വരെ. സുഷിൻ അനിരുദ്ധ് കമ്പാരിസൺ നടക്കാറുണ്ട്. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എടുത്തിട്ട് ഇന്റർനാഷണൽ യൂട്യൂബേഴ്സ് ഒക്കെ
സ്കോർ ചെയ്യുക, മാർക്ക് ചെയ്യുക. ഓക്കെ, ഇത് രണ്ടെണ്ണം കമ്പയർ ചെയ്യും. ഇപ്പൊ ഭീഷ്മ വെക്കും, അനിരുദ്ധിന്റെ ഒരെണ്ണം വെക്കും. കാണാറുണ്ട് ആ വീഡിയോ? കണ്ടിട്ടുണ്ടോ? ഇല്ല, എനിക്കത് ഭയങ്കര ഡിപ്രസിങ് അങ്ങനത്തെ വീഡിയോസ് കാണുന്നത്. വെറുതെ രസത്തിന് കമ്പാരിസൺ ഇല്ല. ഞാനത് എനിക്ക് കുറെ ആൾക്കാർ അയച്ചെന്നുണ്ട്, എന്റെ ചേച്ചിയൊക്കെ അയച്ചെന്നുണ്ട്. മറ്റേത് ഫോറിനേഴ്സ് അയച്ചിട്ടുണ്ട്. ചുമ്മാ തുറന്നു നോക്കും, പിന്നെ മനസ്സിലാവും ഇത് ചുമ്മാ മറ്റേ ആരാണ് ബെറ്റർ എന്നുള്ള ടൈപ്പ് വീഡിയോ ആണ്. അപ്പം അത് ആര് ബെറ്റർ ആയിക്കോട്ടെ, നമ്മൾ രണ്ടും രണ്ട് രീതിയിൽ ജീവിക്കുന്ന ആൾക്കാർ. അല്ല, കമ്പാരിസൺ എന്തായാലും ഏത് ഫീൽഡിലും ഉണ്ടാവും. ഞാൻ കാണണോ വേണ്ടെന്നുള്ളത് നമ്മുടെ തീരുമാനം. മ്യൂസിക് ക്യാൻ ചേഞ്ച് ദ വേൾഡ് എന്നാണ്. അതാണ് മ്യൂസിക് സുഷിൻ ശ്യാമിന്റെ ലൈഫിൽ വരുത്തിയിരിക്കുന്ന ഒരു മാറ്റം ചോദിച്ചാൽ എന്ത് പറയും? പൈസ ഉണ്ടാക്കാൻ പറ്റി. ഓണസ്റ്റ് ഉത്തരം. ഉറപ്പായിട്ട് എനിക്ക് വേറെ ജോലിയൊന്നും അതറിയില്ല. മ്യൂസിക് കൊണ്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. മോസ്റ്റ് എക്സ്പെൻസീവ് മ്യൂസിക് കമ്പോസർ ആണ് ഇപ്പം നിലവിൽ മലയാള സിനിമ. അതൊന്നും എനിക്കറിയില്ല. എക്സ്പെൻസീവ് അറിയാതിരിക്കില്ലല്ലോ. ഞാൻ അത്യാവശ്യം എക്സ്പെൻസീവ് ആണെന്ന് എനിക്കറിയാം, പക്ഷെ മോസ്റ്റ് എക്സ്പെൻസീവ് ആണോന്ന് എനിക്കറിയില്ല. അത് ചിലപ്പം ബാക്കിയുള്ള ആൾക്കാർക്കും കൂടെ ചോദിക്കണം. എനിക്കറിയില്ലല്ലോ ബാക്കി എല്ലാവരും എന്താണ് പൈസ പറയുന്നത്. ഇൻഡസ്ട്രി അങ്ങോട്ടും ഇങ്ങോട്ടും മാക്സിമം ഞാനും ജസ്റ്റിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീ ഇപ്പൊ എത്ര മേടിക്കും, ഞാനിപ്പോ എത്ര മേടിക്കും, അങ്ങനെ ഡിസ്കസ് ചെയ്യും. ചെറിയ ഡിസ്കഷൻ. കാരണം കുറച്ച് കാലമായിട്ട് മലയാളം ഇൻഡസ്ട്രി മൊത്തത്തില് മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിന് ഭയങ്കര പൈസ കുറവായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അതായത് ഞാൻ ദീപകേട്ടന്റെ അവിടെ ഉള്ള ടൈമില് അതേ ഫണ്ടൊക്കെ തന്നെയാണ് ഇപ്പോഴും മ്യൂസിക് ഡയറക്ടേഴ്സിന് കിട്ടുന്നുള്ള സാധനം. അപ്പം ഞാൻ ചെറുതായിട്ട് എന്റെ റെമ്യൂണറേഷനൊക്കെ ഒന്ന് ചെറുതായിട്ട് കൂട്ടിക്കൊണ്ടുവന്ന് ബാക്കിൽ തന്നെ കുറെ ആൾക്കാർ കൂട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെ തന്നെയല്ലേ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഭയങ്കരമായിട്ട് പരിപാടികൾ മാറിയിട്ടുണ്ട്. സിനിമയുടെ ബഡ്ജറ്റ് മാറിയിട്ടുണ്ട്. Of course, musicians deserve it. ഇവരുടെ പേര് കേൾക്കുമ്പോൾ എന്താ പറയാൻ തോന്നുന്നത് പറയണം. ഒരു ചെറിയ റാപ്പിഡ് ഫയർ ആണ്. ദീപക് ദേവ്. ഗുരുവിന്റെ അപ്രീസിയേഷൻ കുറെ കാലമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ശിഷ്യനാണ് ഞാൻ കേട്ടോ. കിട്ടിയോ ഫൈനലി? കിട്ടി. എന്നാ കിട്ടിയേ? എനിക്കൊന്ന് ദീപകേട്ട എനിക്കൊന്ന് കുമ്പളങ്ങി കഴിഞ്ഞപ്പം വിളിച്ചു. അപ്പൊ ആ ടൈമില് ദീപകേട്ടൻ ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞു? ദീപകേട്ടൻ ഈ പറഞ്ഞ പോലെ ദീപകേട്ടന്റെ മക്കളൊക്കെ ഭയങ്കരമായിട്ട് എന്റെ സോങ്സ് ട്രിപ്പ് ചെയ്യുന്നുണ്ട്. ഒരു പ്രാവശ്യം ഇങ്ങനെ ചോദിച്ചു, അതായത് മക്കള് ചോദിച്ച് പാട്ട് സുഷിൻ ചേട്ടന്റെ പാട്ട് ഇടുമെന്ന് ചോദിച്ചു. അപ്പോഴാണ് പുള്ളി പറഞ്ഞത് ഇങ്ങനെ അപ്പൊ സുഷിന്റെ പാട്ടൊക്കെയാണ് ഇപ്പൊ ട്രിപ്പ് ചെയ്യുന്നുണ്ടല്ലോ, പിള്ളേര് ട്രിപ്പ് ചെയ്യുന്നത്. അത് കിഡ്സിന് എനിക്ക് കുറച്ച് കിഡ്സ് ഫാൻസ് ഉണ്ട്. ചെറിയ ഇപ്പൊ എന്റെ നിരഞ്ജുനം പറഞ്ഞ പോലെ, എന്റെ ചേച്ചിയുടെ മോനെ പറഞ്ഞ പോലെ അങ്ങനത്തെ കുറെ ചെറിയ പിള്ളേർ, ഇപ്പൊ ആത്മാവേ പോലൊക്കെ ഞാൻ കുറെ പിള്ളേര് പാടുന്ന കേൾക്കുന്നത്, വലിയ ആൾക്കാർ പാടുന്ന കേൾക്കും. അപ്പൊ അങ്ങനത്തെ കിഡ്സിനും ചെറിയ ചിൽഡ്രൻ അവർക്ക് പാട്ടുകൾ ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ ദീപകേട്ടനൊരു അപ്രിസിയേഷൻ കിട്ടിയിട്ട് ഞാൻ പോയി മീറ്റ് ചെയ്തു. അങ്ങനെ ഒരു ഹാപ്പിനെസ് ആയിരുന്നു അത് നടന്നു. ആ ഒരു മീറ്റിംഗ് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഇത്തിരി നീണ്ടുപോയി. അത് അടിപൊളി റിലേഷൻഷിപ്പിലാണ് ഇപ്പൊ. സൂപ്പർ. റെക്സ് വിജയൻ കൂളസ്റ്റ് ഗൈ ഇൻ ദ വേൾഡ്. റെക്സ് വിജയൻ ഭയങ്കര സിമ്പിൾ മനുഷ്യൻ, അടിപൊളി മ്യൂസിഷ്യൻ. ഞാൻ ഓഫ് കോഴ്സ് എൻ്റെ മ്യൂസിക് ഭയങ്കര റെക്സ് വിജയൻ ഇൻസ്പയർഡ് ആണ്. പല ആൾക്കാരും പറയും റെക്സ് വിജയന്റെ പാട്ട് പോലെ ഇരിക്കുന്നു. ഓഫ് കോഴ്സ് ഞാൻ അവിയൽ കേട്ടിട്ടും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഈ മെറ്റൽ സീനിലോട്ടും എല്ലാത്തിനും ഒരു ബേസ് അവിടെ നിന്നൊക്കെ തന്നെയാണ്. ഇപ്പം എന്നെ ആദ്യം ദീപകേട്ടനായിരുന്നു ഇൻസ്പയർ ചെയ്തത്, സിനിമ മ്യൂസിക്കിലോട്ട് ട്രിപ്പ് ചെയ്തത്. അതേപോലെ ഇങ്ങനെ ഓരോ ആർട്ടിസ്റ്റിലോട്ട് പോകുമല്ലോ നമ്മള്. റെക്സ് വിജയൻ ഭയങ്കരമായിട്ട്, ഈവൻ ഗോപി ചേട്ടൻ, അങ്ങനെ കുറെ പേര് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെക്സ് ചേട്ടൻ്റെ മ്യൂസിക്കായിട്ട് ഞാൻ ഭയങ്കര കണക്ട് ആയിട്ടുണ്ടായിരുന്നു. പുള്ളി ചെയ്യുന്ന ഗിറ്റാർ റിഫ് ആണെങ്കിലും. പിന്നെ പുള്ളിനെ പരിചയപ്പെട്ടപ്പോഴും നമുക്കത് ഭയങ്കര ഒരു അടിപൊളി മെമ്പറാണ്. ചില സാധനങ്ങൾ പുള്ളി ചില സാധനങ്ങൾ ലെറ്റ് ഗോ ചെയ്യണോ എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ അപ്പോഴാണ് നമ്മൾ ആലോചിക്കുക, അതിന് ഇത്രയൊന്നും പിടിക്കണ്ടല്ലേ, ഇത്രയൊന്നും ലെറ്റ് ഗോ ചെയ്ത് പിടിക്കാം. ചില സാധനങ്ങൾ ഈസി ആയിട്ട് പിടിക്കും ചില സാധനങ്ങൾ. അപ്പം പല ഡൗട്ട്സിനൊക്കെ ഞാൻ പുള്ളിനെയാണ് വിളിക്കാറ്, ഇങ്ങനത്തെ എന്തെങ്കിലും ലൈഫിൽ എന്തെങ്കിലും സാധനങ്ങൾ തീരുമാനിക്കാൻ. സുഷിനെ ഇൻഡിപെൻഡന്റ് ആക്കിയല്ലോ റെക്സേട്ടന് നമ്മൾ കൈയടിക്കണം. റെക്സേട്ടന് കൈയടിക്കണം ഓഫ് കോഴ്സ്. കാരണം റെക്സേട്ടനാണ് അങ്ങനെ ഒരു ഫസ്റ്റ് ഒരു ഇത് പറയുന്നത് റെക്സേട്ടനാണ്. പിന്നെ പുള്ളിയുടെ ക്രിയേറ്റീവ് സൈഡിലും പുള്ളി ആ ഒരു തരുന്ന ഫ്രീഡം പരിപാടിയൊക്കെ ഭയങ്കര രസമായിരുന്നു. ഞാൻ നീലാകാശത്തിൽ വർക്ക് ചെയ്തപ്പോഴും ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ഇതായിരുന്നു. പിന്നെ അതിന് മുമ്പ് തന്നെ എനിക്ക് ദീപകേട്ടൻ്റെ ഇത് പറയുകയാണെങ്കിൽ ദീപകേട്ടൻ കുറേ എന്നെ ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. കുറേ ആസ് എ ഹ്യൂമൻ ബീങ്ങും എൻ്റെ ബോഡി ലാംഗ്വേജ് പോലും കുറേയൊക്കെ ദീപകേട്ടൻ ചെറുതായിട്ട് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. മറ്റേ ഞാൻ വിചാരിക്കും, ഞാൻ 19-ാം വയസ്സിലോ 20-ാം വയസ്സിലാണ് ദീപകേട്ടൻ. എനിക്കപ്പോൾ ഒന്നും അറിയാത്ത ടൈമില്ല. ഞാൻ മറ്റേ കോളേജ് നിർത്തിയിട്ട് നേരെ ദീപകേട്ടൻ്റെ അടുത്ത് പോകും. അപ്പം പുള്ളി എന്നെ ഭയങ്കര ഒരു ചെറിയ ബ്രദറായിട്ടാണ് ട്രീറ്റ് ചെയ്തത്. അല്ലെങ്കിൽ പുള്ളി എപ്പോഴേ എന്നെ ഇറക്കി വിട്ടുണ്ടായിരുന്നെന്ന് എനിക്കറിയാം, കാരണം എൻ്റെ സ്വഭാവം വെച്ചിട്ട്. പക്ഷെ പുള്ളി ഭയങ്കര ക്ഷമയോടെ എന്നെ ഡീൽ ചെയ്തിട്ടുണ്ട്.
കാരണം എൻ്റെ ആ പ്രായത്തിൽ എനിക്ക് എന്തും തോന്നുന്നൊക്കെ ചെയ്യും, അങ്ങനത്തെ ഒരു സ്വഭാവമൊക്കെ ആയിരുന്നു. പിന്നെ എൻ്റെ ഈഗോ ഒക്കെ ബിൽഡായി വരുന്ന സമയമാണ്, പ്രായം ഇങ്ങനെ കൂടുകയാണല്ലോ. അതൊക്കെ പുള്ളി തച്ചടച്ച് പുള്ളി ആദ്യമേ എന്നെ ഇങ്ങനെ ടൈം ചെയ്ത സാധനം എന്നെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ലാസ്റ്റ് 2 questions. ഓക്കെ, ഇത് മഞ്ഞുമലാണ്. മഞ്ഞുമൽ ബോയ്സ് ആണ് അടുത്ത സുഷിന്റെ പ്രോജക്റ്റ്. അത് എന്തോരോ ആയി തുടങ്ങിയ? എൻ്റെ ഏറ്റവും എക്സൈറ്റ്മെന്റ് തോന്നിപ്പിക്കുന്ന 2 പ്രോജക്ട്സ് ആണ്. ഒന്ന് മഞ്ഞുമലും ആവേശവും. അതായത് നമ്മളിപ്പോൾ അനൗൺസ് ചെയ്ത പടങ്ങളിൽ മഞ്ഞുമല് കുറച്ച് മാറ്റും മലയാളം ഇൻഡസ്ട്രിയുടെ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി പറയല്ല, പക്ഷെ ആസ് എ സിനിമ മ്യൂസിക് ആണെങ്കിലും ഓഫ് കോഴ്സ് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. കാരണം ഞാൻ കുറച്ച് അധികം എഫേർട്ട് ഇടാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് ഒന്നും കൂടെ എൻ്റെ സൗണ്ട്സ് ഒക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് റീസെറ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അതായത് അപ്പം ഞാൻ ഇപ്രാവശ്യം 2023 തുടങ്ങുമ്പോൾ ഞാൻ എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞ സാധനങ്ങൾ അതൊക്കെയായിരുന്നു. എനിക്ക് മൊത്തത്തിൽ എൻ്റെ സൗണ്ടിങ് ഒന്ന് മാറ്റി പിടിക്കണം എന്നുള്ളൊരു സാധനം. അത് ചിലപ്പോൾ മഞ്ഞുമല മുതലായിരിക്കും എനിക്ക് തോന്നുന്നു അത് മാറാൻ പോകുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. കാരണം എനിക്ക് പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ പിടിക്കണമെന്നുണ്ട്. അപ്പോൾ 2 സോങ് ചെയ്തത് എന്തായാലും കുറച്ച് പുതിയ പരിപാടികളായിട്ട് വന്നിട്ടുണ്ട്. കൂടുതലും എൻ്റെ ഒരു ഇൻഡിപെൻഡൻറ്റ് സൈഡ് കുറച്ചും കൂടെ എനിക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. ചുമ്മാ ഒരു ഹിറ്റ് ഗാനം ഉണ്ടാക്കുന്നതിന് പകരം കുറച്ചും കൂടെ ആൾക്കാർക്ക് കുറച്ചും കൂടി ഈ പരിപാടി ഒന്ന് ട്രാവൽ ചെയ്യുമ്പോഴും പരിപാടി അതൊരു ട്രാവൽ സോങ് ഒക്കെ ഉണ്ട് എൻ്റെ അത്. അപ്പം കുറച്ചും കൂടെ എൻ്റെ ഒരു പഴയ സൈഡാണ്. അതായത് ഞാൻ പണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ടൈപ്പ് മെലഡീസ് പരിപാടി അങ്ങനത്തെ കുറച്ച് സാധനം ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. പടമാണെങ്കിലും ഇറ്റ് ഹാസ് കം ഔട്ട് വെൽ. ഭയങ്കര രസമായിരിക്കും, തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. സൗണ്ട് മാറ്റണം എന്ന് പറയുമ്പോ എന്താ സംഭവം? ഈ പടത്തിന് വേണ്ടി നമ്മളൊരു ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കി. അതായത് ഈ മഞ്ഞുമലിന് വേണ്ടിയിട്ട് ഞാനും എന്റെ ടീമും കൂടെ, ഞാനും എന്റെ ടീമും നമ്മള് പേരിപ്പൊ പറയില്ല. ഇപ്പൊ മഞ്ഞുമലിന് എനിക്ക് എന്ത് ടൈപ്പ് സൗണ്ടാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയയില് എനിക്ക് വിച്ച് എന്ന് പറഞ്ഞൊരു പടം ഉണ്ടായിരുന്നു മറ്റേ ഇംഗ്ലീഷില്, ഒരു ഹൊററാണ്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള മ്യൂസിക് ഡയറക്ടർ ഇതേപോലെ പുള്ളിയുടെ ഒരു ഫ്രണ്ട് മച്ചാൻ ഒരു സാധനം ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഞാൻ അത് തപ്പിപ്പിടിച്ച് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊക്കെ. ഇപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് ജുബിൻ അറിയായിരിക്കും. ജുബിന് ചെറിയ മറ്റേ കാർപ്പൻട്രി വർക്കൊക്കെ അറിയാം. അപ്പം അങ്ങനെ എൻ്റെ അസിസ്റ്റന്റ് ഉണ്ട് സാത്വിക്കിന് അത്യാവശ്യം ഈ ഹാർഡ്വെയർ ഇലക്ട്രോണിക്സ് പരിപാടി അറിയാം. ഇതെല്ലാം കൂടെ നമ്മളിപ്പോൾ യൂട്യൂബും പരിപാടി DIY ഒക്കെ വെച്ച് നോക്കിയിട്ട് ഒരു ഐറ്റം ഇതിനകത്ത് കുറച്ച് സൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. അപ്പം അങ്ങനെ ഒരു സാധനം ഇതിനു വേണ്ടി ഉണ്ടാക്കി, പുതിയൊരു ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കി. അതെന്തായാലും പക്ഷെ അതിന്റെ മറ്റേ വീഡിയോ വരുമ്പം നിങ്ങൾ ഇറക്കുമോ മാർക്കറ്റിൽ? ഇല്ല, ഇത് നമ്മളെ പരിപാടിക്ക് വേണ്ടി മാത്രം. അപ്പം ഏത് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ്? അതിൽ പല സൗണ്ട്സ് ഉണ്ട്. അതിങ്ങനെ റിതമിക് ആയിട്ട് യൂസ് ചെയ്യാം. അതിന് ആക്ച്വലി പറയുന്ന എപ്രഹെൻഷൻ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് മിഷനാണത്. അപ്പം അതിൻ്റെ അകത്ത് ബേസിക്കലി നമ്മളെ ചെല്ലോ ഉണ്ടല്ലോ, ചെല്ലോന്റെ സ്ട്രിങ്സ് ഉണ്ട്, ഗിറ്റാർ സ്ട്രിങ്സ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഒരു ബോക്സ് പോലെ വെച്ചിട്ട് അതിന്റെ മുകളിൽ കെട്ടിയിട്ട് പിന്നെ അതിൻ്റെ അകത്ത് ഇങ്ങനെ അതിൻ്റെ അകത്ത് കുറെ മൈക്സ് പോലത്തെ സാധനമൊക്കെ വെച്ച് അപ്പൊ അതിൻ്റെ അകത്ത് സൗണ്ടൊക്കെ ഇങ്ങനെ ഒരു റബ്ബർ പോലത്തെ ബോൾ വെച്ച് അവരൊക്കെ മൂലം അങ്ങനത്തെ സൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യലാണ്. അപ്പം എനിക്ക് മഞ്ഞുമൽ അങ്ങനത്തെ ഒരു സൗണ്ട് സ്കേപ്പ് വേണമെന്ന് തോന്നി. അപ്പം നമ്മൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാ. പരിപാടി വർക്കാവുന്ന വലിയ ഐഡിയ ഒന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ സാധനം വർക്കായുണ്ട്. ഇന്നലെയാണ് അതിന്റെ ഒരു ടെസ്റ്റ് അടിച്ചത്. അപ്പം അതിലൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഈ സൗണ്ട്സ് നമ്മൾ മഞ്ഞുമലിൽ കേൾക്കും, തിയേറ്ററിൽ കേൾക്കും. പൊളി. ലാസ്റ്റ് ബിലാല് സുഷിനാണ് ചെയ്യാൻ. എനിക്കറിയില്ല, വിക്കില് കിടക്കുന്നില്ല. അതൊന്നും ഡിസ്കഷനിലോട്ട് വന്നിട്ടില്ല. അത് വന്നിട്ടേ ഇല്ലേ? ഡിസ്കഷനിലോട്ട് വന്നത് എപ്പോഴും മെൻഷൻ ചെയ്തു എന്നല്ലാണ്ട് നമ്മള്, കാരണം അമലായിട്ട് ഇപ്പൊ അടുത്ത വേറെ പടമാണല്ലോ ചെയ്യുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ടൊക്കെ ആണെന്ന് തോന്നുന്നു. പക്ഷെ മഞ്ഞുമല് കഴിഞ്ഞിട്ട് വിക്കില് ഇട്ടിരിക്കുന്ന ബിലാലാണ്. മഞ്ഞുമല് കഴിഞ്ഞിട്ട് ആക്ച്വലി ആവേശമായിരിക്കും. ആവേശം കഴിഞ്ഞിട്ട് അമലേട്ടന്റെ പടമായിരിക്കും. അല്ല, ബിലാൽ അഥവാ ചെയ്യാന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആക്ച്വൽ ബിഗ് ബിയുടെ ബിലാലിന്റെ തീമിൽ ബേസ് ചെയ്തായിരിക്കും ചെയ്യുക? അതോ ആയിരിക്കില്ല, കംപ്ലീറ്റ്ലി പുതിയായിരിക്കും? ഞാനാണ് ചെയ്യുന്നെങ്കിൽ ചിലപ്പം ആ തീം ഉണ്ടാവാൻ സാധ്യതയില്ല. ഇല്ല. ശരി. അത് പക്ഷെ എനിക്ക് സ്റ്റോറി ഇപ്പോഴും എനിക്ക് പ്രോപ്പറായിട്ട് അറിയില്ല. അപ്പം സ്റ്റോറി എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണല്ലോ തീംസ് വേണോ വേണ്ടയോ എന്നുള്ളത്. അപ്പം ഇപ്പം ഉണ്ടാവാൻ സാധ്യതയില്ല, ചിലപ്പോൾ ഉണ്ടാവാം. ചിലപ്പോൾ ഉണ്ടായാൽ പൊളിയായിരിക്കും, ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ അറിയില്ല അതെന്താണ്, അത് ഞാനാണോ ചെയ്യുന്നത്. പല ചോദ്യങ്ങളുണ്ട് ഇതിന്റെ മുമ്പിൽ. ഇതിനൊക്കെ ഉത്തരം നമ്മൾ അടുത്ത സിനിമയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പം നമുക്ക് പറയാൻ പറ്റും. മഞ്ഞുമൽ ബോയ്സ്, ആവേശം, ഇതൊക്കെ നമ്മൾ ആവേശത്തോട് വെയിറ്റ് ചെയ്യാണ് സുഷിന്റെ അടുത്ത വർക്കിന്. ആവേശം ആവട്ടെ. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. കുറെ കാര്യങ്ങൾ സംസാരിച്ചു. ടൺ കണക്കിന് ഫൺ.